ഹലോ എവരിവൺ, audible ആണോ ഞാൻ പറയുന്നത്? Am I audible? Yes, sir. Okay. So, കഴിഞ്ഞൊരു ആഴ്ച നടത്തേണ്ട എക്സാം ആയിരുന്നത്. സോ എനിക്ക് ആ സമയത്ത് കോവിഡ് പോസിറ്റീവായി. അതാണ് ഒരു ഡിലേ വന്നത്. സോ ഞാൻ ട്രീറ്റ്മെന്റിലായിരുന്നു. കറന്റ് ഐ ആം ഓക്കെ. സോ നമ്മുടെ എക്കണോമിക്സിന്റെ ടെസ്റ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദ ടോപ്പിക് ഈസ് മണി ആൻഡ് ബാങ്കിങ്, ക്യാപിറ്റൽ മാർക്കറ്റ് എന്നിവയായിരുന്നു. സോ എഴുതിയിരുന്ന എക്സാം ഞാൻ ഉണ്ടായിരുന്നു. വാസ് ദ എക്സാം? റെസ്പോണ്ട് ചെയ്യും, ചാറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പറയാം. എഴുതിയിരുന്നോ? ടഫായിരുന്നു. ഓക്കെ, നമ്മൾ നോക്കാം. കുറച്ചൊക്കെ ടഫ് എന്ന് പറയുന്നു. കമ്പാരിറ്റീവ്ലി കുഴപ്പമില്ലാത്ത ക്വസ്റ്റൻ ആയിരുന്നു തോന്നുന്നു. നമുക്ക് എന്തായാലും ക്വസ്റ്റൻ ഒന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ എക്സാം നോക്കുമ്പോൾ, UPSCയുടെ സിവിൽ സർവീസ് എക്സാം നോക്കുമ്പോൾ ഒരു സിഗ്നിഫിക്കന്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് നൽകുന്ന മേഖലയാണ് മണി ആൻഡ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ. സോ നിങ്ങൾ ഒരു അനാലിസിസ് നോക്കുകയാണെന്ന് വെച്ചോ. ഇപ്പം 2010 തൊട്ട് അല്ലെങ്കിൽ 2015 തൊട്ട് UPSCയുടെ ഫിലിംസിന്റെ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ എക്കണോമിക്സ് അതുപോലെ ഇന്ത്യൻ എക്കണോമിക് നോക്കുമ്പോൾ ഒരു ഏകദേശം 8-9 ക്വസ്റ്റ്യൻസ് ഓൺ ആവറേജ് നമുക്ക് ഈ പറഞ്ഞ മണി ആൻഡ് ബാങ്കിങ്, ക്യാപിറ്റൽ മാർക്കറ്റ് എന്നിവ ചോദിക്കാറുണ്ട്. ഇത് RBI പറ്റി, RBIയുടെ ചില നടപടികൾ, മോണിറ്ററി പോളിസീസ്, ഇവയൊക്കെ പലപ്പോഴും ചോദ്യങ്ങളായിട്ട് വരാറുള്ളതാണ്. അതുപോലെ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഇനിഷ്യേറ്റീവ്സ് ലൈക്ക് ബീമോ അല്ലെങ്കിൽ UPA പോലുള്ള ചില ഇനിഷ്യേറ്റീവ്സ്, അതൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ചോദ്യങ്ങളായിട്ട് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ എക്സാം വരയ്ക്കുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഈ പറഞ്ഞ മണി ആൻഡ് ബാങ്കിങ്, അതുപോലെ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്ന് അധികം ചോദിക്കുന്നത് ബോണ്ടുകളെ പറ്റിയൊക്കെ ആയിരിക്കും. കാരണം വാർത്തയിലൊക്കെ വന്ന ബോണ്ടുകൾ ഉണ്ടാവും. ഇപ്പം മസാല ബോണ്ട്, എലിഫന്റ് ബോണ്ട് എന്നൊക്കെ പറഞ്ഞ ബോണ്ട്, അതൊക്കെ വരാറുണ്ട്. അതല്ലാതുള്ള ചോദ്യങ്ങൾ വളരെ കുറവാണ് ഓക്കെ കാണുന്നത്. മെജോറിറ്റി വരുന്നത് RBI അത് ബന്ധപ്പെട്ട RBIയുടെ നയങ്ങൾ അതൊക്കെ ആയിരിക്കും വരുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദ UPI in India is or are correct? So UPI പറ്റിയാണ് ചോദ്യം. First statement, UPI is an instant real-time payment system allowing users to transfer money on a real-time basis across multiple bank accounts without revealing details of one's bank account to the other party. So നിങ്ങൾക്ക് അറിയായിരിക്കും UPI എന്താ, യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്, നമ്മുടെ NPCI, നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, NPCI, നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഡെവലപ്പ് ചെയ്ത ഒരു സിസ്റ്റമാണ് ഈ പറഞ്ഞ UPI എന്ന് പറഞ്ഞ. സോ UPI വഴി നമുക്കറിയാം നമ്മൾ ധാരാളം ആൾക്കാർ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. സോ എന്താണ്, നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഇല്ലാതെ തന്നെ, അല്ലെ, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇല്ലാതെ തന്നെ മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ, ഇപ്പോൾ എനിക്ക് നിങ്ങൾക്ക് പൈസ അയക്കണമെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ അടിച്ച് ഇഫ് യു ആർ രജിസ്റ്റർഡ് ഇൻ UPI എന്ത് ചെയ്യാം, എനിക്ക് പൈസ അയക്കാം. സോ വിത്തൗട്ട് റിവീലിംഗ് ദ ഡീറ്റെയിൽസ് ഓഫ് വൺസ് ബാങ്ക് അക്കൗണ്ട് ടു ദ അതർ പാർട്ടി എന്ന് പറഞ്ഞാൽ ശരിയാണ്. അതുപോലെ റിയൽ ടൈം ബേസ് ആണ്. ഇപ്പൊ ഞാൻ അയക്കുവാണെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. സോ റിയൽ ടൈം പേയ്മെന്റ് ആണ്. അതുപോലെ റിവീലിംഗ് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റും. So the first statement is correct. The second statement, as of 2020, all the neighboring countries of India except Pakistan has adopted India's UPI standards for its QR code. തെറ്റാണ്. പാകിസ്ഥാൻ മാത്രമല്ല, ആകെ അഡോപ്റ്റ് ചെയ്തേക്കുന്നത് ഭൂട്ടാനാണ്. ഈ അടുത്തിടയ്ക്ക് വാർത്ത ഉണ്ടായിരുന്നു, ഭൂട്ടാന് നമ്മുടെ അവിടെ QR കോഡില് UPI സ്റ്റാൻഡേർഡ്സ് അഡോപ്റ്റ് ചെയ്യുന്നു എന്നൊരു വാർത്ത ഉണ്ടായിരുന്നു. സോ ഈ പറഞ്ഞ UPI സ്റ്റാൻഡേർഡ്സ് QR കോഡില് അഡോപ്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് കൺട്രി ഭൂട്ടാനാണ്. സോ യു ക്യാൻ സി ദ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോ ആകെ ഇപ്പോൾ ഒരു കൺട്രി മാത്രമേ ഉള്ളൂ, ഭൂട്ടാൻ മാത്രമാണ് ഇപ്പോൾ ഈ പറഞ്ഞ UPI സ്റ്റാൻഡേർഡ്സ് അവരുടെ QR കോഡിൽ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ അതിന് മുന്നേ സിംഗപ്പൂർ, നമ്മുടെ വൺ ഓഫ് ദ നമ്മുടെ ഒരു അലയാണ് സിംഗപ്പൂർ ഭീം UPI ട്രാൻസാക്ഷൻസ്, നമ്മുടെ മൊബൈൽ ഉണ്ടല്ലോ, മൊബൈൽ ആപ്പ് ഇല്ലേ, UPIയുടെ മൊബൈൽ ആപ്പ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അണ്ടർടേക്ക് ചെയ്യുന്ന ഭീം UPI ആപ്പ് വഴിയുള്ള ട്രാൻസാക്ഷൻസ് സിംഗപ്പൂർ അഡോപ്റ്റ് ചെയ്തിരുന്നു. സിംഗപ്പൂർ വാസ് ദ ഫസ്റ്റ് കൺട്രി ടു അഡോപ്റ്റ് ദ ട്രാൻസാക്ഷൻസ് യൂസിംഗ് ഭീം UPI. ഇന്ത്യക്ക് പുറത്തുള്ള ഒരു രാജ്യം അതിൽ അഡോപ്റ്റ് ചെയ്ത് സിംഗപ്പൂർ ആണ്. എന്നാൽ QR കോഡിൽ ഈ പറഞ്ഞ UPI സ്റ്റാൻഡേർഡ്സ് അഡോപ്റ്റ് ചെയ്ത രാജ്യം
ഭൂട്ടാനാണ്. മറ്റു കൺട്രീസ് ഒന്നും അഡോപ്റ്റ് ചെയ്തിട്ടില്ല. ബാക്കിയെല്ലാം ചർച്ച നടക്കുന്നുണ്ട്. അതുപോലെ ദ തേർഡ് സ്റ്റേറ്റ്മെന്റ്, ദ ഭീം ആപ്പ് വിച്ച് ഈസ് ബേസ്ഡ് ഓൺ UPI ഹാസ് 2 factors of authentication. തെറ്റാണ്. 2 അല്ല, നേരെ മറിച്ച് ഇറ്റ് ഹാസ് 3 factors ഉണ്ട്. സോ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആൾസോ ഇൻകറക്റ്റ്. സോ നമ്മൾ ഫാക്ടേഴ്സ് ഒതന്റിക്കേഷൻ പറഞ്ഞാൽ നമ്മൾ പൈസ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ, ഇപ്പം എനിക്ക് വേറൊരാൾക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ എത്ര ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എത്ര സെക്യൂരിറ്റി സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യണമെന്നാണ്. ആദ്യമായിട്ട് ഞാൻ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ, ഭീമിന്റെ ആപ്പ് എൻ്റെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എൻ്റെ മൊബൈൽ നമ്പർ, എൻ്റെ ഡിവൈസ് ID ഇവ രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ആപ്പ് നോട്ട് ചെയ്യുന്നുണ്ട്. സോ അതാണ് ഫസ്റ്റ് ഫാക്ടർ ഓഫ് ഒതന്റിക്കേഷൻ. അത് കഴിഞ്ഞ് ഞാൻ ഈ ആപ്പിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ എൻ്റെ ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യണം. ഐ നീഡ് ടു സെലക്ട് ബാങ്ക് അക്കൗണ്ട്. സോ എൻ്റെ മൊബൈൽ നമ്പർ ഏത് ബാങ്കിലാണോ ലിങ്ക് ചെയ്തിരിക്കുന്നത് അതനുസരിച്ച് ഐ നീഡ് ടു സെലക്ട് ദ ബാങ്ക് അക്കൗണ്ട്. സോ ബാങ്ക് അക്കൗണ്ട് അതാണ് സെക്കൻഡ് ഒതന്റിക്കേഷൻ. ആൻഡ് തേർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരു പിൻ അടിക്കുന്നുണ്ട്. UPI പിൻ, യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് പിൻ ഉണ്ട്. നമ്മുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പിന്നാണ് UPI പിന്ന്. സോ UPI പിൻ എന്ന് പറയുമ്പോൾ ഓരോ ബാങ്കിനും ഓരോന്നാണ്. ഇപ്പം SBI ഒക്കെ ആണെങ്കിൽ 6 അക്ക നമ്പറാണ് പറയുന്നത്, SBI. അതുപോലെ ഇപ്പൊ HDFC ഒക്കെ ആണെങ്കിൽ 4 അക്കമാണ് പറയുന്നത്, 4 ഡിജിറ്റ് 6 ഡിജിറ്റ്. സോ UPI പിൻ ഉണ്ട് പൈസ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ. അതുകൂടാതെ ആപ്പ് ലോഗിൻ ചെയ്യണമെങ്കിൽ, ഇപ്പോ ഗൂഗിൾ പേ ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് അറിയാം, അല്ലെങ്കിൽ ഭീം ആപ്പ് ഉപയോഗിക്കുന്നവർക്ക് അറിയാം, നമ്മൾ ആപ്പിൽ ലോഗിൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം, ലോഗിൻ പാസ്വേഡ് ഉണ്ട്. സോ ലോഗിൻ പാസ്വേഡ് ആൻഡ് UPI പിൻ അതാണ് തേർഡ് ഫാക്ടർ ഒതന്റിക്കേഷൻ. എന്നിങ്ങനെ 3 ഫാക്ടേഴ്സ് ഒതന്റിക്കേഷൻ ആണ് ഭീം ആപ്പിന് ഉള്ളത്. സോ ഇവിടെ പറഞ്ഞത് 2 എന്നാണ്. 2 is wrong. Actually there are 3 factors of authentication. So answer will be C, 1 only. ഒന്ന് മാത്രമാണ് ശരി ഉത്തരം, ബാക്കി രണ്ടും 2 and 3 are wrong. So the second question, which of the following best explains about the currency deposit ratio in the Indian bank system? So നമ്മുടെ NCERT ടെക്സ്റ്റ് വായിച്ചവർക്ക് അറിയാം, +2 NCERT-യിൽ നമ്മുടെ ഇൻട്രൊഡക്ടറി മാക്രോ എക്കണോമിക്സ് എന്ന ടെക്സ്റ്റ് ഉണ്ട്. +2 NCERT-യിൽ ഇൻട്രൊഡക്ടറി മാക്രോ എക്കണോമിക്സ് എന്ന ടെക്സ്റ്റ് ഉണ്ട്. ആ ടെക്സ്റ്റിനകത്ത് നമ്മുടെ മണി ആൻഡ് ബാങ്ക് എന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിനകത്ത് കറൻസി ഡിപ്പോസിറ്റ് റേഷ്യോ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. സോ CDR എന്ന് പറഞ്ഞാൽ ദ റേഷ്യോ ഓഫ് മണി ഹെൽഡ് ബൈ ദ പബ്ലിക് ഇൻ കറൻസി ടു ദാറ്റ് ദേ ഹോൾഡ് ഇൻ ദ ബാങ്ക് ഡിപ്പോസിറ്റ്. അതായത് ഒരു വ്യക്തി അയാളുടെ കയ്യിൽ ഹോൾഡ് ചെയ്യുന്ന കറൻസി, ലിക്വിഡ് ക്യാഷ്, ടു ദ മണി ഡിപ്പോസിറ്റ് ദ ബാങ്ക്, അദ്ദേഹത്തിന്റെ ബാങ്ക് ഡിപ്പോസിറ്റിൽ കീപ്പ് ചെയ്തിരിക്കുന്ന പൈസ. ഇതാണ് കറൻസി ഡിപ്പോസിറ്റ് റേഷ്യോ, CDR. സോ ആ ടേം തന്നെ നിങ്ങൾക്ക് കിട്ടും, കറൻസി ഡിപ്പോസിറ്റ് റേഷ്യോ, കറൻസി വിത്ത് ദ പബ്ലിക് ടു that in the deposit, that money in the deposit, that is currency deposit ratio. The first option നോക്കൂ, the ratio of deposit that commercial banks have to hold as reserve with the central bank. ഇതെന്താണെന്ന് അറിയാമോ? What is the first statement? The ratio of deposit that the commercial bank have to hold as reserve with central bank. Yes, very good. എന്താണ്? ക്യാഷ് റിസർവ് റേഷ്യോ ആണ്. നമ്മുടെ അജ്നാസ് പറഞ്ഞ പോലെ it is ക്യാഷ് റിസർവ് റേഷ്യോ ആണ്. വിച്ച് മീൻസ് നമുക്കറിയാം നമ്മുടെ ബാങ്കുകൾ, എല്ലാ ബാങ്കുകളും അവരുടെ നെറ്റ് ഡിമാൻഡ് ടൈം ലയബിലിറ്റി അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഡിപ്പോസിറ്റിന്റെ നെറ്റ് ഡിപ്പോസിറ്റിന്റെ 1% നിശ്ചിത ശതമാനം they need to keep with the RBI. RBI കീപ്പ് ചെയ്യണം. സോ CRR അതാണ് ക്യാഷ് റിസർവ് റേഷ്യോ. സോ A is ക്യാഷ് റിസർവ് റേഷ്യോ ആൻഡ് B എന്താണ്? A stipulated portion of the deposit of commercial bank that they need to keep in their vault in the form of liquid assets. What is that? എന്താണ്? SLR. Very good. So ഓപ്ഷൻ B പറയുന്നത് SLR-നെ പറ്റിയാണ്. നമ്മുടെ ബാങ്കുകൾ അവരുടെ ലഭിക്കുന്ന ഡിപ്പോസിറ്റിന്റെ നെറ്റ് ഡിമാൻഡ് ടൈം ലയബിലിറ്റിയുടെ നെറ്റ് ഡിമാൻഡ് ഡിപ്പോസിറ്റ് അല്ലെങ്കിൽ നെറ്റ് ടൈം ഡിപ്പോസിറ്റിന്റെ ഒരു നിശ്ചിത ശതമാനം അവരെന്ത് ചെയ്യണം? They need to keep with their own vault. അവരുടെ തന്നെ വോൾട്ടിൽ, അവരുടെ തന്നെ ഖജനാവിൽ അവരെന്ത് ചെയ്യണം? സ്പെൻഡ് ചെയ്യാതെ, ലെൻഡ് ചെയ്യാതെ അവർ കീപ്പ് ചെയ്യണം. എന്താണ്? ഇൻ കേസ് എന്തെങ്കിലും ലിക്വിഡിറ്റി ആവശ്യം വരുമ്പോൾ, എക്സ്ട്രാ ഇപ്പം ഡിപ്പോസിറ്റേഴ്സ് പൈസ ആവശ്യപ്പെടുമ്പോൾ they did not face any liquidity crunch. ആവശ്യം ഒരു ലിക്വിഡിറ്റി ക്രഞ്ച് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഒരു നിശ്ചിത ശതമാനം അവർ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും ഉറപ്പുവരുത്തണം. അതാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ പറയുമ്പോൾ
കറന്റ് പറയുന്നത് 18% 18% ആണ് ഒരു ബാങ്കിന് കിട്ടിയ ഡിപ്പോസിറ്റ് 18%, വിച്ച് മീൻസ് 100 കോടിയാണ് കിട്ടുന്നതെങ്കിൽ 100 കോടിയാണ് NDTL എങ്കിൽ 18 കോടി SLR ആയിട്ട് വെക്കണം. അതുപോലെ CRR ആണെങ്കിൽ 3% ആണ് പറയുന്നത്, ഇപ്പോൾ 3%, വിച്ച് മീൻസ് 100 കോടിയാണ് NDTL എങ്കിൽ 3 crore should be kept with RBI. And the fourth, it is the ratio of net demand time liability that banks can borrow from RBI എന്ന് പറഞ്ഞാൽ അത് ഒന്നെങ്കിൽ റിപ്പോ ഓപ്പറേഷൻ ആവാം, അല്ലെങ്കിൽ MSF പോലുള്ള ബോറോയിങ് ഓപ്പറേഷൻ ആവാം. നമ്മുടെ ബാങ്കുകൾ RBIയുടെ നിന്ന് വാങ്ങിക്കുന്ന ബോറോയിങ്ങിന്റെ റേഷ്യോ ആവാം. ഒന്നെങ്കിൽ റിപ്പോ ഓപ്പറേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ MSF പറയാം. ആണ് ഇതെല്ലാം എടുക്കുന്ന എങ്ങനെ ഓൺ ദ റേഷ്യോ ആണ്. നമ്മുടെ എത്രമാത്രമാണ് NDTL അതിന്റെ ഒരു പ്രിസ്ക്രൈബ് പോർഷൻ ആണ് നമ്മുടെ ബാങ്കുകൾക്ക് RBIയുടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്. എന്റെ NDTL എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ? NDTL നെറ്റ് ഡിമാൻഡ് ടൈം ലയബിലിറ്റി അല്ലെ? അറിയില്ലേ എന്താണ് അല്ലെ? അറിയത്തില്ലെങ്കിൽ ജസ്റ്റ് പറയാം. ഓക്കെ, സോ NDTL എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നമുക്കറിയാം ഒരു ബാങ്കിൽ ഇടുന്ന ഡിപ്പോസിറ്റ് ഡിമാൻഡ് ഡിപ്പോസിറ്റ് ഉണ്ടാവും, അതുപോലെ ടേം ഡിപ്പോസിറ്റ് ആണ്. ടേം ഓൺ ടൈം ഡിപ്പോസിറ്റ്. ടൈം ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഫിക്സഡ് ഡ്യൂറേഷൻ ഓഫ് ടൈമിലേക്ക് നമ്മൾ ഇടുന്ന ഡിപ്പോസിറ്റ് ആണ്. ഉദാഹരണം റിക്കറന്റ് ഡിപ്പോസിറ്റ് RD. RD ഒക്കെ എങ്ങനെയാണ്? പ്രതിമാസം നമ്മൾ 100 രൂപ വെച്ചോ 200 രൂപ വെച്ചോ 500 രൂപ വെച്ചോ പ്രതിമാസം അടയ്ക്കുന്നു. എന്നിട്ട് 5 വർഷത്തേക്ക് ആക്കി നമ്മൾ ഈ പൈസ അടയ്ക്കുന്നത്. ആൻഡ് ആഫ്റ്റർ ദ മെച്യൂരിറ്റി ഓഫ് 5 ഇയർ നമുക്ക് ഈ പൈസ കിട്ടും. അതുപോലെ ഒന്നാണ് ഫിക്സ്ഡ് ഡിപ്പോസിറ്റ്. ഇപ്പൊ എനിക്ക് ഒരു 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? 1 ലക്ഷം രൂപ ബാങ്കിൽ കൊണ്ട് FD ഇടുന്നു, ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് ഇടുന്നു. സോ വെൻ ഐ എം പുട്ടിംഗ് ദ മണി, ഈ പറഞ്ഞ പൈസ ഒരു ഫിക്സ്ഡ് ഡ്യൂറേഷൻ ഓഫ് ടൈമിലാണ് കീപ്പ് ചെയ്യുന്നത്. മേ ബി 6 മാസം, മേ ബി 1 വർഷമാവാം. ഒരു ഫിക്സ്ഡ് ഡ്യൂറേഷൻ ഓഫ് ടൈമിൽ ഞാൻ കീപ്പ് ചെയ്യുന്നു. ഇതാണ് ടൈം ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ, ഓർ ടേം ഡിപ്പോസിറ്റ്. ഇനിയുള്ളത് ഡിമാൻഡ് ഡിപ്പോസിറ്റ് ആണ്. ഡിമാൻഡ് ഡിപ്പോസിറ്റ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ സാധാരണ നമ്മൾ ബാങ്കിൽ ഇടുന്ന സേവിങ്സ് ഡിപ്പോസിറ്റുകളാണ്. എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഓൺ മൈ ഡിമാൻഡ് എനിക്ക് എന്ത് ചെയ്യാം? പൈസ വിഡ്രോ ചെയ്യാം. അതാണ് ഡിമാൻഡ് ഡിപ്പോസിറ്റ്. സോ ഈ പറഞ്ഞ NDTL എന്ന് പറയുമ്പോൾ നെറ്റ് ഡിമാൻഡ് ടൈം ലയബിലിറ്റി, ഒരു ബാങ്കിൽ കിട്ടുന്ന ഡിപ്പോസിറ്റ് ഡിമാൻഡ് ഡിപ്പോസിറ്റിന്റെയും അതുപോലെ ടേം ഡിപ്പോസിറ്റ് ഓ ടൈം ഡിപ്പോസിറ്റ് അതിന്റെ നെറ്റ് വാല്യൂ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്? NDTL കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കേണ്ടത്. ഓക്കെ, ദാറ്റ് ഈസ് NDTL. The third statement, third question. Consider the following statements regarding RBI. RBI was nationalized with effect from 1st January 1956 on the basis of RBI Transfer to Public Ownership Act. And second statement, the central government can supersede the RBI board and issue directions to the RBI after consulting the governor if they are considered to be necessary of the public interest. So, എന്നാണ് RBI നാഷണലൈസ് ചെയ്യപ്പെട്ടത്? Can anyone quote the year? ഇയർ കോട്ട് ചെയ്യാമോ എന്നാണെന്ന്? എന്നാണ് RBI എന്നാ നാഷണലൈസ് ചെയ്തത്? ഇത് കഴിഞ്ഞ ഇടയ്ക്ക് വാർത്ത വന്നതാണ്. കഴിഞ്ഞ വർഷമൊക്കെ വാർത്തയിൽ അധികം വന്നൊരു ആക്ട് ആണ് RBI ട്രാൻസ്ഫർ ടു പബ്ലിക് ഓണർഷിപ്പ്. കാരണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, RBIയുടെ ലാഭവിഹിതം ഗവൺമെന്റ് അവകാശപ്പെട്ടതാണ് എന്നൊരു ചർച്ച ഉണ്ടായിരുന്നു. സോ അതിന് ഭാഗമായിട്ട് ഗവൺമെന്റ് കമ്മിറ്റി RBI ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ സമയത്ത് ഈ പറഞ്ഞ ആക്ട് RBI ആക്ട്, RBI നാഷണലൈസേഷൻ ഇവയെല്ലാം വാർത്തയിൽ നിറഞ്ഞു നിന്നതാണ്. സോ RBI ട്രാൻസ്ഫർ ടു പബ്ലിക് ഓണർഷിപ്പ് ആക്ട് ഓഫ് 1948 ആണ്. പക്ഷേ RBI നാഷണലൈസ് ചെയ്യപ്പെടുന്നത് January 1st 1949 ആണ്. സോ സഹദ് പറഞ്ഞ പോലെ എന്നാണ് 1949 1949 ജനുവരി 1 RBI നാഷണലൈസ് ചെയ്യപ്പെടുന്നത്. ഇറ്റ് വാസ് നോട്ട് 56. സോ ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. ആക്ട് ശരിയാണ്. ദിസ് ഇസ് ദ ആക്ട്, ബട്ട് ദ ഇയർ ഈസ് റോങ്. ദ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ദ സെൻട്രൽ ഗവൺമെന്റ് ക്യാൻ സൂപ്പർസീഡ് RBI ബോർഡ് ആൻഡ് ഇഷ്യൂ ഡയറക്ഷൻസ് ടു RBI എന്നാണ് പറയുന്നത്. സെൻട്രൽ ഗവൺമെന്റിന് RBIയുടെ ബോർഡിനെ സൂപ്പർസീഡ് ചെയ്തിട്ട് ആ RBIക്ക് നിർദ്ദേശങ്ങൾ നൽകാൻ അല്ലെങ്കിൽ അവർക്ക് ഡയറക്ഷൻസ് കൊടുക്കാനായിട്ട് സെൻട്രൽ ഗവൺമെന്റ് കഴിയും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇറ്റ് ഈസ് കറക്റ്റ്. കാരണം RBI ആക്ട് ഓഫ് 1934 1934 RBI ആക്ടിന്റെ സെക്ഷൻ 7 അതൊരു ക്ലോസ് ഉണ്ട്. സെക്ഷൻ 7 ഓഫ് ദ RBI ആക്ട് എന്ന് പറയുന്നുണ്ട്, സെൻട്രൽ ഗവൺമെന്റിന് നമ്മുടെ RBI ഗവർണറോട് കൺസൾട്ട് ചെയ്തിട്ട് ആഫ്റ്റർ ദ കൺസൾട്ടേഷൻ വിത്ത് ദ RBI ഗവർണർ സെൻട്രൽ ഗവൺമെന്റിന് RBI ബോർഡിനെ സൂപ്പർസീഡ് ചെയ്തിട്ട് RBIക്ക് ഡയറക്ഷൻസ് നൽകാം. ഇഫ് ഇറ്റ് ഫൈൻസ് ദാറ്റ് ഇറ്റ് ഈസ് ഓഫ് പബ്ലിക് ഇൻട്രസ്റ്റ്. പൊതു താല്പര്യം അത് കണക്കിലെടുത്തുകൊണ്ട് ഗവൺമെന്റിന് RBIയുടെ ബോർഡിനെ സൂപ്പർസീഡ് ചെയ്ത് RBIക്ക് നിർദ്ദേശം നൽകാൻ കഴിയും. സോ ദ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്.
ഇത് അറിഞ്ഞിരിക്കണം, കാരണം ഒരു കൺഫ്യൂഷൻ വരാം. കാരണം RBI സെൻട്രൽ ഗവൺമെന്റ് പ്രീവിയസ് ടാക്സിൽ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് ഇനി ഒരു ക്ലോസ് ഉണ്ടോ എന്നൊരു കൺഫ്യൂഷൻ വരാം. അറിഞ്ഞിരിക്കണം, ക്ലോസ് സെക്ഷൻ 7 ഒരു ക്ലോസ് ഉണ്ട്. ഇത് ഉപയോഗിച്ചിരുന്നു കഴിഞ്ഞ ഇടയ്ക്ക് നമ്മുടെ RBI എടുത്ത ചില നടപടിയിൽ ബാങ്കുകൾക്ക് എടുത്ത പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷൻ അതിന്റെ ഭാഗമായിട്ട് ഇടയ്ക്ക് സെൻട്രൽ ഗവൺമെന്റ് അത് റിലാക്സ് ചെയ്യാനായിട്ട് ചില ഡയറക്ഷൻസ് RBI കൊടുത്തിരുന്നു. സോ ദ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. ആൻസർ ഈസ് ബി. Fourth question. Consider the statements regarding money supply. M1 is equal to currency in circulation with public and plus demand deposit in commercial banks. ശരിയാണ്. സോ M1 എന്ന് പറഞ്ഞാൽ കറൻസി ഇൻ സർക്കുലേഷൻ വിത്ത് പബ്ലിക്, പബ്ലിക്കിന്റെ കയ്യിലുള്ള ലിക്വിഡ് കറൻസി പ്ലസ് ഡിമാൻഡ് ഡിപ്പോസിറ്റ്, അവര് ബാങ്കിൽ വെച്ചേക്കുന്ന ഡിമാൻഡ് ഡിപ്പോസിറ്റ്. M2 എന്ന് പറഞ്ഞാൽ M1 പ്ലസ് സേവിങ്സ് ഡിപ്പോസിറ്റ് ഇൻ ദ പോസ്റ്റ് ഓഫീസ്, പോസ്റ്റ് ഓഫീസ് കീപ്പ് ചെയ്യുന്ന savings deposit. So M2 is also correct. So third, M3 is equal to M2 plus net time deposit. തെറ്റാണ്. M3 is equal to M2 അല്ല, M1 plus ആണ്. So M3 എന്ന് പറഞ്ഞാൽ M1 plus time deposit in the commercial bank. So ഈ M3 ആണ് നമ്മൾ പറയുന്ന aggregate money supply in the economy എന്ന് പറഞ്ഞാൽ. M3 is called as aggregate മണി സപ്ലൈ. നമ്മുടെ പറയത്തില്ലേ മണി സപ്ലൈ കൂടുന്നു, മണി സപ്ലൈ കുറയുന്നൊക്കെ പറയത്തില്ലേ. സോ അഗ്രിഗേറ്റ് മണി സപ്ലൈ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ M3 ആണ് മെൻഷൻ ചെയ്യുന്ന അറിഞ്ഞിരിക്കുക. സോ NCERT വായിച്ചവർക്ക് അറിയാം, +2 NCERT-ക്കകത്ത് ക്ലിയർലി ഇത് പറയുന്നുണ്ട്. സോ ഒരു കാര്യം പറയാം, നമ്മുടെ UPSC ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുമ്പോൾ മണി സപ്ലൈ ബേസ് ചെയ്ത് കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് മണി സപ്ലൈ ബേസ് ചെയ്ത ഒരു ചോദ്യം മസ്റ്റ് ആയിട്ടും ഉണ്ടാവും. ഓക്കെ, സോ വെൻ യു അനലൈസ് ദി ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാം നമ്മുടെ മണി സപ്ലൈ ബേസ് ചെയ്ത ചോദ്യം കുറെ നാളായിട്ട് നമ്മുടെ UPSC ഫിലിംസിന് ചോദിക്കുന്നുണ്ട്. സോ യു ക്യാൻ സി അറിഞ്ഞിരിക്കുക, M3 എന്ന് പറഞ്ഞാൽ M2 പ്ലസ് അല്ല M1 പ്ലസ് ആണ്. കറൻസി വിത്ത് പബ്ലിക് പ്ലസ് ഡിമാൻഡ് ഡിപ്പോസിറ്റ് ഇൻ ദ ബാങ്ക് പ്ലസ് ടൈം ഡിപ്പോസിറ്റ് ഇൻ ദ ബാങ്ക്. സോ ദ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫ്രോം 1 and 2 are correct. So D is the right answer. So you can see the definition. ഇത് കൂടാതെ M4 ഉണ്ട്. M4 എന്താണ്? M4 എന്ന് പറഞ്ഞാൽ M3 പ്ലസ് deposit in the post office. Okay, M4 എന്ന് പറഞ്ഞാൽ M3 plus aggregate money supply plus total deposit in the post office. പോസ്റ്റ് ഓഫീസിലുള്ള ടോട്ടൽ ഡിപ്പോസിറ്റ്, അതാണ് M3. അതുപോലെ M4. അതുപോലെ നമ്മുടെ ഈ പറഞ്ഞ കറൻസിയിൽ ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉള്ളത് ഏതിനാണ് പറയാമോ? ഈ പറഞ്ഞ M1, M2, M3, M4-ല് ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉള്ളത് ഏതിനാണ്? ലിക്വിഡിറ്റി ഏറ്റവും കൂടുതൽ ഉള്ളത് ഏതിനായിരിക്കും? M4 ആണോ? M4 ആണോ ഏറ്റവും ലിക്വിഡിറ്റി ഉള്ളത്? നോ നോ നോ, ലിക്വിഡിറ്റി ഇൻക്രീസ് ഫ്രം M4 to M1 ആണ്. M1 ആണ് ഏറ്റവും ലിക്വിഡിറ്റി ഉള്ളത്. സോ ഏറ്റവും ലിക്വിഡിറ്റി ഉള്ളത് M1 ആണ്. കാരണം M1 എന്ന് പറഞ്ഞാൽ എന്താ? ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ലിക്വിഡിറ്റി മീൻസ് ലിക്വിഡ് കറൻസി ആണ്, ആളുകളുടെ കയ്യിൽ ലിക്വിഡ് ആയിട്ടിരിക്കുന്ന കറൻസിയാണ്. ഡിമാൻഡ് ഡിപ്പോസിറ്റ് ആയാലും കറൻസി ഇൻ ദ പബ്ലിക്, ഇതെന്താണ് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നതാണ്, അത് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, മറ്റൊക്കെ ടൈം ഡിപ്പോസിറ്റ് എന്താണ്? അത് ലിക്വിഡായിട്ട് മാറ്റാൻ, ലിക്വിഡേറ്റ് ചെയ്യാൻ പാടാണ്. പോസ്റ്റ് ഓഫീസിലെ ഡിപ്പോസിറ്റും ലിക്വിഡേറ്റ് ചെയ്യാൻ പെട്ടെന്ന് പറ്റത്തില്ല. സോ ലിക്വിഡിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് M4 to M1 ആണെന്ന് അറിഞ്ഞിരിക്കുക. M1 ഈസ് ഹാവിംഗ് ദ ഹൈസ്റ്റ് ലിക്വിഡിറ്റി. ഓക്കെ, ഫിഫ്ത് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ ദ ക്വാളിറ്റേറ്റീവ് മെഷേഴ്സ് ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ അഡോപ്റ്റഡ് ബൈ RBI? നമ്മുടെ RBI എടുത്തേക്കുന്ന ക്വാളിറ്റേറ്റീവ് മെഷർ ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. So first one is moral suasion, second is rationing of credit, third margin requirement, for consumer credit regulation. So you can see all these are qualitative measures ആണ്. So നമ്മൾ RBIയുടെ monetary policy measures എടുക്കുമ്പോൾ അല്ലെങ്കിൽ instruments of credit control നമ്മൾ എടുക്കുമ്പോൾ, so we can see there are two types. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ് ഉണ്ട്, മറ്റൊന്ന് ക്വാളിറ്റേറ്റീവ് മെഷേഴ്സ് ഉണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മുടെ റിപ്പോ ഓപ്പറേഷൻസ് ഇല്ലേ, റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, ബാങ്ക് റേറ്റ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, ഇവയൊക്കെയാണ് എന്ത് വരുന്നത് നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സിൽ വരുന്നത്. അത് നമുക്ക് കാണാൻ കഴിയും RBI ചില ഇൻട്രസ്റ്റ് റേറ്റുകളെ പറ്റി, ചില പലിശ നിരക്കുകളെ പറ്റി കൃത്യമായി പ്രതിപാദിച്ചിരിക്കും ഇൻ ദ കേസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ് ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ. നേരെ മറിച്ച് ക്വാളിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ, in the case of qualitative,
there will be no such interest rate. നേരത്തെ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റ് റേറ്റ് ഒന്നും കാണില്ല. നേരെ മറിച്ച് ഇതൊക്കെ എന്താണ്? അപ്പീൽസ് ആണ്. നമ്മുടെ RBI നടപ്പിലാക്കുന്ന ചില ഡിസിഷൻസ്, ചില നയങ്ങളാണിത്. ഉദാഹരണം മോറൽ സുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മോറൽ സുവേഷൻ എന്ന് പറഞ്ഞാൽ RBI നമ്മുടെ ബാങ്കുകളോട് ലെറ്റർ എഴുതും. ഇറ്റ് വിൽ ഗീവ് സം ഡയറക്ഷൻസ് ടു ദ ബാങ്ക്. പറയും നിങ്ങൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ റിപ്പോ റേറ്റിന്റെ നിരക്ക് കുറച്ചത് പബ്ലിക്കിൽ ട്രാൻസ്ഫർ ചെയ്യണം. ദേ വിൽ ഗീവ് സം സജഷൻസ്. ചില റൈറ്റിംഗ്സ് ഒക്കെ എന്ത് ചെയ്യും? മൾട്ടിപ്പിൾ ആയിട്ട് കൊടുത്തോണ്ടിരിക്കും. ഈ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ബാങ്ക് കൊടുത്തോണ്ടിരിക്കും. ആൻഡ് ദേ ആർ അഡ്വൈസ് ടു ഫോളോ ദാറ്റ് ഡയറക്ഷൻസ്. ആ ഡയറക്ഷൻസോ അല്ലെങ്കിൽ ആ ഇൻസ്ട്രക്ഷൻസോ ഫോളോ ചെയ്യണമെന്നാണ് RBI ആഗ്രഹിക്കുന്നത്. അതാണ് മോറൽ സുവേഷൻ എന്ന് പറഞ്ഞാൽ. മോറലി എന്ത് ചെയ്യുന്നു? അവരെ പെർസ്യൂഡ് ചെയ്യുക, പ്രഷറൈസ് ചെയ്യുക. ആൻഡ് സെക്കൻഡ് ഈസ് പറയുകയാണെങ്കിൽ ഡയറക്റ്റ് ആക്ഷൻ എന്ന് പറയും. ഡയറക്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ RBI കുറെ കാര്യങ്ങൾ പറഞ്ഞു, ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു. ഈ ഡയറക്ഷൻസ് ഒന്നും കേൾക്കുന്നില്ലെന്ന് വെച്ചോ, ബാങ്ക് ഫോളോ ചെയ്യുന്നില്ല, ബാങ്ക് നോക്കുന്നില്ല, തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് വെച്ചോ, ആ സമയത്ത് എന്ത് ചെയ്യും? RBI നേരിട്ട് കാരണം RBI നേരിട്ട് ഇറങ്ങി ആ ബാങ്കിൽ ഇറങ്ങിയിട്ട് എന്താണ് നിങ്ങൾ ഫോളോ ചെയ്യാത്തത്, ഞങ്ങൾ പറഞ്ഞ ഡയറക്ഷൻസ് എന്തുകൊണ്ട് ഫോളോ ചെയ്യുന്നില്ല, അവര് നേരിട്ട് ഇറങ്ങി ഈ പറഞ്ഞ പോളിസീസ്, RBI പറഞ്ഞ നയങ്ങൾ എന്ത് ചെയ്യുന്നു? ആ ബാങ്കിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ആ ബാങ്കിനെ കൊണ്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നു. അതാണ് ഡയറക്റ്റ് ആക്ഷൻ. ആൻഡ് ദ നെക്സ്റ്റ് ഈസ് കൺസ്യൂമർ ക്രെഡിറ്റ് റെഗുലേഷൻ. കൺസ്യൂമർ ക്രെഡിറ്റ് റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഡൗൺ പേയ്മെന്റ് കേട്ടിട്ടുണ്ടോ? ഡൗൺ പേയ്മെന്റ് ഇപ്പോ ഒരു സ്കൂട്ടറോ അല്ലെങ്കിൽ ഓട്ടോ ഒക്കെ മേടിക്കുമ്പോൾ കാണുന്നതാണ്. ₹1 ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് സാധനം കിട്ടും. കണ്ടുണ്ടോ? ഡൗൺ പേയ്മെന്റ് എന്താ ഉദ്ദേശിക്കുന്നത്? ഡൗൺ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ₹1 അടച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എമൗണ്ട് യു വിൽ കൺവേർട്ട് ഇൻ ടു EMI, ഈസിലി മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യും. സോ EMI ആയിട്ട് കൺവേർട്ട് ചെയ്യും. സോ ഇപ്പം ഉദാഹരണം, ഒരു വണ്ടിയുടെ വില ₹1,00,000. ₹1,00,000 ഒരു ബൈക്കിന്റെ വില. സോ ₹1 ഡൗൺ പേയ്മെന്റ് എന്ന് പറയുമ്പോൾ ₹1 പേ ചെയ്തുകൊണ്ട് ബാക്കി എമൗണ്ട് നമ്മൾ EMI ആയിട്ട് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടയ്ക്കുന്നു. നേരെ മറിച്ച് ഈ ഡൗൺ പേയ്മെന്റ് എമൗണ്ട് RBIക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? റെഗുലേറ്റ് ചെയ്യാം. RBI പറയാ, ഇപ്പൊ ബൈക്കുകൾക്ക് ഇനി മുതൽ ഡൗൺ പേയ്മെന്റ് 50,000 രൂപ ആയിരിക്കണം. വിച്ച് മീൻസ് ₹1,00,000 വണ്ടി മേടിക്കണമെങ്കിൽ അയാളുടെ കയ്യിൽ 50,000 രൂപ ഉണ്ടായിരിക്കണം. 50,000 രൂപയുടെ ഡൗൺ പേയ്മെന്റ് അടച്ചിട്ട് ബാക്കി എന്ത് ചെയ്യാം? അയാൾക്ക് EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാം. സോ എന്ത് ചെയ്യാം? ഈ രീതിയിൽ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന ലോണ് എന്ത് ചെയ്യാം? RBIക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ EMIയുടെ ടെന്യൂർ 5 വർഷം 10 വർഷം ഒക്കെ ഉണ്ടല്ലോ. ഈ ടെന്യൂറൊക്കെ എന്ത് ചെയ്യാം? ഈ ടെന്യൂറൊക്കെ വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാം. പരമാവധി 5 വർഷം പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ പരമാവധി 3 വർഷം പറ്റത്തുള്ളൂ എന്നിങ്ങനെ EMI ടെന്യൂറൊക്കെ കൺട്രോൾ ചെയ്തിട്ട് EMI എമൗണ്ട് കൂട്ടാനായിട്ട് RBIക്ക് എന്ത് ചെയ്യാം? മെഷേഴ്സ് എടുക്കാം. അതൊക്കെ എന്ത് ചെയ്യാം? ഈ പറഞ്ഞ ക്രെഡിറ്റ് സപ്ലൈ ഇൻ ദ എക്കണോമി കൺട്രോൾ ചെയ്യുന്നതാണ്. കാരണം എനിക്കിപ്പോൾ മന്ത്ലി 5,000 രൂപ അടയ്ക്കാൻ പറ്റില്ലായിരിക്കും. ആ സമയത്ത് RBI പറയുന്ന ഈ പറഞ്ഞ ടെന്യൂർ പ്രകാരം മേ ബി മന്ത്ലി പേയ്മെന്റ് 15,000 ആയിരിക്കും, 15,000 ആയിരിക്കും. സോ അപ്പൊ എന്ത് ചെയ്യും? ഞാൻ ലോൺ എടുക്കത്തില്ല, കാരണം ഐ എം നോട്ട് ഏബിൾ ടു പേ ദ എമൗണ്ട്. സോ അങ്ങനെ എന്ത് ചെയ്യാം? EMI ടെന്യൂർ കൺട്രോൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ EMI എമൗണ്ട് കൺട്രോൾ ചെയ്തിട്ടോ RBIക്ക് ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യാം. പിന്നൊന്ന് മാർജിൻ റിക്വയർമെന്റ് ആണ്. മാർജിൻ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാനിപ്പോ ലോൺ എടുക്കാൻ പോകുന്നു ബാങ്കിൽ. സോ ഇപ്പൊ ലോൺ എടുക്കാൻ പോകുമ്പോൾ ഐ നീഡ് ടു സബ്മിറ്റ് സം കൊളാറ്ററൽ. എന്തെങ്കിലും ഒരു സെക്യൂരിറ്റി എന്ത് ചെയ്യണം? ഞാൻ കീപ്പ് ചെയ്യണം. ഇപ്പം ₹1,00,000 രൂപയാണെങ്കിൽ ലോൺ വേണ്ടതെങ്കിൽ ഞാൻ കൊടുക്കേണ്ട അസറ്റിന്റെ വാല്യൂ മേ ബി 2,00,000 ആയിരിക്കാം, അല്ലെങ്കിൽ 1,00,000 ആയിരിക്കും. അത് ഡിപ്പെൻഡിങ് ഓൺ ദ ബാങ്ക് മാറിക്കൊണ്ടിരിക്കും. ഈ പറഞ്ഞ ഡിഫറൻസ്, അസറ്റിന്റെ വാല്യൂ മൈനസ് ലോൺ റിക്വയർമെന്റ്, അതാണ് മാർജിൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ ഞാനിപ്പോ സബ്മിറ്റ് ചെയ്ത അസറ്റിന്റെ വാല്യൂ 2,00,000, എനിക്ക് കിട്ടുന്ന ലോണിന്റെ പരമാവധി ലോണിന്റെ എമൗണ്ട് 1.5 ആണെങ്കിൽ ദിസ് 0.5 ഈസ് ദ മാർജിൻ. ഇതാണ് മാർജിൻ എന്ന് പറഞ്ഞാൽ. സോ ഈ മാർജിൻ എന്ത് ചെയ്യാം? RBIക്ക് ഇൻക്രീസ് ചെയ്യാം. RBIക്ക് പറയാം, നിങ്ങൾക്ക് ഇപ്പോൾ 1,00,000 രൂപയുടെ ലോൺ വേണമെങ്കിൽ നിങ്ങൾ 3,00,000 രൂപയുടെ കൊളാറ്ററൽ സബ്മിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ 3,00,000 രൂപയുടെ സെക്യൂരിറ്റി സബ്മിറ്റ് ചെയ്യണം എന്നിങ്ങനെ RBIക്ക് നിർദ്ദേശിക്കാം. അത് പ്രകാരം ഈ മാർജിൻ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. എന്റെ കയ്യിൽ 3 lakh വർത്തുള്ള അസറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എനിക്ക് ലോൺ എടുക്കാൻ പറ്റുള്ളൂ. അതുവഴി എന്ത് ചെയ്യാം? ഈ പറഞ്ഞ ക്രെഡിറ്റ് കൺട്രോൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ലോൺ അവൈലബിലിറ്റി അല്ലെങ്കിൽ ലോൺ എടുക്കുന്നത് RBIക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ദാറ്റ് ഈസ് മാർജിൻ റിക്വയർമെന്റ്. ആൻഡ് ദ തേർഡ് ഈസ് ദ ലാസ്റ്റ് ഈസ് റേഷനിങ് ഓഫ് ക്രെഡിറ്റ്. റേഷനിങ് ഓഫ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ PSL ഉണ്ടല്ലോ, പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്, അതുപോലാണെന്ന് പറയാം. എന്നാൽ അത് മാത്രമല്ല, RBIക്ക് പറയാം ചില പ്രത്യേക മേഖലകൾക്ക് അല്ലെങ്കിൽ ചില പ്രത്യേക ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ലോണുകൾ കൂടുതൽ കൊടുക്കാനായിട്ട് നമ്മുടെ ബാങ്കുകളെ RBIക്ക് ഫോഴ്സ് ചെയ്യാം, അല്ലെങ്കിൽ അവരെ പ്രഷറൈസ് ചെയ്യാം.
പറയാം, നിങ്ങൾ ഈ പറഞ്ഞ കാർഷിക മേഖലയ്ക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ MSMEകൾക്ക് ലോൺ കൊടുക്കുക, ഡൈവേർട്ട് ചെയ്യുക, അവിടെ ലോണുകൾ കൂടുതലും ഇവിടേക്ക് ചാനലൈസ് ചെയ്യുക എന്ന രീതിയിൽ പറയാം. മറ്റുള്ള മേഖലയ്ക്ക് കുറയ്ക്കാൻ എന്ന രീതിയിൽ RBIക്ക് നിർദ്ദേശിക്കാൻ പറ്റും. These are the qualitative measures. So answer D ആണ്. The next is sixth question. Which of the statements regarding digital payment index is or are correct? So digital payment index പറ്റിയ ചോദ്യമാണ്. The first statement, the index was released by Department of Financial Service. തെറ്റാണ്. ഈ ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നത് RBI ആണ്. So RBI releases digital payment index, and the second statement, it comprised of 5 parameters that enable measurement of deepening and penetration of digital payments in the country over different time periods. So you can see the second statement is correct. കാരണം നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഡിജിറ്റൽ പേയ്മെന്റ് ഇൻഡെക്സ്. സോ ആ ഒരു ടേം വെച്ച് നിങ്ങൾക്ക് ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് മനസ്സിലാക്കാം. ഈ 5 പാരാമീറ്റേഴ്സിലുള്ള മാത്രമേ ഉള്ളൂ കൺഫ്യൂഷൻ വരത്തുള്ളൂ. ബാക്കിയെല്ലാം ആ ടേമിൽ തന്നെ നിങ്ങൾക്ക് ഡിഡക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സോ 5 പാരാമീറ്റേഴ്സ് ആണ്. സോ ആൻസർ ഈസ് 2 only ആണ്. So you can see the 5 parameters എന്ന് പറയുമ്പോൾ payment enablers, payment infrastructure, demand and supply side, payment performance, consumer sensitivity. ഇവയാണ് 5 parameters. So RBI ആണ് DPI റിലീസ് ചെയ്യുന്ന അറിഞ്ഞിരിക്കുക. ഇനിയും നമ്മുടെ ഫിനാൻസ് മിനിസ്ട്രി ഉണ്ട്. ഫിനാൻസ് മിനിസ്ട്രിയുടെ കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിനാൻസ് സർവീസ് അവർ റിലീസ് ചെയ്യുന്ന ഇൻഡെക്സ് ഉണ്ട്. അതാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഇൻഡെക്സ്. ഇത് പറഞ്ഞിരിക്കുക, ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. നമ്മുടെ RBI അതുപോലെ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ഒക്കെ റിലീസ് ചെയ്യുന്ന ഇൻഡെക്സുകൾ അത് പൊതുവെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇതുപോലെ ചോദ്യം വരാം, ഈ ഇൻഡെക്സ് റിലീസ് ചെയ്യുന്ന ആരാണ് എന്ന രീതിയിൽ ചോദ്യം വരാം. സോ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഇൻഡെക്സ് ഈസ് ആൻ ഇനിഷ്യേറ്റീവ് ബൈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസ് അണ്ടർ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ്. സോ അറിഞ്ഞിരിക്കാം. സോ സെവൻത് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷാൽ നോട്ട് ബി ഡൺ ബൈ RBI when it adopts an expansionist monetary policy in the economy? ഓപ്ഷൻ എ നോക്കുവാണെങ്കിൽ ഇൻക്രീസിംഗ് ദ CRR. സോ എന്താണ് എക്സ്പാൻഷനിസ്റ്റ് മോണിറ്ററി പോളിസി? എക്സ്പാൻഷനിസ്റ്റ് മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞാൽ RBI ഈസ് urging to increase the money supply in the economy. നമ്മുടെ മാർക്കറ്റിൽ, നമ്മുടെ എക്കണോമിയിലേക്ക്, ഈ സമ്പദ്ഘടനയിലേക്ക് മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യുക, പൈസ എന്ത് ചെയ്യുക, പമ്പ് ചെയ്യുക. അതാണ് ഈ എക്സ്പാൻഷനിസ്റ്റ് മോണിറ്ററി പോളിസി കൊണ്ട് RBI ഉദ്ദേശിക്കുന്നത്. സോ RBI പറഞ്ഞ എക്സ്പാൻഷനിസ്റ്റ് മോണിറ്ററി പോളിസി RBI എടുക്കുകയാണെങ്കിൽ, ഇപ്പോ CRR കുറച്ചെന്ന് വെച്ചോ, ഇൻക്രീസ് എന്ന് വെച്ചോ. When RBI is increasing the CRR, whether there will be increased supply of money, ഉണ്ടാവുമോ എന്ന് പറയാമോ? CRR ഇൻക്രീസ് ചെയ്യുകയാണ് RBI. അങ്ങനെ വരുമ്പോൾ മാർക്കറ്റിലേക്ക് മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? When CRR ഇൻക്രീസ് ചെയ്യുമ്പോൾ, എന്താ CRR എന്ന് പറഞ്ഞാൽ? ഒരു ബാങ്കിന് ലഭിക്കുന്ന ഡിപ്പോസിറ്റിന്റെ നിശ്ചിത ശതമാനം ബാങ്ക് RBIയിൽ കീപ്പ് ചെയ്യണം. അതാണ് CRR, ക്യാഷ് റിസർവ് റേഷ്യോ. വെൻ CRR ഇൻക്രീസ്ഡ്, ഇപ്പൊ 3% CRR. അപ്പം ഈ 3 എന്നുള്ളത് 10% ആക്കുമ്പോൾ 100 കോടി ഒരു ബാങ്കിന് ഡെപ്പോസിറ്റ് കിട്ടുമ്പോൾ 10 കോടി രൂപ ബാങ്ക് ലെൻഡ് ചെയ്യാൻ പറ്റാതെ RBIയിൽ കൊടുക്കേണ്ടി വരുന്നു. സോ ദേ ആർ ഹാവിംഗ് ഓൺലി 90 crores ടു സ്പെൻഡ്. ഈ പറഞ്ഞ 90 crore SLR പോവും. സോ വെൻ CRR is increasing, the lending of the banks will decrease. So CRR increase ചെയ്യുമ്പോൾ lending power decrease ചെയ്യും. സോ ഈ പറഞ്ഞ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും ചെയ്യില്ല. കാരണം ഷാൽ നോട്ട് ബി ഡൺ എന്നാ പറഞ്ഞേക്കുന്നത്. RBI ചെയ്യാത്ത കാര്യം, എക്സ്പാൻഷനിസ്റ്റ് മോണിറ്ററി പോളിസി ചെയ്യുമ്പോൾ RBI ചെയ്യാത്ത കാര്യം എന്ന് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ആൻഡ് ഇൻക്രീസിംഗ് ദ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ്, MSF റേറ്റ്. എന്താ MSF റേറ്റ് എന്ന് പറഞ്ഞാൽ? ഒരു ബാങ്ക് സാധാരണഗതിയിൽ റിപ്പോ ഓപ്പറേഷൻ വഴി അവരുടെ ഓവർനൈറ്റ് ലിക്വിഡിറ്റി ക്രഞ്ച് അവർ മീറ്റ് ചെയ്യാൻ നോക്കും. RBIയുടെ റിപ്പോ ഓപ്പറേഷൻ വഴി മീറ്റ് ചെയ്യാൻ നോക്കും. എന്നാൽ അതും സാധ്യമല്ല. ചില സമയത്ത് എക്സ്ട്രാ പൈസ ആവശ്യം വരുമായിരിക്കും. ആ സമയത്ത് എന്ത് ചെയ്യും? ഈ പറഞ്ഞ ബാങ്ക് അവരുടെ MSF റേറ്റ് വഴി, MSF ഫെസിലിറ്റി ഉപയോഗിച്ച് അവർക്ക് എന്താ RBIയുടെ പൈസ വാങ്ങാൻ പറ്റുന്നതാണ്. സോ MSF ഓപ്ഷന് 2011 നമ്മുടെ RBI ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഒരു പുതിയ സിസ്റ്റമാണ് MSF. 2011 മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി എന്ന സിസ്റ്റം നമ്മുടെ RBI ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇത് കഴിഞ്ഞ വർഷം ഈ MSFന്റെ റേഷ്യോ നമ്മുടെ RBI ഇൻക്രീസ് ചെയ്തിരുന്നു, താൽക്കാലികം ഇൻക്രീസ് ചെയ്തിരുന്നു. കാരണം COVID-19 ആയതുകൊണ്ട്
പൈസ കൂടുതൽ മാർക്കറ്റിലേക്ക് സപ്ലൈ ചെയ്യുക എന്ന ഉദ്ദേശത്തില് MSFന്റെ റേഷ്യോ 3% ഓഫ് NDTL. ഒരു ബാങ്കിന് പരമാവധി 3% NDTL വാങ്ങിക്കാം MSF വഴി എന്ന രീതിയിൽ സെപ്റ്റംബർ വരെ 2020 സെപ്റ്റംബർ വരെ RBI ഇൻക്രീസ് ചെയ്തിരുന്നു. എന്നാൽ ഇത് അതുവരെ ഉള്ളായിരുന്നു. ഇപ്പൊ പറയുകയാണെങ്കിൽ 2% ആണ്. സോ ഒരു ബാങ്കിന് ആഫ്റ്റർ ദ കംപ്ലീറ്റഡ് അല്ലെങ്കിൽ ആഫ്റ്റർ ദ എന്താണ് ഡിവൈഡ് ഓഫ് റിപ്പോ റേറ്റിലുള്ള എമൗണ്ട് തീർന്നു കഴിഞ്ഞാൽ 2% NDTL വെച്ച് NDTL MSF നിരക്കിൽ എന്ത് ചെയ്യാം ഒരു ബാങ്കിന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇൻക്രീസിങ് MSF റേറ്റ് ഇൻക്രീസ് എന്ന് വെച്ചോ. MSF എന്ന് പറഞ്ഞാൽ എന്താ? ബാങ്ക് RBI നിന്ന് വാങ്ങിക്കുന്നതാണല്ലോ, പൈസ വാങ്ങിക്കുന്നതാണ്. സോ ഈ പറഞ്ഞ MSF നിരക്ക് കൂട്ടുവാണെങ്കിൽ, MSF റേറ്റ് കൂട്ടുവാണെങ്കിൽ ബാങ്ക് RBI നിന്ന് പൈസ വാങ്ങുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാവുന്നു. സോ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാവുമ്പോൾ ഇറ്റ് വിൽ ബി റിഫ്ലക്റ്റഡ് ഇൻ ദ ലോൺസ് ഗിവൺ ബൈ ദ ബാങ്ക്സ്. ബാങ്കിൽ നൽകുന്ന ലോണുകളുടെ മേലെയും ഈ പറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് വരാം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ലോണിനുള്ള ഡിമാൻഡ് എന്ത് ചെയ്യാം? കുറയാം. കാരണം പലിശ നിരക്ക് കൂടുമ്പോൾ ആൾക്കാർ കൂടുതലും ലോൺ എടുക്കാൻ തുനിയത്തില്ല. വിച്ച് മീൻസ് ഇൻക്രീസിംഗ് ദ MSF റേറ്റും ഒരിക്കലും എക്സ്പാൻഷനിസ്റ്റ് മോണിറ്ററി പോളിസി RBI അഡോപ്റ്റ് ചെയ്യത്തില്ല. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അടുത്തത് ഇൻക്രീസിംഗ് റിപ്പോ റേറ്റ് ആൻഡ് ബാങ്ക് റേറ്റ്. ഇത് രണ്ടും എന്താ? ബാങ്ക് RBI നിന്ന് പർച്ചേസ് ചെയ്യുന്നതാണ്, RBI നിന്ന് ബോറോ ചെയ്യുന്നതാണ്. സോ ഈ സമയത്ത് ബാങ്ക് റേറ്റും റിപ്പോ റേറ്റും ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ എക്സ്പാൻഷനിസ്റ്റ് മോണിറ്ററി പോളിസി നടക്കത്തില്ല. മണി സപ്ലൈ ഇൻക്രീസ് ചെയ്തില്ല. കാരണം ബാങ്ക് നൽകേണ്ട ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നു. സോ അവർ ലെൻഡ് ചെയ്യുമ്പോഴും അവര് പലിശ നിരക്ക് ഇൻക്രീസ് ചെയ്യും. വിച്ച് മീൻസ് ദ ഡിമാൻഡ് ഫോർ ലോൺസ് വിൽ ബി മിനിമൽ. സോ ഓൾ ദ എബോവ് ഈ പറഞ്ഞ ഒരു പോളിസീസും എക്സ്പാൻഷനിസ്റ്റ് മോണിറ്ററി പോളിസി സമയത്ത് RBI അഡോപ്റ്റ് ചെയ്യത്തില്ല. ഓക്കെ, സോ that is about the 7th question. The 8th question. Consider the following statements regarding Monetary Policy Committee. MPC പറ്റി ചോദ്യമാണ്. സോ മോണിറ്ററി പോളിസി കമ്മിറ്റി 2016 ഇന്ത്യയിൽ സെറ്റപ്പ് ചെയ്യുന്നത്. നമ്മുടെ RBIയും കേന്ദ്ര ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും RBIയും ഒരുമിച്ച് അസോസിയേറ്റ് ചെയ്തിട്ട് അവര് എന്താണ് ഡിസൈഡ് ചെയ്തെടുത്ത ഒരു ബോഡിയാണ് മോണിറ്ററി പോളിസി കമ്മിറ്റി. 2016 ജൂണിലാണ് MPC സെറ്റപ്പ് ചെയ്യുന്നത്. ആൻഡ് ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, MPC is required to meet at least 4 times in a year. ഒരു വർഷം മിനിമം 4 വട്ടമെങ്കിലും മീറ്റ് ചെയ്യണം. ശരിയാണ്. എന്നാൽ മാക്സിമം അല്ല, മിനിമം ആണ് പറയുന്നത്. സോ റിക്വയർഡ് ടു മീറ്റ് അറ്റ്ലീസ്റ്റ് 4 times. ബട്ട് ഇഫ് ദ ഗവർണർ, ഈ പറഞ്ഞ MPCയുടെ ചെയർമാനായ RBI ഗവർണർക്ക് തോന്നുവാണ് ഈ പറഞ്ഞ 4 വട്ടം പോരാ, ഇനി എക്സ്ട്രാ മീറ്റിംഗ്സ് വേണം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പോസിബിൾ. സോ മിനിമം 4 വട്ടമെങ്കിലും മീറ്റ് ചെയ്യണം. മാക്സിമം എത്ര വേണമെങ്കിലും ഡിപ്പെൻഡിങ് ഓൺ ദ decision of the MPC chairman, that is the RBI governor. RBI governor തീരുമാന പ്രകാരം എക്സ്ട്രാ മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. നെക്സ്റ്റ്, ദ മിനിമം quorum required for meeting of MPC is 6 members. So minimum quorum required for MPC 6 ആണോ? എത്രയാണെന്ന് പറയാമോ? What is the minimum quorum required for MPC? So the minimum quorum എത്രയാണ്? 6 അല്ല, it is 4 members ആണ്. 4 members ആണ് മിനിമം വേണ്ടത്. സോ MPCയിലുള്ള മൊത്തം മെമ്പേഴ്സ് എത്രയാണ്? 6 പേരാണ്. 6 members are the maximum members. MPCയിലുള്ള മൊത്തം മെമ്പേഴ്സ് പറയുമ്പോൾ 6 പേരാണ്. 3 പേര് RBI നോമിനീസ് ഉണ്ട്. RBI ഗവർണർ, ഒരു ഡെപ്യൂട്ടി ഗവർണറുമാണ്, പിന്നെ ബോർഡ് ഓഫ് ഡയറക്ടറെ നോമിനേറ്റ് ചെയ്യുന്ന ഒരാള്, പിന്നെ 3 പേരെ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്നത്, സെൻട്രൽ ഗവൺമെന്റ് അപ്പോയിന്റീസ്. സോ അങ്ങനെ 3+3, ദാറ്റ് ഈസ് ദ കോമ്പോസിഷൻ ഓഫ് മോണിറ്ററി പോളിസി കമ്മിറ്റി. അതില് ഒരു മീറ്റിംഗ് നടക്കണമെങ്കിൽ മിനിമം 4 പേരെങ്കിലും ഈ പറഞ്ഞ മീറ്റിംഗിൽ പങ്കെടുത്തിരിക്കണം. സോ ഇത് വാർത്ത വരാൻ കാരണമുണ്ട്. കഴിഞ്ഞ വർഷം 2020 നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഈ പറഞ്ഞ 3 മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്തില്ലായിരുന്നു. ഒരു ഡിലേ വന്നായിരുന്നു. കാരണം 2016 അപ്പോയിന്റ് ചെയ്ത അവരുടെ കാലാവധി, അവരുടെ ടെന്യൂർ 2020 തീർന്നിരുന്നു. 2020 അവരുടെ ടെന്യൂർ തീർന്നു. കാരണം 4 years ആണ് സെൻട്രൽ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്ന വ്യക്തികൾ. 4 years ആണ് അവര് ഈ പറഞ്ഞ MPCയിൽ പങ്കെടുക്കുന്നത്. സോ ദേ ആർ നോട്ട് എലിജിബിൾ ഫോർ റീഅപ്പോയിന്റ്മെന്റ്. അവരെ റീഅപ്പോയിന്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ 3 പേരെ എന്ത് ചെയ്യണം? സെൻട്രൽ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യേണ്ടതുണ്ട്. സോ അതിലൊരു ഡിലേ വന്നു. സോ അതുകൊണ്ട് ഈ പറഞ്ഞ കോറം തയ്ക്കാൻ പറ്റത്തില്ല. കാരണം RBIയുടെ 3 പേര് മാത്രമേ ഉള്ളൂ. സെൻട്രൽ ഗവൺമെന്റിന്റെ ആരും വന്നിട്ടില്ലായിരുന്നു, ആരും അപ്പോയിന്റ് ചെയ്യപ്പെട്ടില്ലായിരുന്നു.
സോ ഒരു ഡിലേ വന്നു, ഒരു മീറ്റ് നടക്കാൻ നേരം ഫോറം തികയാത്തതുകൊണ്ട് ആ മീറ്റ് നടന്നില്ല. സോ ദ മിനിമം മെമ്പേഴ്സ് അല്ലെങ്കിൽ ദ quorum required for the meeting is 4 members ആണ്. And the third statement, the members of MPC appointed by the government will hold office for a period of 4 years. ശരിയാണ്, 4 വർഷമാണ് ഇവരെ ഓഫീസിൽ ഇരിക്കുന്നത്. and are not eligible for reappointment. So 1 and 3 are correct. അതുപോലെ ഈ പറഞ്ഞ MPC ഡിസിഷൻസ് വോട്ടിംഗ് പ്രകാരമാണ് എടുക്കുന്നത്. ഒന്നെങ്കിൽ യുണാനിമസ് ആയിട്ട് എല്ലാവരും ഒരേപോലെ എടുക്കുന്നു, യുണാനിമസ് ഐക്യത്തോടെ എടുക്കുന്നു, അല്ലെങ്കിൽ there will be വോട്ടിംഗ് ഉണ്ടാവും. വോട്ടിംഗ് ഉണ്ടാവുമ്പോൾ നമ്മുടെ RBI ഗവർണർക്ക് ഒരു കാസ്റ്റിംഗ് വോട്ട് ഉണ്ട് ഇൻ കേസ് ഓഫ് ടൈ. ഇപ്പം 3+3 എന്ന് വെച്ചോ, 3-3 വോട്ട് ചെയ്തപ്പോ 3-3 എന്നൊരു ടൈ വന്നു. ആ സമയത്ത് RBI ഗവർണർക്ക് എന്ത് ചെയ്യാം? ഒന്നുകൂടെ വോട്ട് ചെയ്യാം, സെക്കൻഡ് വോട്ട് ചെയ്യാം. ആദ്യം വോട്ട് ചെയ്തു, അത് കഴിഞ്ഞ് പിന്നെ ഒന്നുകൂടെ എന്ത് ചെയ്യാം? RBI ഗവർണർക്ക് വോട്ട് ചെയ്യാം. സോ RBI ഗവർണർക്ക് വീറ്റോ വോട്ട് ഇല്ല, അറിഞ്ഞിരിക്കണം. there is no veto power to the RBI governor, but he has casting vote. കാസ്റ്റിംഗ് വോട്ട് ഉണ്ട്. ടൈ ഉണ്ടാവുകയാണെങ്കിൽ കാസ്റ്റിംഗ് വോട്ട് ചെയ്യാനുള്ള പവർ നമ്മുടെ RBI ഗവർണർക്കുണ്ട്. ആൻഡ് ദ ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ മെജോറിറ്റി വോട്ടാണ്. മെജോറിറ്റി വോട്ട് പ്രകാരമാണ് തീരുമാനം എടുക്കുന്നത്. അതുപോലെ വെയിറ്റേജ് ഈക്വൽ ആണ്, എല്ലാവർക്കും എല്ലാ വോട്ടും ഈക്വൽ വെയിറ്റേജ് ആണ് എന്ന് വരെ അറിഞ്ഞിരിക്കുക. സോ ദ ആൻസർ ഈസ് എ ആണ്. സോ യു ക്യാൻ റീഡ് ദ ടെക്സ്റ്റ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. എന്താ കാണാം, പറയുന്ന ഫുള്ളൊന്നും ഇല്ല, പറഞ്ഞ കാര്യം തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ആ ഡിസ്ക്രിപ്ഷൻ വായിക്കാം. അതുപോലെ അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് ഈ സെൻട്രൽ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് മെമ്പേഴ്സിന്റെ ഏജ് പറയുന്നുണ്ട്, 70 years കൂടാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ദ തിങ്. ആൻഡ് 9th question, if you are depositing 10,000 rupees from your cash in hand to demand deposit in your bank, the immediate effect on aggregate money supply in the economy will be എന്തായിരിക്കും? നമ്മുടെ എന്റെ കയ്യിലുള്ള ക്യാഷ് ഞാൻ ഡിമാൻഡ് ഡിപ്പോസിറ്റില് ഞാൻ ഡിപ്പോസിറ്റ് ചെയ്തു. എന്റെ ഡിമാൻഡ് അല്ലെങ്കിൽ എന്റെ കറണ്ട് ഡിപ്പോസിറ്റിൽ കറണ്ട് അക്കൗണ്ടിൽ ഞാൻ ഡിപ്പോസിറ്റ് ചെയ്തു. ഇങ്ങനെ വരുമ്പോൾ വാട്ട് ഈസ് ദ ഇമ്മീഡിയറ്റ് എഫക്ട് ഓൺ ദ അഗ്രിഗേറ്റ് മണി സപ്ലൈ ഇൻ ദ എക്കണോമി എന്ന് ചോദിച്ചാൽ, സോ ഞാൻ നേരത്തെ പറഞ്ഞു അഗ്രിഗേറ്റ് മണി സപ്ലൈ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് M3 ആണെന്ന് പറഞ്ഞു. സോ M3 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? M3 എന്ന് പറഞ്ഞാൽ M1 പ്ലസ് ഫിക്സഡ് ഡിപ്പോസിറ്റ് അല്ലെങ്കിൽ ടൈം ഡിപ്പോസിറ്റ് എന്നാ ഞാൻ പറഞ്ഞത്. ഈ M1 എന്ന് പറഞ്ഞാൽ എന്താണ്? M1 എന്ന് പറഞ്ഞാൽ കറൻസി ഇൻ പബ്ലിക് പ്ലസ് ഡിമാൻഡ് ഡിപ്പോസിറ്റ് ഇൻ ബാങ്ക്സ് എന്നാണ്. സോ എന്റെ കയ്യിലുള്ള ലിക്വിഡ് ക്യാഷ് ഞാൻ ബാങ്കിലെ ഡിമാൻഡ് ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ യു ക്യാൻ സി ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ മണി സപ്ലൈ. കാരണം നമ്മളിപ്പോ കോളം വരയ്ക്കുവാണെങ്കിൽ, ഇപ്പൊ ഞാൻ ടാബ്ലേറ്റ് ചെയ്യുമെന്ന് വെച്ചതിനെ, ഞാൻ ടാബ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ സി എന്റെ കയ്യിലുള്ള 10,000 രൂപ. ഓക്കെ, ഇത് ആദ്യം ഈ പറഞ്ഞ 10,000 രൂപ ഇറ്റ് വിൽ ബി കെപ്റ്റ് അണ്ടർ കറൻസി ഇൻ പബ്ലിക്. പബ്ലിക്കിന്റെ കയ്യിലുള്ള കറൻസി എന്നിരിക്കും. അത് കഴിഞ്ഞ് ഞാൻ ഈ പറഞ്ഞ 10,000 രൂപ നമ്മുടെ ഡിമാൻഡ് ഡിപ്പോസിറ്റിലേക്ക് ഇടുമ്പോൾ, എന്റെ കറണ്ട് ഡെപ്പോസിറ്റിലേക്ക് ഇടുമ്പോൾ ഇവിടെ എന്താവും? ഇവിടെ 0യും ഇവിടെ 10,000 ആവുന്നു. ഇവിടെ ടൈം ഡിപ്പോസിറ്റ്. സോ ദിസ് ഈസ് മോർ അഗ്രിഗേറ്റ് മണി സപ്ലൈ. M3 എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? M3 എന്ന് പറയുമ്പോൾ കറൻസി വിത്ത് പബ്ലിക്, ഡിമാൻഡ് ഡിപ്പോസിറ്റ്, ടൈം ഡിപ്പോസിറ്റ്, ഇതാണ് വരുന്നത്. സോ ഈ പറഞ്ഞ 10,000 ഇവിടുന്ന് ഇങ്ങോട്ട് മാറുന്നു. ടോട്ടൽ എത്ര തന്നെയാണ്? ടോട്ടൽ 10,000 തന്നെയാണ്. സപ്പോസ് ടൈം ഡിപ്പോസിറ്റ് ഇല്ല, ഫസ്റ്റ് കേസിൽ ടൈം ഡിപ്പോസിറ്റോ ഡിമാൻഡ് ഡിപ്പോസിറ്റോ ഇല്ലെന്ന് അസ്യൂം ചെയ്യുക. സോ സെക്കൻഡ് കേസിലും ടൈം ഡിപ്പോസിറ്റ് ഇല്ല. സോ എന്താണ് M3 എന്ന് പറയുമ്പോൾ രണ്ടിടത്തും സെയിം ആണ്, 10,000 തന്നെയാണ്. സോ അഗ്രിഗേറ്റ് മണി സപ്ലൈ ഫോർ M3 remains the same, which means the money supply remains unchanged. So the answer will be C ആണ്. സോ എന്റെ കയ്യിലുള്ള ലിക്വിഡ് ക്യാഷ് ഞാൻ ബാങ്കിൽ സേവിങ്സ് അക്കൗണ്ടിൽ ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ M3 is not changing. The money supply is not changing. C is the right answer. With respect to Indian financial market, which of the following report is or are released by RBI? നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിലീസ് ചെയ്യുന്ന റിപ്പോർട്ട് ഏതൊക്കെയാണെന്ന് ചോദ്യം. കൺസ്യൂമർ കോൺഫിഡൻസ് സർവേ, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട്, ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻ സർവേ ഓഫ് ഹൗസ് ഹോൾഡ്, report on foreign exchange reserves. So you can see
ഓൾ ദീസ് റിപ്പോർട്ട്സ് ഇവയെല്ലാം എന്താണ് RBI റിലീസ് ചെയ്യുന്നതാണ്. ഓൾ ദീസ് റിപ്പോർട്ട്സ് ആർ പബ്ലിഷ്ഡ് ബൈ RBI. സോ RBI റിലീസ് ചെയ്യുന്നതാണ് ഈ എല്ലാ റിപ്പോർട്ടുകളും. നോക്കുവാണെങ്കിൽ കൺസ്യൂമർ കോൺഫിഡൻസ് സർവേ, അതായത് ഒരു കൺസ്യൂമർ, ഒരു ഉപഭോക്താവ്, ഒരു ഹൗസ് ഹോൾഡ് പൈസ സ്പെൻഡ് ചെയ്യുന്നതിന് അവർക്ക് എത്രമാത്രം കോൺഫിഡൻസ് ഉണ്ട്, വാട്ട് ഈസ് ദയർ എക്സ്പെൻഡിച്ചർ കോൺഫിഡൻസ്, അതാ ഉദ്ദേശിക്കുന്നത്. പൈസ സ്പെൻഡ് ചെയ്യുമോ? ഇപ്പൊ ഉദാഹരണം, ഒരു കൺസ്യൂമറിന് പൈസ സ്പെൻഡ് ചെയ്യാൻ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നമ്മുടെ എക്കണോമി എന്ത് ചെയ്യും? എക്കണോമി റിസഷനിലേക്ക് പോകും. കാരണം എന്താ? ദർ ഇസ് നോ മണി സ്പെൻഡിങ് ഇൻ ദ മാർക്കറ്റ്. ഇഫ് ദേ ആർ ഹാവിംഗ് സം കോൺഫിഡൻസ്, അവരെന്ത് ചെയ്യും? പൈസ സ്പെൻഡ് ചെയ്യും. അതാണ് ഈ കൺസ്യൂമർ കോൺഫിഡൻസ് സർവേ ഉദ്ദേശിക്കുന്നത്. സോ അത് ക്വാർട്ടർലി ആണ് RBI റിലീസ് ചെയ്യുന്നത്, കൺസ്യൂമർ കോൺഫിഡൻസ് സർവേ ഓഫ് ഹൗസ് ഹോൾഡ്സ്. സോ ഇതില് ഏകദേശം 13 സിറ്റീസിന്റെ ഡേറ്റയാണ് എടുക്കുന്നത്. ട്രിവാൻഡ്രം ഉണ്ട്, കേരളത്തിൽ നിന്ന് ട്രിവാൻഡ്രം ഈ പറഞ്ഞ സീസത്തിനകത്തുണ്ട്. അതുപോലെ ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻസ് സർവേ ഓഫ് ഹൗസ് ഹോൾഡ്. സോ വാട്ട് ഈസ് ദെയർ എക്സ്പെക്ടേഷൻ? ഒരു ഹൗസ് ഹോൾഡ് ഈ പറഞ്ഞ എക്കണോമിയിൽ എത്രമാത്രം ഇൻഫ്ലേഷൻ ഉണ്ടാവും എന്നൊരു എക്സ്പെക്ടേഷനാണ് പറയുന്നത്. അതും ക്വാർട്ടറിൽ റിലീസ് ചെയ്യുന്നതാണ്. ഇതിലും ട്രിവാൻഡ്രം ഉണ്ട്. നമ്മുടെ തിരുവനന്തപുരത്ത് ഹൗസ് ഹോൾഡിന്റെ എക്സ്പെക്ടേഷൻ മെഷർ ചെയ്യുന്നുണ്ട്. സോ ഈ പറഞ്ഞ ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻ സർവേ ഓഫ് ഹൗസ് ഹോൾഡിലും. അതുപോലെ നാഷണൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട്, നമ്മുടെ ഓവറോൾ നമ്മുടെ എക്കണോമിയുടെ സ്റ്റെബിലിറ്റി ഉദ്ദേശിക്കുന്നത്. കറൻസി സപ്ലൈ, മണി സപ്ലൈ, അതിന്റെയൊക്കെ സ്റ്റെബിലിറ്റി ആണ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട് പറയുന്നത്. ഇത് ഹാഫ് ഇയർലി സബ്മിറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ മോണിറ്ററി പോളിസി റിപ്പോർട്ട്, RBI എടുക്കുന്ന മോണിറ്ററി പോളിസി മെഷേഴ്സ് എന്തുമാത്രം ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ഡിസിഷൻസ്, ഇവയെല്ലാം ഉൾപ്പെടുന്നതാണ് മോണിറ്ററി പോളിസി റിപ്പോർട്ട്. ഇതും ഹാഫ് ഇയർലി വരുന്നതാണ്. അതുപോലെ റിപ്പോർട്ട് ഓൺ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ്, ഇത് ഹാഫ് ഇയർലി വരുന്നതാണ്. ഈ കാണാൻ ജൂണിലുണ്ടായിരുന്നു. ഈ ജൂണിൽ അതിന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. സോ എന്താണ് നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സിന്റെ അതിന്റെ റിപ്പോർട്ടാണ്. എന്തുമാത്രം ഉണ്ട് റിസർവ്സ്, അതിന്റെ പെർസെന്റേജ് എത്രയാണ്, എല്ലാം പറയുന്നതാണ്. റിപ്പോർട്ട് ഓൺ കറൻസി ആൻഡ് ഫിനാൻസ്, ഇത് പ്രധാനമായും പറയുന്നത് നമ്മുടെ RBI എടുക്കുന്ന മോണിറ്ററി പോളിസി നടപടി ഉണ്ടല്ലോ. ഉദാഹരണം, MPC പറഞ്ഞ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് മെഷേഴ്സ് ഉണ്ട്. ഇൻഫ്ലേഷൻ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് MPC എടുക്കുന്ന മെഷേഴ്സ്, അത് എന്തുമാത്രം ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മുടെ എക്കണോമി സഹായിച്ചിട്ടുണ്ട്. അതുപോലെ എമർജിംഗ് എക്കണോമീസ്, ഇന്ത്യ കൂടാതെ മറ്റുള്ള എമർജിംഗ് എക്കണോമീസ് എങ്ങനെയാണ്, അതിന്റെ പെർഫോമൻസ് എങ്ങനെയാണ്, അവിടുത്തെ ഇൻഫ്ലേഷൻ എന്താണ്, അതിന്റെ മണി സപ്ലൈ എങ്ങനെയാണ്, മണി സപ്ലൈ അല്ല, അവിടുത്തെ ഇൻഫ്ലേഷൻ എങ്ങനെയാണ്, അവിടുത്തെ പെർഫോമൻസ് എങ്ങനെയാണ്, അതൊക്കെ മെഷർ ചെയ്യുന്നത്. റിപ്പോർട്ട് ഓൺ കറൻസി ഫിനാൻസ്, ഇത് ഈ പറഞ്ഞ റിപ്പോർട്ട് പണ്ട് 1937 തുടങ്ങിയാണ്. 1937 ഈ റിപ്പോർട്ട് തുടങ്ങിയത്, ഇതിന്റെ പബ്ലിഷ് തുടങ്ങിയത്. ഇടയ്ക്ക് ഇതിന്റെ ബ്രേക്ക് ഉണ്ടായിരുന്നു. 2014 തൊട്ട് 2019 വരെ ഈ റിപ്പോർട്ട് ഇല്ലായിരുന്നു. ഈ പറഞ്ഞ റിപ്പോർട്ട് ഓൺ കറൻസി ആൻഡ് ഫിനാൻസ് RBI ഇറക്കുന്നില്ലായിരുന്നു. ഒരു പോസ് ഉണ്ടായിരുന്നു, ഒരു 5 ഇയർ പീരീഡിൽ. അത് കഴിഞ്ഞ വർഷം 2020 ഈ പറഞ്ഞ റിപ്പോർട്ട് ഓൺ കറൻസി ആൻഡ് ഫിനാൻസ് പിന്നെയും റീഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു RBI. അത് വാർത്ത വന്നതാണ്. സോ ഓൾ ദീസ് റിപ്പോർട്ട്സ് ആർ പബ്ലിഷ്ഡ് ബൈ RBI. അറിഞ്ഞിരിക്കുക, ഇത് അറിഞ്ഞിരിക്കണം കേട്ടോ. ഹാഫ് ഇയർലി ആണോ അതുപോലെ ക്വാർട്ടർലി ആണോ എന്ന കാര്യം ഇവിടെ അറിഞ്ഞാൽ നല്ലതാണ്. ഇതിങ്ങനെ ക്വാർട്ടർലി എന്നോ ഹാഫ് ഇയർലി പറയാൻ പറ്റില്ല, അത് ഇടയ്ക്ക് വരും. പണ്ട് ഇയർലി വരുമായിരുന്നു, പക്ഷെ അതൊരു ഗ്യാപ്പ് വന്നു. അത് ഈ കഴിഞ്ഞ വർഷം മാത്രമാണ് വന്നത്. ഓക്കെ, റിപ്പോർട്ട് ഓൺ കറൻസി ആൻഡ് ഫിനാൻസ്. Which of the following statements regarding inflation targeting in India is incorrect? ചോദിച്ചത് ഇൻകറക്റ്റ് എന്നാണ്. സോ the 2016 amendment in the RBI Act provides for inflation target to be set up by MPC. തെറ്റാണ്. 2014 നമ്മുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തത്. ആ സമയത്ത് തന്നെയാണ് ഇന്ത്യയുടെ ആ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗിൽ ചില മാറ്റങ്ങൾ, ചില ചേഞ്ചസ് കൊണ്ടുവന്നത്. അതിൽ 2014 അമെന്റ്മെന്റിൽ ഇൻഫ്ലേഷൻ ടാർഗറ്റ് ഫിക്സ് ചെയ്യുന്ന ആരാണ്? Can anyone say that? ആരാണ് ഈ പറഞ്ഞ ഇൻഫ്ലേഷൻ ടാർഗറ്റ് ഫിക്സ് ചെയ്യുന്നത്? It was not MPC. MPC അല്ല. No. MPC അല്ല. ഇത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞത്. നോ, RBI അല്ല, ഗവൺമെന്റ് ആണ്. സോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് ഇൻഫ്ലേഷൻ ടാർഗറ്റ് ഫിക്സ് ചെയ്യുന്നത്. സോ FRBM ആക്ട് ബന്ധമില്ല ഇതുമായിട്ട്. There is no relation with FRBM ആക്ട്. എന്റർലി ഡിഫറെന്റ് ആണ് FRBM ആക്ട്. FRBM ആക്ടും ഈ പറഞ്ഞ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗും രണ്ടാണ്, ഒരു ബന്ധമില്ല. സോ we will discuss in future. നമുക്ക് ഡിസ്കഷൻ വരുന്നുണ്ട് FRBMന്റെ, ആ സമയത്ത് ഡിസ്കസ് ചെയ്യാം. ബഡ്ജറ്റ് ഒക്കെ വരുമ്പോൾ എന്തായാലും ക്വസ്റ്റ്യൻ കാണും. സോ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് FRBM രണ്ടാണ്. FRBM ആക്ട് ഈസ് മെയിൻലി അതിന്റെ എയിം ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയുടെ ഫിസ്ക്കൽ സ്റ്റെബിലിറ്റിയാണ്. നമ്മുടെ ഗവൺമെന്റിന്റെ പോളിസിയാണ് കൂടുതലൂടെ ഫോക്കസ് ചെയ്യുന്നത്. അത് ഗവൺമെന്റ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് ടാർഗറ്റ്സ്, ഗവൺമെന്റ് ബോറോയിങ്ങിന്റെ പെർസെന്റേജ്,
ഡെറ്റ് ടു GDP റേഷ്യോ, അതുപോലെ റവന്യൂ ഡെഫിസിറ്റ്, ഇതൊക്കെയാണ് FRBM ആക്ടിൽ പറയുന്നത്. ആൻഡ് ദ മെയിൻ ഇന്റൻഷൻ behind that FRBM Act is to maintain a fiscal stability and fiscal discipline in the government function. And inflation targeting എന്ന് പറഞ്ഞാൽ 2014 നമ്മുടെ ഈ അമെന്റ്മെന്റ് ഒന്നല്ലോ RBI ആക്ട് അമെന്റ് ചെയ്തു. അത് പ്രകാരം ഈ പറഞ്ഞ ഇൻഫ്ലേഷൻ ടാർഗറ്റ് ഇറ്റ് വിൽ ബി ഡൺ ബൈ ദ ഗവൺമെന്റ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് RBI. RBIയോട് കൺസൾട്ട് ചെയ്തിട്ട് ഇൻഫ്ലേഷൻ ടാർഗറ്റ് എന്തായിരിക്കണം അടുത്ത 5 വർഷത്തേക്ക്, കമ്മിങ് 5 ഇയേഴ്സിലേക്ക് എന്തായിരിക്കണം നമ്മുടെ ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ target and the government will be fixing in consulting with RBI. The first statement is wrong. Then the MPC will be using wholesale price index. No, wholesale price index alla mere marichu CPI aanu, consumer price index aanu nammada monetary policy committee use cheynathu for inflation targeting. Consumer price index combined nammada NSO release cheyna National Statistical Office NSO release cheyna CPI combined, നമ്മുടെ വാർത്തയിലൊക്കെ വരുന്ന CPI combined, that is used for fixing the inflation target. And the third statement, as a result of COVID-19 pandemic, no inflation target for the financial year, for the next 5 financial year was set up by MPC. It was absolutely wrong. കാരണം COVID-19 വന്നുകൊണ്ട് inflation target ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഒരിക്കലും അങ്ങനെ എഴുതി വെക്കരുത്. So it is absolutely wrong. പറയുകയാണെങ്കിൽ 2021 നമ്മുടെ ഗവൺമെന്റ് ഇത് റിന്യൂ ചെയ്തിരുന്നു. 2016 മുതൽ 2021 വരെ ആയിരുന്നു ആദ്യം ഗവൺമെന്റ് അനൗൺസ് ചെയ്ത ഇൻഫ്ലേഷൻ ടാർഗറ്റിന്റെ ടൈം പീരീഡ്. ആൻഡ് ദ റേറ്റ് വാസ് ഫോർ +or-2. നമ്മുടെ ഗവൺമെന്റ് അഡോപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗവൺമെന്റ് ഫിക്സ് ചെയ്തിരിക്കുന്ന ഒപ്റ്റിമം ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ 4 +or-2. ഒരു ബാൻഡ് ഉണ്ട്, 2നും 6നും ഇടയിലായിരിക്കണം നമ്മുടെ ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ എന്നാ പറഞ്ഞത്. പക്ഷെ കഴിഞ്ഞ പറയട്ടെ ലാസ്റ്റ് ഒക്കെ ആയപ്പോൾ 2019 ശേഷം there was a huge surge in the inflation because of various reasons. നമ്മുടെ COVID-19 അതുപോലെ നമ്മുടെ ആ ലോക്ക്ഡൌൺ അതിന്റെ ഇമ്പാക്ട് എല്ലാം മൂലം നമ്മുടെ ഫുഡ് ഇൻഫ്ലേഷൻ വലിയൊരു ഇൻക്രീസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അത് നമ്മുടെ ഇൻഫ്ലേഷനെ ബാധിക്കുന്നുണ്ട്. ആൻഡ് 2021 ഏപ്രിൽ 1 നമ്മുടെ ഗവൺമെന്റിന്റെ പുതിയ ഇൻഫ്ലേഷൻ ടാർഗറ്റ് വെച്ചിരുന്നു. ആൻഡ് നമ്മുടെ 4+-2 ഇത് തന്നെയാണ് അടുത്ത 5 വർഷത്തേക്കും 2021, 2026 ഇവിടേക്കും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സെലക്ട് ചെയ്തത്. സോ അറിഞ്ഞിരിക്കുക, 2021-26ലേക്കും ദ സെയിം ഇൻഫ്ലേഷൻ ടാർഗറ്റ് വാസ് സെറ്റപ്പ് ബൈ ദ ഗവൺമെന്റ് ആഫ്റ്റർ ഇതാണ് കൺസൾട്ടിങ് വിത്ത് RBI. നമ്മുടെ RBI നേരത്തെ റിലീസ് ചെയ്ത RCF ഉണ്ടല്ലോ, റിപ്പോർട്ട് ഓൺ കറൻസി ആൻഡ് ഫിനാൻസിനകത്തും RBI ഈ പറഞ്ഞ ഇൻഫ്ലേഷൻ ടാർഗറ്റ് കീപ്പ് ചെയ്യണം. നേരത്തെ ഉള്ള ഈ പറഞ്ഞ 4+or-2 ടാർഗറ്റ് തന്നെ ആയിരിക്കണം അടുത്ത 5 വർഷത്തേക്കും കീപ്പ് ചെയ്യേണ്ടത് എന്നൊരു നിർദ്ദേശം RBI മുന്നോട്ട് വെച്ചിരുന്നു. റിപ്പോർട്ട് ഓൺ കറൻസി ആൻഡ് ഫിനാൻസ്. ഓക്കെ, സോ ചോദിച്ചത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതെന്നാണ്. എല്ലാം തെറ്റാണ്. ഈ പറഞ്ഞ entire 3 statements are wrong. 12th question, consider the statements regarding small finance bank എന്നാണ്. The small finance bank will be required to extend 75% of net credit to sectors eligible to classify as private sector. ശരിയാണ്. സോ സ്മോൾ ഫിനാൻസ് ബാങ്ക് അവരുടെ ലെൻഡിങ്ങിന്റെ അവര് ലോൺ കൊടുക്കുമ്പോൾ അവരുടെ ലോണിന്റെ 75%, 100 കോടി ലോൺ കൊടുക്കുവാണെങ്കിൽ 75 കോടി രൂപ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ സ്മോൾ ഫിനാൻസ് ബാങ്ക് നമ്മുടെ പ്രയോറിറ്റി സെക്ടറിന് മുൻഗണനാ മേഖലയ്ക്ക് നൽകിയിരിക്കണം. കാർഷിക മേഖല, MSME, എഡ്യൂക്കേഷൻ പോലുള്ള മുൻഗണനാ മേഖലയ്ക്ക് സ്മോൾ ഫിനാൻസ് ബാങ്ക് നൽകിയിരിക്കണം. So 75% is the correct. And second statement, the existing NBFC, microfinance institution, local area banks that are owned, controlled by residents can be eligible to convert into a small finance bank. ശരിയാണ്. നമ്മുടെ NBFC-കൾക്ക് അതുപോലെ മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർക്കെല്ലാം എന്ത് ചെയ്യാം? ഈ പറഞ്ഞ സ്മോൾ ഫിനാൻസ് ബാങ്കിന് വേണ്ടിയുള്ള ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു. നമ്മുടെ കേരളത്തിലുള്ള സ്മോൾ ഫിനാൻസ് ബാങ്ക് ഉണ്ട്. പേര് പറയാമോ? കേരളത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത സ്മോൾ ഫിനാൻസ് ബാങ്ക് തൃശ്ശൂർ ബേസ് ആയിട്ടുള്ള NBFC ആയിരുന്നത്. അത് ഈ പറഞ്ഞ സ്മോൾ ഫിനാൻസ് ബാങ്ക് പണ്ട് തൃശ്ശൂർ ഉണ്ടായിരുന്ന ഒരു നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനി ആയിരുന്നു. ആഫ്റ്റർ അപ്ലൈയിങ് ദ ലൈസൻസ്, അവർക്ക് ലൈസൻസ് കിട്ടി. അങ്ങനെ അവർ രൂപീകരിച്ചു. മണപ്പുറം ഒന്നുമല്ല, മണപ്പുറം അപ്ലൈ ചെയ്തു പക്ഷെ കിട്ടിയില്ല. മണപ്പുറം ദേ അപ്ലൈഡ് ഫോർ സ്മോൾ ഫിനാൻസ് ബാങ്ക്, പക്ഷെ ലൈസൻസ് കിട്ടിയില്ല. SAF ആണ്. SAF
മുത്തൂറ്റും കിട്ടിയില്ല. എസ്ആഫ് ആണ്. എസ്ആഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക്. സോ എസ്ആഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക് അതാണ് ആൻസർ. സോ നമ്മുടെ തൃശ്ശൂർ ബേസ്ഡ് ആയിട്ടുള്ള NBFC ആണ്. സോ ദ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആൾസോ കറക്റ്റ്. The third, the main purpose of setting small finance bank is to encourage young entrepreneurs to set up business, particularly in rural area. So this statement നിങ്ങൾക്ക് തോന്നും ശരിയാണെന്ന്. കാരണം സ്മോൾ ഫിനാൻസ് ബാങ്കിനെ പറ്റി ബാക്കിയുള്ളവർക്ക് അറിയാം. അതിന്റെ മെയിൻ ഇന്റൻഷൻ എന്താണ്? ടു ഗീവ് ക്രെഡിറ്റ് ടു സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ് ആൻഡ് സ്മോൾ ബിസിനസ് യൂണിറ്റ്സ്. അതാണ് മെയിൻ ആയിട്ട് പറയുന്നത്. സോ ദ മെയിൻ ഇന്റൻഷൻ അല്ലെങ്കിൽ നമ്മുടെ RBI ഈ പറഞ്ഞ സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ ലൈസൻസും നോംസും ഒക്കെ ഇറക്കിയപ്പോൾ RBI എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്മോൾ ഫിനാൻസ് ബാങ്ക് ഇന്റൻഷൻ എന്താണ്, വാട്ട് ഈസ് ദ മെയിൻ ഇന്റൻഷൻ ബിഹൈൻഡ് സെറ്റിംഗ് അപ്പ് സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് RBI പറഞ്ഞു വെച്ചാൽ സ്മോൾ ബിസിനസ് യൂണിറ്റ്സുകൾക്ക് ഒരു സപ്പോർട്ട്, അവർക്ക് ക്രെഡിറ്റ് പെട്ടെന്ന് കിട്ടണം. അതുപോലെ തന്നെ നമ്മുടെ സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ്, നമ്മുടെ ചെറുകിട കർഷകർ, അവർക്ക് എന്ത് ചെയ്യണം, ലോൺ കിട്ടണം എന്ന് പറയുന്നുണ്ട്. അതല്ലാതെ ഈ പറഞ്ഞ യങ് എന്റർപ്രണേഴ്സിനെ എൻകറേജ് ചെയ്യുക, റൂറൽ ഏരിയയിൽ തന്നെ സെറ്റപ്പ് ചെയ്യാനായിട്ട് അവരെ പ്രൊമോട്ട് ചെയ്യുക എന്നൊരു ഇന്റൻഷൻ ഇല്ല. ദർ ഇസ് നോ സച്ച് ഇന്റൻഷൻ. RBIയുടെ നോംസിൽ പറയുന്നില്ല. സോ നമുക്ക് വായിക്കുമ്പോൾ തോന്നും ഇറ്റ് ഈസ് കറക്റ്റ് എന്ന് തോന്നും, പക്ഷേ ദ ഇന്റൻഷൻ ഈസ് നോട്ട്, ദിസ് ഇസ് നോട്ട് ദ മെയിൻ പർപ്പസ് ഓഫ് സെറ്റിംഗ്. അങ്ങനെ ഒരു ഇന്റൻഷൻ ഇല്ല. യങ് എന്റർപ്രണേഴ്സ് പുതിയ സംരംഭകരെ എൻകറേജ് ചെയ്തുകൊണ്ട് റൂറൽ ഏരിയയിൽ പുതിയ വ്യവസായം സെറ്റപ്പ് ചെയ്യുക എന്നൊരു പർപ്പസ് ഒന്നും സ്മോൾ ഫിനാൻസ് ബാങ്കിന് ഇല്ല. സോ ആൻസർ 1 and 2, A is the right answer. Okay. Next is Payment Infrastructure Development Fund ആണ്. Which of the following best explains about PIDF ആണ്? So PIDF അതിനെ പറ്റി പറയുന്ന it is the funds to develop payment acceptance infrastructure in Tier 2 to Tier 3 cities. Tier 3 to Tier 3 cities. Tier 3 to Tier 6 cities. Tier 3 to Tier 6 cities പേയ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി RBI കീപ്പ് ചെയ്തൊരു ഫണ്ടാണ് PIDF, പേയ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട്. സോ ഇത് മെയിൻലി എയിം ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്, നോർത്ത് ഈസ്റ്റ് റീജിയൻസ് സ്പെഷ്യൽ ഫോക്കസ് നൽകുന്നുണ്ട്. ഇൻ ദിസ് PIDF പേയ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ടിനകത്ത് നോർത്ത് ഈസ്റ്റിന് സ്പെഷ്യൽ ഫോക്കസ് ഉൾപ്പെടെയാണ് ഈ പറഞ്ഞ ഫണ്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. മെയിൻലി ടു ഇംപ്രൂവ് ദ പേയ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ. ഉദാഹരണം നമ്മുടെ POS ഒക്കെ ഇല്ലേ, പോയിന്റ് ഓഫ് സെയിൽ സിസ്റ്റംസ്, പോയിന്റ് ഓഫ് സെയിൽ, നമ്മൾ കാർഡ് സ്വൈപ്പ് ചെയ്യുന്ന സാധനം, കടയിലൊക്കെ പോകുമ്പോൾ ഷോപ്പ് ചെയ്യുമ്പോൾ അവിടെ ഒരു POS കാണാം, ഒരു പോയിന്റ് ഓഫ് സെയിൽ കാണാം, അവിടെ പോയി നമ്മൾ കാർഡ് സ്വൈപ്പ് ചെയ്ത് പിന്നടിക്കുന്നു, പൈസ പോകുന്നു. ഇതുപോലുള്ള POS, ATM മെഷീൻസ്, ATM കൗണ്ടേഴ്സ്, സോ ഇതുപോലുള്ള പേയ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ അത് ഡെവലപ്പ് ചെയ്യുക, അതാണ് ഇതിന്റെ മെയിൻ ഇന്റൻഷൻ. ആൻഡ് അറിയേണ്ടത് ഫിസിക്കൽ മോഡ്സ്, അതുപോലെ ഫിസിക്കൽ ആയിട്ടുള്ളതും ഡിജിറ്റൽ മോഡ്സും എന്ത് ചെയ്യുന്നുണ്ട്, എയിം ചെയ്യുന്നുണ്ട്. ആൻഡ് ദ ആൻസർ ഈസ് D. D is the answer, Payment Infrastructure Development Fund. Next, consider the following statements regarding masala bonds. Masala bond ne patti ചോദ്യം. The borrower takes the currency risk in case of masala bond. Both the borrowing and repayment of masala bond are done in Indian rupees. First statement, borrower takes the currency risk. ആണോ? ആരാണ് മസാല ബോണ്ടിന്റെ കറൻസി റിസ്ക് എടുക്കുന്നത്? ആരാണ് ഈ ബോറോ എന്ന് പറഞ്ഞ? ഞാൻ പറയാണ്. ഓക്കെ, ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറയാണ്. സോ there's a person A എന്ത് ചെയ്തു? A ഒരു മസാല ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നു. A is issuing a masala bond in order to raise some amount, and B is purchasing the masala bond, and B is giving some money to A. ഇതില് ഏതാണ് ബോറവർ, ഏതാണ് ഇൻവെസ്റ്റർ? A ആണോ B ആണോ? A എന്താണ്, B എന്താണ് പറയാമോ? എന്താ ഞാൻ പറഞ്ഞേ? A ഒരു മസാല ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നു, B ആ മസാല ബോണ്ട് വാങ്ങിച്ച് പൈസ കൊടുക്കുന്നു. A എന്താണ്, B എന്താണ്? ഇൻവെസ്റ്റർ ആരാണ്, ബോറവർ ആരാണ്? ഉദാഹരണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, 2019 മെയ്യില് 2019 മെയ്യില് നമ്മുടെ കിഫ്ബി, കേരളത്തിലെ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് ഇല്ലേ, കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് became the first sovereign entity in India to issue masala bond in London Stock Exchange. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മസാല ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഫസ്റ്റ് സബ് സോവറിൻ എൻറ്റിറ്റി ആണ്. ഗവൺമെന്റിന്റെ ഓണർഷിപ്പിലുള്ള അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു സോവറിൻ എൻറ്റിറ്റി ആയിരുന്നു കിഫ്ബി.
and QB became the first subsovereign entity in India to issue masala bond in London Stock Exchange. 2,500 കോടി രൂപയാണ് ഈ പറഞ്ഞ കിഫ്ബി ഇഷ്യൂ ചെയ്ത മസാല ബോണ്ട് വഴി റേസ് ചെയ്തത്. ആൻഡ് കിഫ്ബി ആണ് എ. സോ എ എന്ന് പറഞ്ഞ കിഫ്ബി, അതായത് ബോറോവർ. ഈ പറഞ്ഞ കിഫ്ബി എന്ത് ചെയ്തു? 2,500 കോടി രൂപ കടം വാങ്ങുകയാണ്. സോ എ ഇസ് ദ ബോറോവർ ആൻഡ് ബി ഇസ് ദ ഇൻവെസ്റ്റർ. ശരിയാണ്, അപർണയും സഹദും പറഞ്ഞു, ഇറ്റ് ഈസ് കറക്റ്റ്. ബി ഇസ് ദ ഇൻവെസ്റ്റർ. സോ ഇൻ ദ കേസ് ഓഫ് മസാല ബോണ്ട്, ദ ബോറോവർ അല്ല എടുക്കുന്നത്, നേരെ മറിച്ച് ഇൻവെസ്റ്റർ ടേക്സ് ദ കറൻസി റിസ്ക്. ഇൻവെസ്റ്റർ ആയിരിക്കും കറൻസി റിസ്ക് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ യു ക്യാൻ സി മസാല ബോണ്ടിന്റെ പലിശ നിരക്ക് വളരെ കൂടുതലാണ്. ഇതാണ് നമ്മുടെ കിഫ്ബി മേടിച്ച പലിശ നിരക്ക് എന്ന് പറഞ്ഞാൽ 9.723% ആയിരുന്നു. 9.723% ആണ്. ഇത്രയും പലിശ നിരക്കിലാണ് കിഫ്ബി കടം വാങ്ങിച്ചത്. നേരെ മറിച്ച് ഇപ്പം ഡോളർ ബോണ്ട് ആണെങ്കിൽ, ഡോളർ ബേസ്ഡ് ബോണ്ടാണ് പൊതുവെ ഇറക്കാറുള്ളത് മുമ്പ്. സോ ഡോളർ ബോണ്ട് ആണെങ്കിൽ ദ ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് വെരി ലോ, ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറവാണ്. ആ സമയത്ത് ബോറോവർ ആണ് കറൻസി റിസ്ക് എടുക്കുന്നത്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് മസാല ബോണ്ട്, മസാല ബോണ്ട് പ്രത്യേകത എന്താ? മസാല ബോണ്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ബോണ്ട് ഇഷ്യൂഡ് ഇൻ ഇന്ത്യൻ റുപ്പീസ് ആണ്. ഇന്ത്യൻ റുപ്പീസിൽ ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടാണ്. സോ വി ആർ ഗെറ്റിംഗ് ദ എമൗണ്ട് ഇൻ ഇന്ത്യൻ റുപ്പീസ്. 2,500 കോടി രൂപ ഇന്ത്യൻ കറൻസിയിലാണ് എന്ത് കിട്ടുന്നത്? നമുക്ക് കിട്ടുന്നത്. സോ ബോണ്ട് ഈസ് ഇഷ്യൂഡ് ഇൻ ഇന്ത്യൻ റുപ്പീസ് ആണ്. സോ യു ക്യാൻ സി, അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റർ എന്ത് ചെയ്യുന്നു? കറൻസി റിസ്ക് എടുക്കുന്നു. അദ്ദേഹം എന്ത് ചെയ്യുന്നു? കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആൻഡ് ഹീസ് ഗെറ്റിംഗ്, അദ്ദേഹം ഈ റിസ്ക് എടുക്കുന്നുണ്ട്. സിൻസ് ഹീസ് ടേക്കിംഗ് ദ കറൻസി റിസ്ക്. കാരണം ഈ കറൻസി റിസ്ക് അദ്ദേഹം എടുക്കുന്നുണ്ട് തന്നെ. കാരണം ഇന്ത്യൻ റുപ്പി എന്താ? ഫ്ലക്ച്വേറ്റിംഗ് ആണ്. കമ്പയർഡ് ടു ഡോളർ, ഇന്ത്യൻ റുപ്പി ഇസ് നോട്ട് സ്റ്റേബിൾ കറൻസി. ഒരു സ്റ്റേബിൾ കറൻസി അല്ല. നമ്മുടെ രൂപ ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന ഒരു കറൻസിയാണ്. ഇറ്റ്സ് നോട്ട് എ സ്റ്റേബിൾ കറൻസി. സോ ഇൻവെസ്റ്റർ ആണ് ഈ പറഞ്ഞ കറൻസി റിസ്ക് എടുക്കുന്നത്. അതുകൊണ്ട് ആ ഒരു അദ്ദേഹത്തിന്റെ ബെനിഫിറ്റിന് വേണ്ടിയാണ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ചെയ്തിരിക്കുന്നത്? മസാല ബോണ്ടിന് കൂട്ടി വെച്ചേക്കുന്നത്. ആൻഡ് ദ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ബോത്ത് ദ ബോറോയിങ് ആൻഡ് റീപേയ്മെന്റ് ഓഫ് മസാല ബോണ്ട് ഇസ് ഡൺ ഇൻ ഇന്ത്യൻ റുപ്പി. തെറ്റാണ്. ബോറോയിങ് ഇസ് ഡൺ ഇൻ ഇന്ത്യൻ റുപ്പി. നമ്മൾ കടം വാങ്ങുമ്പോൾ 2,500 കോടി രൂപ കിഫ്ബി വാങ്ങിച്ചപ്പോൾ ഇറ്റ് ഈസ് ഡൺ ഇൻ ഇന്ത്യൻ റുപ്പിയാണ്, ഇന്ത്യൻ രൂപയിലാണ് ഇത് വാങ്ങുന്നത്. പക്ഷേ ദ റീപേയ്മെന്റ് ഈസ് ഡൺ ഇൻ ഫോറിൻ കറൻസി ആയിരിക്കും. ഏതൊരു ഡോളർ ഓർ ഇൻ അതർ ഫോറിൻ കറൻസി. ഒന്നുകിൽ ഡോളറിലായിരിക്കാം, അല്ലെങ്കിൽ അവർ പറയുന്ന ഫോറിൻ കറൻസിയിലായിരിക്കാം റീപേയ്മെന്റ് നടത്തുന്നത്. സോ ബോത്ത് ദ ബോറോയിങ് റീപേയ്മെന്റ് ഓഫ് മസാല ബോണ്ട് ഇൻ ഇന്ത്യൻ റുപ്പി എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ബോറോയിങ് ഇന്ത്യൻ റുപ്പി, റീപേയ്മെന്റ് ഇൻ ഫോറിൻ കറൻസി, മെയിൻലി ഡോളർ എന്ന് പറയാം. സോ neither 1 no 2. ദ മിനിമം ടെന്യൂർ എന്ന് പറഞ്ഞാൽ 3 വർഷമാണ് പറഞ്ഞത്. ദ മിനിമം ടെന്യൂർ ഓഫ് ദ മസാല ബോണ്ട് എന്ന് പറഞ്ഞാൽ 3 വർഷമാണ്. ആൻഡ് മസാല ബോണ്ട് അറിയാലോ, എന്തുകൊണ്ടാ പേര് വന്നത്? മസാല, നമ്മുടെ ഇന്ത്യൻ ക്യുസൈൻ, അതിനെ ഒന്ന് ഇന്ത്യൻ സ്റ്റിരിയോടൈപ്പ് ആണ് എങ്കിലും ഇന്ത്യൻ ക്യുസൈനെ അതിനെ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് മസാല എന്നൊരു ടേം വെച്ചത്. ഇത് ആദ്യമായിട്ട് മസാല ബോണ്ട് ഇറക്കിയത് വേൾഡ് ബാങ്കിന്റെ ഏജൻസിയായ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആണ്, IFC ആണ്. വേൾഡ് ബാങ്ക് ഏജൻസിയായ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ, IFC ആണ് ആദ്യമായിട്ട് മസാല ബോണ്ട് ഇഷ്യൂ ചെയ്തത്. അവരാണ് ഇത് കോയിൻ ചെയ്തത്, മസാല എന്ന ടേം കോയിൻ ചെയ്തത്. ഓക്കെ, അത് കഴിഞ്ഞപ്പോൾ പ്രൈവറ്റ് പ്ലേസ് ഇറക്കുന്നുണ്ട്. HDFC ഇറക്കിയായിരുന്നു. അങ്ങനെ ഇപ്പൊ പ്രൈവറ്റ് കമ്പനീസും ഗവൺമെന്റ് ഒക്കെ ഇറക്കുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ, സോ ആൻസർ ഡി ആണ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ്, കൺസിഡർ ദ ഫോളോയിങ് കാറ്റഗറീസ്: റിന്യൂവബിൾ എനർജി, MSME, education, housing. Which of the above categories are included under private sector lending? So 1969 നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് എന്നൊരു സിസ്റ്റം കൊണ്ടുവരുന്നത്. അത് പ്രകാരം എന്താണ്? ഒരു ബാങ്ക് ഒരു വർഷം ലോൺ നൽകുമ്പോൾ ഒരു നിശ്ചിത ശതമാനം എമൗണ്ട്, ഓക്കെ, പിന്നെ ബാങ്ക് ഈസ് ഗിവിംഗ് സം ലോൺ, ആ ലോണിന്റെ ഒരു നിശ്ചിത ശതമാനം എന്ത് ചെയ്യണം? ഈ പറഞ്ഞ മുൻഗണനാ മേഖലകൾക്ക്, പ്രയോറിറ്റി സെക്ടർ മേഖലകൾക്ക് നൽകിയിരിക്കണം. അതാണ് പ്രൈവറ്റ് സെക്ടർ ലെൻഡിങ് പറയുന്നത്. സോ ആസ് പെർ നൗ നമുക്ക് പറയാം ഏകദേശം 8 മേഖലയാണ് RBI ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. അതിൽ റിന്യൂവബിൾ എനർജി ഉണ്ട്, MSME ഉണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്, ഹൗസിംഗ് ഉണ്ട്. ഓൾ ദീസ് ആർ ഇൻക്ലൂഡഡ്. സോ ആൻസർ ഈസ് ഡി. 8 എന്ന് പറയുമ്പോൾ അഗ്രികൾച്ചർ, MSME, എക്സ്പോർട്ട് ക്രെഡിറ്റ്, എഡ്യൂക്കേഷൻ, ഹൗസിംഗ്, അതുപോലെ തന്നെ റിന്യൂവബിൾ എനർജി, സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ വീക്കർ സെഷൻസ്, ഇവയാണ് വരുന്നത്. സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ ടോയ്ലറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ടോയ്ലറ്റ്സ് നിർമ്മാണം ഒക്കെ വരുന്നത്. ഇനി വീക്കർ സെഷൻസ് ഇൻക്ലൂഡിങ് SC/ST ഗ്രൂപ്പ്സ്, അത് മൈനോറിറ്റീസ് പറയുമ്പോൾ ബുദ്ധിസ്റ്റ്, മുസ്ലിംസ്, ജെയിൻസ്, പാഴ്സി, അവരൊക്കെയാണ് ഇത് വരുന്നത്.
Which of the following committee was recently used for making recommendations regarding economic capital framework and the size of capital reserves the RBI should hold? ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. RBI അവരുടെ എക്കണോമിക് ക്യാപിറ്റൽ ഫ്രെയിംവർക്ക്, എക്കണോമിക് ക്യാപിറ്റൽ ഫ്രെയിംവർക്ക് എന്ന് വെച്ചാൽ എന്താ? ECF എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബഫർ ആണ്. ECF refers to a buffer which was created by RBI. RBI പണ്ട് മുതൽ അക്യുമുലേറ്റ് ചെയ്ത ഒരു ബഫറാണ്. ബഫർ എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ സമ്പദ്ഘടനയിൽ എന്തെങ്കിലും ഒരു അടിയന്തര സാഹചര്യം വരുന്നു, ഒരു റെയിൻഫോൾ ഇവന്റ്, അല്ലെങ്കിൽ എന്താ റെയിൻഫോൾ ഇവന്റ് എന്ന് വെച്ചത് വലിയൊരു തകർച്ച, സാമ്പത്തിക മാന്ദ്യം, സാമ്പത്തിക പ്രതിസന്ധി വരുന്നു. ഓക്കെ, ഒരു സാമ്പത്തിക പ്രതിസന്ധിയോ ഒരു സാമ്പത്തിക മാന്ദ്യമൊക്കെ വരുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യങ്ങളിൽ നമ്മുടെ എക്കണോമിയെ പിടിച്ചു നിർത്താൻ, നമ്മുടെ എക്കണോമിയെ താങ്ങി നിർത്താനായിട്ട് RBI വിൽ ബി കീപ്പിംഗ് സം മണി. RBIയുടെ കയ്യിൽ കുറച്ച് പൈസ അവർ കീപ്പ് ചെയ്തു. അതിന് പണ്ട് മുതലേ RBI ഇങ്ങനെ ചൊരുക്കൂട്ടി വെച്ച പൈസയാണ്. അതാണ് ECF എന്ന് പറഞ്ഞത്. സോ എന്തെങ്കിലും അൺഫോഴ്സിൻ എമർജൻസി സമയത്ത് അല്ലെങ്കിൽ അൺഫോഴ്സിൻ ഇവന്റ് സമയത്ത് നമ്മുടെ എക്കണോമി തകരാതെ എക്കണോമിയെ ഹോൾഡ് ചെയ്യാനായിട്ട് RBI കീപ്പ് ചെയ്ത പൈസയാണ് ECF. സോ ഈ ECF-നകത്തിൽ ഒരു ഷെയർ നമ്മുടെ ഗവൺമെന്റ് കൊടുക്കണം എന്നൊരു തീരുമാനം ഉണ്ടായിരുന്നു. അതിനാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഒരു ആക്ട് ഉണ്ടായിരുന്നു, RBI ട്രാൻസ്ഫർ ടു പബ്ലിക് ഓണർഷിപ്പ് ആക്ട്. സോ ഈ ഒരു ആക്ടിൽ ഒരു ക്ലോസ് ഉണ്ട്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇസ് ദ സോൾ ഓണർ ഓഫ് RBI. RBIയുടെ 100% ഓണർഷിപ്പ് ആർക്കുള്ളത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ്. അതുകൊണ്ട് തന്നെ RBIയുടെ ഓണർഷിപ്പ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്കാണ്. RBIയുടെ ലാഭവിഹിതവും ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് വേണം എന്ന അഭിപ്രായത്തിലാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അന്ന് RBIയുടെ ലാഭവിഹിതം ചോദിച്ചത്. സോ അതിനെപ്പറ്റി പഠിക്കാനായിട്ട് RBI ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തു. ആ കമ്മിറ്റിയെ പറ്റിയാണ് ചോദ്യം. ആൻഡ് ദ കമ്മിറ്റി നെയിം വാസ് ബിമാൽ ജലൻ കമ്മിറ്റി. സോ ഉജിത് പട്ടേൽ അദ്ദേഹം രാജിവെക്കുന്നത് ഈ ഒരു ഇഷ്യൂലാണ്, ഈ പറഞ്ഞ പ്രോഫിറ്റ് ഷെയറിംഗിന്റെ ഇഷ്യൂലാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ശക്തികാന്ത് ദാസ് അധികാരത്തിൽ വന്നു. അദ്ദേഹം അധികാരത്തിൽ കയറി അടുത്ത ആഴ്ച തന്നെ ഈ പറഞ്ഞ ബിമാൽ ജലൻ പാനൽ അപ്പോയിന്റ് ചെയ്തു ടു സ്റ്റഡി അബൌട്ട് ദ എക്കണോമിക് ക്യാപിറ്റൽ ഫ്രെയിംവർക്ക് ഓഫ് RBI ആൻഡ് ഹൗ മച്ച് റിസർവ് RBI കീപ്പ് ചെയ്യണം, സോ എത്രമാത്രം ഷെയർ ഗവൺമെന്റ് കൊടുക്കുക എന്നൊക്കെ പഠിക്കാനായിട്ട്. സോ സി ഇസ് ദ റൈറ്റ് ആൻസർ, ബിമാൽ ജലൻ കമ്മിറ്റി. സോ നെക്സ്റ്റ് ഈസ് കൺസിഡർ ദ സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് SLR ആണ്. SLR refers to the percentage of total deposit of a bank which is kept with the RBI in the form of cash. തെറ്റാണ്. ഇത് SLR നേരത്തെ പറഞ്ഞു. SLR എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബാങ്ക് അവരുടെ തന്നെ വോൾട്ടില് ലെൻഡ് ചെയ്യാതെ, അവര് കടമൊന്നും കൊടുക്കാതെ, വേറെ എവിടെ ഇൻവെസ്റ്റ് ചെയ്യാതെ ബാങ്ക് അവിടെ തന്നെ വോൾട്ടിൽ കീപ്പ് ചെയ്യേണ്ട ലിക്വിഡ് എമൗണ്ടിനെയാണ് പറയുന്നത് SLR, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. ഈ പറഞ്ഞ SLR ഒന്നുകിൽ ഗോൾഡിലോ ക്യാഷിലോ അല്ലെങ്കിൽ ഈസിലി കൺവേർട്ടബിൾ ഗവൺമെന്റ് സെക്യൂരിറ്റീസിലോ കീപ്പ് ചെയ്യാം. സോ ലിക്വിഡ് ആയിരിക്കണം, പക്ഷെ പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന കറൻസി ആയിരിക്കണം, പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന എന്താണ് അസറ്റ് ആയിരിക്കണം. അതാണ് SLR, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. സോ എന്തൊക്കെയാണ്? ഗോൾഡ്, ക്യാഷ്, അതുപോലെ ഈസിലി കൺവേർട്ടബിൾ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഒക്കെ ഈ പറഞ്ഞ SLR-നകത്ത് വെക്കാറുണ്ട്. The first statement is wrong. Second statement, an increase in SLR sucks the amount from the economy, while a decrease in SLR injects this amount into the economy. ശരിയാണ്. If you are analyzing SLR എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു ബാങ്ക് അവർക്ക് കിട്ടുന്ന നെറ്റ് ഡിമാൻഡ് ടൈം ലയബിലിറ്റിയുടെ ഒരു ശതമാനം അവരുടെ വോൾട്ടില് സ്പെൻഡ് ചെയ്യാതെ, BAULT വോൾട്ടില് സ്പെൻഡ് ചെയ്യാതെ കീപ്പ് ചെയ്യുന്ന പൈസയാണ്. സോ SLR ഇൻക്രീസ് ചെയ്യുന്ന വെച്ചോ, SLR ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ മോർ ആൻഡ് മോർ മണി നീഡ് ടു ബി കെപ്റ്റ് ബൈ ദ ബാങ്ക് വിത്തൗട്ട് സ്പെൻഡിങ്, വിത്തൗട്ട് ലെൻഡിങ്. ലെൻഡ് ചെയ്യാതെ ധാരാളം പൈസ എന്ത് ചെയ്യേണ്ടി വരുന്നു? അവര് അടുക്കിക്കൊണ്ട് വരുന്നു, ലെൻഡ് ചെയ്യാൻ പറ്റാതെ കീപ്പ് ചെയ്യേണ്ടി വരുന്നു. പക്ഷെ ഡിക്രീസ് ചെയ്യുകയാണെങ്കിലോ, വെൻ SLR ഈസ് ഡിക്രീസ്, ഈ പറഞ്ഞ ബാങ്കിന് ദേ വിൽ ഹാവ് മോർ ആൻഡ് മോർ മണി ടു ലെൻഡ് ചെയ്യാനായിട്ട് കൂടുതൽ പൈസ കിട്ടും. ആസ് എ റിസൾട്ട് കൂടുതൽ പൈസ മാർക്കറ്റിലേക്ക് ഇറങ്ങും. സോ ബി ഇസ് ദ റൈറ്റ് ആൻസർ. കൺസിഡർ സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് NPA ആണ്, നോൺ പെർഫോമിംഗ് അസറ്റ്സ്, കിട്ടാക്കട അല്ലെ, അല്ലെങ്കിൽ an asset which becomes unviable or which does not generate an income for the bank. ഒരു ബാങ്കിന് ഇൻകം ജനറേറ്റ് ചെയ്യാത്ത അസറ്റ്, അതാണ് നോൺ പെർഫോമിംഗ് അസറ്റ്. സോ വെനെവർ ആൻ അസറ്റ് എന്ന് വെച്ചാൽ എന്താ? ഒരു ബാങ്കിന്റെ ലോണൊക്കെ ഒരു ബാങ്കിന്റെ അസറ്റും ഒരു ബാങ്കിന്റെ ഡിപ്പോസിറ്റ് ഒരു ബാങ്കിന്റെ ലയബിലിറ്റി ആണ്. കാരണം ലോൺ എന്ന് പറയുമ്പോൾ വെൻ എ ബാങ്ക് ഈസ് ഗിവിംഗ് എ ലോൺ, ബാങ്കിന് ചില റിട്ടേൺസ് കിട്ടും, ഇൻട്രസ്റ്റ് കിട്ടും. പക്ഷെ
ഡിപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാനിപ്പോ ഒരു 50,000 രൂപ ബാങ്ക് ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്ക് ഈസ് സപ്പോസ് ടു ഗീവ് മീ സം ഇൻട്രസ്റ്റ് റേറ്റ്. ഈ പറഞ്ഞ ഡിപ്പോസിറ്റ് മേലെ ബാങ്ക് എന്ത് ചെയ്യണം, എനിക്ക് ഇൻട്രസ്റ്റ് എനിക്ക് നൽകണം. സോ വി ക്യാൻ സി deposits are liabilities while loans are asset of the bank. So first statement, in case of agricultural loans, loan is classified as NPA if the installment of principal or interest remains overdue for 2 crop seasons. തെറ്റാണ്. long duration crop ആണെങ്കിൽ it is 1 cropping season ആണ്. long duration എന്ന് വെച്ചാൽ ഏകദേശം ഒരു വർഷത്തേക്കുള്ള എടുക്കുന്ന ക്രോപ്പ്. So in the case of long duration crop, the principal remains overdue for more than 1 cropping season. It is considered as NPA. In the case of short duration ആണെങ്കിൽ, short duration എന്ന് പറയുമ്പോൾ എന്താ, less than 1 year ആയിരിക്കും. Generally പറയുകയാണെങ്കിൽ 60 days to 3 months ഒക്കെ ആയിരിക്കും വരുന്നത്. So short duration crop ആണെങ്കിൽ and loan taken for short duration crop is considered as NPA when the principal is overdue for a period of 2 cropping season. Short duration ആണെങ്കിൽ 2 cropping season, long duration ആണെങ്കിൽ 1 cropping season. അതുപോലെ if an asset remain NPA for period less than or equal to 12 months, it is called as doubtful. തെറ്റാണ്. It is called as substandard asset. So NPA നെ പിന്നെയും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. NPA എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ലോണ്, ഇപ്പൊ ഞാനൊരു ലോൺ എടുത്തു, ഞാൻ എൻ്റെ ലോണിന്റെ പ്രിൻസിപ്പളോ ഇൻട്രസ്റ്റോ 90 ദിവസം അടയ്ക്കുന്നില്ലെങ്കിൽ that loan is classified as non-perform asset എന്ന് പറയും. ഈ പറഞ്ഞ NPA ആയിട്ട് ഒരു ലോൺ NPA ആയിട്ട് ഒരു വർഷം ഒരിക്കൽ വെച്ചു, എൻ്റെ ലോണ് 90 days കഴിയുമ്പോൾ NPA ആയി, if I am not paying any amount. ആൻഡ് ഈ 90 days കഴിഞ്ഞിട്ട് NPA എന്ന് പറഞ്ഞു, ഈ NPA ആയിട്ട് ഒരു ലോണ് ഒരു വർഷം കൂടി ഇരിക്കുവാണെങ്കിൽ, if a loan is remaining in the NPA category for up to 1 year, like 12 months, then that is called as substandard asset. ഇനിയും substandard ആയിട്ട് ഒരു വർഷം ഇരിക്കുവാണെങ്കിൽ it is called as doubtful asset. ഓക്കെ, 90 ദിവസം കഴിയുമ്പോൾ NPA, 90 days plus 1 year, up to 1 year it is substandard. അത് കഴിഞ്ഞ് substandard ആയിട്ട് പിന്നെ ഒരു വർഷം ഇരിക്കുവാണെങ്കിൽ എന്തായി, doubtful asset. ഇത് കിട്ടത്തില്ല എന്നൊരു തോന്നലുണ്ടാവും. So 1, 2 wrong. The third statement, special mention accounts are the accounts that are not yet earned NPAs, but rather than these accounts can potentially become NPA. ശരിയാണ്. SMA എന്ന് പറഞ്ഞാൽ ഇപ്പൊ NPA അല്ലത്. സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അത് NPA അല്ല, പക്ഷേ ഈ പറഞ്ഞ അക്കൗണ്ട് ഭാവിയിൽ എന്താവാം, NPA ആവാൻ ചാൻസ് ഉണ്ട്. സോ ഗവൺമെന്റ് ബാങ്ക് എന്ത് ചെയ്യണം, ബാങ്ക് ഈ അക്കൗണ്ടിനെ സ്പെഷ്യലായിട്ട് ട്രീറ്റ് ചെയ്യണം, അവര് റിമെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. ഈ പറഞ്ഞ ലോൺ എടുത്ത ആൾക്കാരെ റിമെയിൻ ചെയ്യണം. ബാങ്കിന്റെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ച ഉണ്ടാകാൻ പാടില്ല. ഇഫ് ഉണ്ടായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ലോണ് NPA ആയിട്ട് മാറും. സോ സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട് പൊട്ടൻഷ്യൽ ബിക്കെയിം NPA ആണ്. സോ 3 ഈസ് കറക്റ്റ്. സോ B ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ആൻഡ് ഈ പറഞ്ഞ ഡൗട്ട്ഫുളും കഴിഞ്ഞ് ഒരു ലോണ് ഡൗട്ട്ഫുളും കഴിഞ്ഞിട്ടിരിക്കുന്ന വെച്ചു, ഡൗട്ട്ഫുളും കഴിഞ്ഞിട്ട് പിന്നെയും ഒരു പൈസയും അടയ്ക്കാതെ ബാങ്കിൽ ഇരിക്കുവാണെങ്കിൽ then it is called as loss asset. സോ ഇപ്പൊ ഉദാഹരണം, ഞാനിപ്പോ ഒരു ലോൺ എടുത്തു, 10 ലക്ഷം രൂപയുടെ അസറ്റ് കീപ്പ് ചെയ്തിട്ട് ഞാനിപ്പോ 8 ലക്ഷം രൂപ ലോൺ എടുത്തു. ഞാൻ ഇങ്ങനെ ലോൺ അടയ്ക്കാതിരുന്ന് എന്റെ പലിശ പെരുകി ഇപ്പൊ ബാങ്ക് ഈ പറഞ്ഞ അസറ്റ് റിക്കവർ ചെയ്ത് വെച്ചോ, ഈ 10 ലക്ഷം രൂപയുടെ അസറ്റ് റിക്കവർ ചെയ്താലും ബാങ്കിന് എന്തുണ്ടാവും, നഷ്ടം ഉണ്ടാവും. ബിക്കോസ് അത്രമാത്രം ഇൻട്രസ്റ്റ്, അത്രമാത്രം എമൗണ്ട് പെരുകി കാണും. സോ അതൊക്കെ വരുന്ന അവസ്ഥയാണ് ലോസ് അസറ്റ് എന്ന് പറഞ്ഞാൽ. സോ the answer is B. Next, which of the following systems are presently operated by NPCI? NPC operating system ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. സോ സോറി, ആൻസർ മാറിപ്പോയി. presently not operated by എന്നാണ് ആൻസർ. ആണ് അല്ലെങ്കിൽ ഇത് പറയാം. ഓക്കെ, ഇത് മാറാം. സോ സോറി ചോദിച്ചത് which of the following systems are presently operated by NPCI? NPCI operate ചെയ്യുന്നതൊക്കെ ചോദിച്ചിരിക്കുന്നത്. UPI, it is a system operated by NPA ആണ്. NPA ആണ് ഇത് റെഗുലേറ്റ് ചെയ്യുന്നത്.
UPI, യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്. അത് ഡെവലപ്പ് ചെയ്തത് തന്നെ NPCI ആണ്. NPCI ആണ് ഈ പറഞ്ഞ UPI ഡെവലപ്പ് ചെയ്തത്. ആൻഡ് IMPS, ഇമ്മീഡിയറ്റ് പേയ്മെന്റ് സർവീസ്, ദാറ്റ് ഈസ് ആൾസോ ഡെവലപ്ഡ് ബൈ NPCI. നെഫ്റ്റും RTGS-ഉം RBI ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. നെഫ്റ്റ് ആൻഡ് RTGS ഇത് രണ്ടും ഓപ്പറേറ്റ് ചെയ്യുന്നത് RBI ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആൻസർ മാർക്ക് ചെയ്തത് മാറിപ്പോയതാണ്. ആൻസർ A1 ആൻഡ് 1 അല്ല 2 ഉണ്ട്, അതുപോലെ 4, 2 and 4 ആണ് വരുന്നത്. 2 and 4 ആണ് വരുന്നത്. UPI-യും അതുപോലെ ഇമ്മീഡിയറ്റ് പേയ്മെന്റ് സർവീസും. ഓക്കെ, ഞാനത് ചേഞ്ച് ചെയ്യാം. 2 and 4 ആണ് ആൻസർ വരുന്നത്. A is the right answer. സോറി, നിങ്ങൾ നോക്കണ്ട, ഇവിടെ RBI ആണ് ഉദ്ദേശിച്ചത്. RBI ആയിരുന്നു ഇവിടെ വരേണ്ടത്. RBI ആയിരുന്നെങ്കിൽ ശരിയായതിനെ. സോ മനസ്സിലായോ? അതൊക്കെയാണ് UPI, ഇറ്റ് ഈസ് എ സിസ്റ്റം ഓപ്പറേറ്റഡ് ബൈ NPCI. അതുപോലെ IMPS, ഇമ്മീഡിയറ്റ് പേയ്മെന്റ് സർവീസ്, ദാറ്റ് ഈസ് ആൾസോ ഓപ്പറേറ്റഡ് ബൈ NPCI. നെഫ്റ്റ്, നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ, ഇറ്റ് ഈസ് ഓപ്പറേറ്റഡ് ബൈ RBI. നെഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത് RBI ആണ്. അതുപോലെ RTGS, റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ്, RTGS-ഉം ഓപ്പറേറ്റ് ചെയ്യുന്നത് RBI ആണ്. ഓക്കെ, ഓർത്തിരിക്കുക. So I will correct this. Next, consider the statements regarding capital market in India. ഇന്ത്യയിലെ ക്യാപിറ്റൽ മാർക്കറ്റിനെ പറ്റി സ്റ്റേറ്റ്മെന്റ് ആണ്. SEBI, owned by Government of India, was formed in 1988 as per SEBI Act. തെറ്റാണ്. 1988 രൂപീകരിച്ചു, that is the same, but at the time of formation it was not a statutory body. 1988 SEBI രൂപീകരിക്കുമ്പോൾ SEBI was not at all a statutory body. SEBI ഒരു ഓട്ടോണമസ് ബോഡിയാണ്. SEBIക്ക് നോൺ സ്റ്റാറ്റ്യൂട്ടറി പവർ മാത്രമേ ഉള്ളൂ. വലിയ ഈ പറഞ്ഞ ക്യാപിറ്റൽ മാർക്കറ്റിലെ ഒരു കീ റെഗുലേറ്റർ ആയിട്ടോ അല്ലെങ്കിൽ വലിയൊരു നോംസ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിലോ SEBIക്ക് പവർ ഇല്ലായിരുന്നു. SEBI was formed as a non statutory body in 1988. 92-ൽ പിന്നെ SEBI എന്ത് ചെയ്തു? സ്റ്റാറ്റ്യൂട്ടറി ആയി. പിന്നെ ലേറ്റർ കൺവേർട്ട് ചെയ്യുകയാണ്. സോ 1992 ഒരു സ്കാം ഉണ്ടായിരുന്നു, നിങ്ങൾ കേട്ട് കാണും. 1992 ഹർഷത് മേത്ത സ്കാം. 1992 ഹർഷത് മേത്ത സ്കാം. അതിനുശേഷമാണ് നമ്മുടെ SEBI, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അതിന് സ്റ്റാറ്റ്യൂട്ടറി ബാക്കിംഗ് പിന്നെ ഗവൺമെന്റ് നൽകുന്നത്. ആൻഡ് ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. ഇതുകൊണ്ടാണ് തെറ്റ്. SEBI ആക്ട് പ്രകാരമല്ല രൂപീകരിക്കുന്നത്, നേരെ മറിച്ച് ഗവൺമെന്റിന്റെ ക്യാബിനറ്റ് ഡിസിഷൻ പ്രകാരമാണ് 1988 രൂപീകരിക്കുന്നത് ആസ് എ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. The second statement, SEBI is quasi-legislative and quasi-judicial body which can draft regulations, conduct inquiries, pass rulings and impose penalties. ശരിയാണ്. SEBI ഒരു ക്വാസി ലെജിസ്ലേറ്റീവ്, കാരണം നിയമം ഉണ്ടാക്കാൻ പറ്റും, അതുപോലെ ഈ പറഞ്ഞ ഡിഫോൾട്ടേഴ്സിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നവർക്കെതിരെ നടപടി എടുക്കാനുള്ള പവറുണ്ട്. ജുഡീഷ്യൽ പവറും ലെജിസ്ലേറ്റീവ് പവറും അതുപോലെ ഒരു ജുഡീഷ്യൽ പവറും ഈ പറഞ്ഞ SEBIക്കുണ്ട്. ക്വാസി ലെജിസ്ലേറ്റീവ്, ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. റെഗുലേഷൻസ് ഉണ്ടാക്കാം, അതുപോലെ ഈ പറഞ്ഞ തെറ്റുകൾക്കെതിരെ, ഡിഫോൾട്ടേഴ്സിനെതിരെയോ അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്നവർക്കെതിരെ പെനാൽറ്റീസ് എടുക്കാനായിട്ടും SEBIക്ക് കഴിയുന്നതാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. Securities Appellate Tribunal is a statutory body established to protect interests of entities that feel aggrieved by SEBI decisions. So 1992 SEBI ആക്ട് പ്രകാരം രൂപീകരിച്ച ഒരു ട്രിബ്യൂണലാണിത്. SEBI എടുത്ത തീരുമാനം, SEBI എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തപ്പോൾ ആ തീരുമാനത്തിനെതിരെ അഗ്രീഡ് പേഴ്സണ്, ആ ബാധിക്കപ്പെട്ട വ്യക്തികൾക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ട്രിബ്യൂണലാണ് SAT, സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രിബ്യൂണൽ. ആൻഡ് SATന്റെ തീരുമാനവും ഒരാൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ they can approach സുപ്രീം കോർട്ട്. സോ SAT ആണ് ഈ പറഞ്ഞ SEBIയുടെ ഡിസിഷൻസിനെ ആദ്യമേ മോണിറ്റർ ചെയ്യുന്നത്. ആദ്യം they need to go to SAT and after that SATന്റെ തീരുമാനവും അവർക്ക് എന്താ അഭികാമ്യമല്ലെങ്കിൽ they can approach സുപ്രീം കോർട്ട്. So 2 and 3 are correct. So D is the right answer. അടുത്തത്, which of the following best explains about unconventional monetary policy tool which involves printing large sums of money and distributing it to the people to stimulate the economy during a recession or when interest rate falls to zero. ഇത് കഴിഞ്ഞ വർഷം വാർത്ത വന്നൊരു ടേമാണ്. നമ്മുടെ കോവിഡ്-19 ബന്ധപ്പെട്ട് കോവിഡ്-19 പാൻഡമിക് വന്നപ്പോൾ ആ സമയത്ത് ചർച്ച ചെയ്യപ്പെട്ട ഒരു ടേം ആയിരുന്നു
എന്താണിത്? നമ്മുടെ RBI അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക്, ഒരു രാജ്യത്തിന്റെ സെൻട്രൽ ബാങ്ക് കുറെ പൈസ എന്ത് ചെയ്യുക? പ്രിന്റ് ചെയ്യുക, എന്നിട്ട് ആളുകളുടെ കയ്യിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. നമ്മുടെ മണി ഹിസ്റ്റ് കണ്ടിട്ടുണ്ടോ? മണി ഹിസ്റ്റിനകത്ത് ഈ പറഞ്ഞ പൈസ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പോലെ കുറെ പൈസ പ്രിന്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? അത് ആളുകളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതാണ് ഈ കൺസെപ്റ്റ്. ഈ പറഞ്ഞ കിട്ടുന്ന ആളുകൾ, പൈസ കിട്ടുന്ന ആളുകൾ എന്ത് ചെയ്യണ്ട? ഗവൺമെന്റ് തിരിച്ചു കൊടുക്കണ്ട. ദർ ഇസ് നോ ലയബിലിറ്റി ടു റീപേ ദ എമൗണ്ട്. അവർക്ക് എന്ത് ചെയ്യാം? കീപ്പ് ചെയ്യാം. ദേ ക്യാൻ ഹാവ് ഓൺ ദെയർ ഓൺ. സോ ഇതിന് പറയുന്നതാണ് ഹെലികോപ്റ്റർ മണി. ഈ ഒരു കൺസെപ്റ്റ് പറയുന്നതാണ് ഹെലികോപ്റ്റർ മണി. ഓക്കെ. ഇനിയും ഫിഡ്യൂഷ്യറി മണി എന്ന് പറഞ്ഞാൽ ദ മണി വിച്ച് ഈസ് അക്സെപ്റ്റഡ് ഡ്യൂ ടു മ്യൂച്വൽ ട്രസ്റ്റ് ബിറ്റ്വീൻ പാർട്ടീസ്. ഇതാണ് ചെക്ക്, ഡിമാൻഡ് ഡ്രാഫ്റ്റ്. ഇതിനൊക്കെ പറയുന്നതാണ് ഫിഡ്യൂഷ്യറി മണി. രണ്ടുപേരുടെ വിശ്വാസം മൂലം അക്സെപ്റ്റ് ചെയ്യുന്ന, ഇപ്പൊ ചെക്ക് ആയാലും DD ആയാലും, ഇറ്റ് ഈസ് അക്സെപ്റ്റഡ് ബിക്കോസ് ഓഫ് ട്രസ്റ്റ് ബിറ്റ്വീൻ ടു പാർട്ടീസ്. അതാണ് ഫിഡ്യൂഷ്യറി മണി. കമ്മ്യൂണിറ്റി മണി എന്ന് വെച്ചാൽ വിച്ച് ഇസ് ഇൻട്രസ്റ്റിംഗ് വാല്യൂ ഓൺ ദെയർ ഓൺ. ഇപ്പൊ ഗോൾഡ്, സിൽവർ കോയിൻസ്, കോപ്പർ കോയിൻസ്, പണ്ടുണ്ടായിരുന്ന ഗോൾഡ് കോയിൻസ് ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ എന്താണ്? അതിന് സ്വമേധ ഒരു വാല്യൂ ഉണ്ട്. ഗോൾഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഹാസ് എ വാല്യൂ ഓഫ് ഇറ്റ്സ് ഓൺ. അതാണ് കമ്മ്യൂണിറ്റി മണി എന്ന് പറഞ്ഞാൽ. ആൻഡ് ഈ ഹെലികോപ്റ്റർ മണി എന്ന ടേം കോയിൻ ചെയ്തത് മിൽട്ടൺ ഫ്രിഡ്മാൻ ആണ്. അത് പറഞ്ഞിരിക്കുക. മിൽട്ടൺ ഫ്രിഡ്മാൻ ആണ് ഈ പറഞ്ഞ ഹെലികോപ്റ്റർ മണി എന്ന കോയിൻ ടേം ചെയ്തത്. And next is consider the following statements regarding bonds and associated countries. Dim sum bonds, yuan dominated bond issued in Chinese mainland. തെറ്റാണ്. It is a renminbi, Chinese currency ആയ renminbi dominated bond issued in Hong Kong ആണ്. ഹോങ്കോങ്ങിൽ ഇഷ്യൂ ചെയ്യുന്ന ഒരു ബോണ്ട് ആണ് dim sum. The first statement is wrong. Then next is samurai bond. Samurai bond, yen dominated bond issued in Japan. ശരിയാണ്. Second statement is correct. And Yankee bond, it is issued in USA ആണ്. UK അല്ല, USA ആണ്. ഡോളർ denominated ആണ്. ഈ പറഞ്ഞ യാങ്കി ഡോളർ denominated bond issued in USA ആണ്. It is not UK. Okay. So answer 2 only. അതുപോലെ പാണ്ട ബോണ്ട് ഉണ്ട്. പാണ്ട ബോണ്ട് ചൈന ഇഷ്യൂ ചെയ്യുന്നതാണ്. ചൈനയിൽ ഇഷ്യൂ ചെയ്യപ്പെടുന്ന ചൈനീസ് കറൻസി യെനിൽ ഡിനോമിനേറ്റ് ചെയ്യുന്ന ഒരു ബോണ്ടാണ് പാണ്ട ബോണ്ട്. അത് പറഞ്ഞു. Next, consider the statements regarding velocity of money. It is the average number of times money passes from one hand to another during given time period. ശരിയാണ്. നമ്മുടെ കറൻസി സർക്കുലേഷൻ അല്ലെങ്കിൽ കറൻസി അതിന്റെ ഒരു ഫ്ലോ ആണ് ഉദ്ദേശിക്കുന്നത്. വെലോസിറ്റി ഓഫ് മണി is the average number of times money passes from one hand to another during given time period. So this is the definition of velocity of money. And if there is low financial inclusion, the velocity of money is low. ശരിയാണ്. വെലോസിറ്റി ഓഫ് മണി അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട്. ഉദാഹരണം ബാങ്കിങ് ഹാബിറ്റ്സ്. ഒരു കൺട്രിയിലെ ആളുകളുടെ ബാങ്കിങ് ഹാബിറ്റ്സ് അത് വെലോസിറ്റി ഓഫ് മണീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറാണ്. ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയറിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു റിഗാർഡിംഗ് ദിസ് വെലോസിറ്റി ഓഫ് മണി. സോ ബാങ്കിങ് ഹാബിറ്റ്സ് ഓഫ് പീപ്പിൾ വിൽ ഇൻഫ്ലുവൻസ്, അത് ഇൻക്രീസ് ചെയ്യും. ഇപ്പം വെലോസിറ്റി ഓഫ് മണി ഇൻക്രീസ് ചെയ്യും വെൻ ദർ ഈസ് ബാങ്കിങ് ഹാബിറ്റ്സ്, ഇൻക്രീസ് ബാങ്ക് ഹാബിറ്റ്സ് അബൌട്ട് ദ പീപ്പിൾ. സോ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ കുറവാണെങ്കിൽ, when there is low financial inclusion, which means the banking habits are less. ആളുകളുടെ കയ്യിലുള്ള ബാങ്കിങ് ഹാബിറ്റ്സ് കുറവാണ്. അതുകൊണ്ട് തന്നെ വെലോസിറ്റി ഓഫ് മണി കുറവായിരിക്കും. അതുകൂടാതെ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ, ഒരു കൺട്രിയിലെ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ, റിച്ച് പുവർ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, അതുപോലെ ബൂം പീരീഡ്, നമ്മുടെ എക്കണോമിയിൽ ബൂമാണോ സ്ലോ ഡൗൺ ആണോ, ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? വെലോസിറ്റി ഓഫ് മണീനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറാണ്. ഇൻകം ഡിസ്ട്രിബ്യൂഷൻ പറയുമ്പോൾ ഇപ്പോ റിച്ചിന് അല്ലെങ്കിൽ പുവറിന് കൂടുതൽ പൈസ കിട്ടുമെന്ന് വെച്ചോ. പുവർ പീപ്പിളിന് കൂടുതൽ പൈസ കിട്ടുവാണെങ്കിൽ ഇവർ എന്ത് ചെയ്യും? ദേ ഡു നോട്ട് സേവ്. അവർ സേവ് ചെയ്യുന്നേക്കാൾ എന്ത് ചെയ്യും? പാവപ്പെട്ട ആളുകൾ അവർ കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ നോക്കുന്നത്. ഈ പറഞ്ഞ റിച്ച് ഒക്കെ ആകുമ്പോഴാണ് അവർ ഈ സേവിങ്സിനെ കൂടുതൽ വരുന്നത്. പുവർ പീപ്പിൾ ഒക്കെ ആണെങ്കിൽ ടെൻഡൻസി എന്ന് വെച്ചാൽ എന്താ? ടു സ്പെൻഡ് ദ മണിയാണ്. സോ ഈ പറഞ്ഞ ഇൻകം ഡിസ്ട്രിബ്യൂഷനകത്ത് കുറവാണെങ്കിൽ, അല്ലെങ്കിൽ പുവറിന് കൂടുതൽ പൈസ കിട്ടുവാണെങ്കിൽ കൂടുതൽ പൈസ മാർക്കറ്റിലേക്ക് ഇറങ്ങും. സോ വെലോസിറ്റി ഓഫ് മണി ഇൻക്രീസ് ചെയ്യും. ബൂം പീരീഡ് ആണെങ്കിലും കൂടുതൽ പൈസ മാർക്കറ്റിലേക്ക് ഇറങ്ങും. സോ വെലോസിറ്റി ഓഫ് മണി ഇൻക്രീസ് ചെയ്യും. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ആണെങ്കിലും ബാങ്ക് ഹാബിറ്റ്സ് കൂടുന്നു. സോ പൈസ കൂടുതൽ മാർക്കറ്റിലേക്ക് ഇറങ്ങാം, ഓർഗനൈസ്ഡ് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നു. അപ്പൊ എന്ത് വരുന്നു? ഈ പറഞ്ഞ വെലോസിറ്റി ഓഫ് മണി ഇൻക്രീസ് ചെയ്യും. സോ ആൻസർ സി ആണ്, ബോത്ത് 1 and 2. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ലിങ്കിങ് ഓൾ ദ ATMs ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ATMs നെല്ലാം ലിങ്ക് ചെയ്യുന്ന ബോഡി ഏതെന്നാണ് ചോദ്യം. ആൻഡ് ദ ആൻസർ ഈസ്
NFS ആണ് അണ്ടർ NPCI. NPCIയുടെ കീഴിലുള്ള നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, NPCIയുടെ കീഴിലുള്ള നാഷണൽ ഫിനാൻഷ്യൽ സ്വിച്ച്, അതാണ് ഇന്ത്യയിലെ ATM ലിങ്ക് ചെയ്യുന്ന ബോഡി. സോ നാഷണൽ ഫിനാൻഷ്യൽ സ്വിച്ച് അണ്ടർ NPCI യൂസ് ടു ലിങ്ക് all the ATMs in India. Before that, NFS-ലേക്ക് വരുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ RBIയുടെ കീഴിൽ ഒരു ബോഡി ഉണ്ടായിരുന്നു, അതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെവലപ്മെന്റ് ആൻഡ് റിസർച്ച് ഇൻ ബാങ്കിങ് ടെക്നോളജി. സോ IDRBT എന്നൊരു ബോഡി ഉണ്ടായിരുന്നു, ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെവലപ്മെന്റ് ആൻഡ് റിസർച്ച് ഇൻ ബാങ്കിങ് ടെക്നോളജി. ഇറ്റ് വാസ് എ ബോഡി അണ്ടർ RBI ബിഫോർ NPCI. NPCIക്ക് മുന്നേ നമ്മുടെ ഇന്ത്യയിലെ ATM ലിങ്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ IDRBT ആണ്. ഓക്കെ, സോ 25th question. Consider the following statements regarding LCR, liquidity coverage ratio. It is the minimum required high liquidity assets that the bank must hold to allow them to survive a liquidity stress for 90 days. So, ഇവിടെ വരെ ശരിയാണ്. ഈ ഡേയ്സ് തെറ്റാണ്. These 30 days ആണ്. നമ്മുടെ ബേസൽ നോംസ് 3 പ്രകാരം ഒരു ബാങ്ക് ലിക്വിഡിറ്റി കൺസ്ട്രെയിന്റ് ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു ബാങ്കിന്റെ ലിക്വിഡിറ്റി ഷോക്ക് ഉണ്ടാകുമ്പോൾ ആ ബാങ്ക് സസ്റ്റെയിൻ ചെയ്യണം. അതിനുവേണ്ടി ബേസൽ നോംസ് സജസ്റ്റ് ചെയ്ത ഒരു റേഷ്യോ ആണ് ലിക്വിഡിറ്റി കവറേജ് റേഷ്യോ, വിച്ച് മീൻസ് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഹൈ ക്വാളിറ്റി ലിക്വിഡ് അസറ്റ്സ് ഇൻ ദ ബാങ്ക് ഡിവൈഡഡ് ബൈ ടോട്ടൽ ക്യാഷ് ഔട്ട്ഫ്ലോ ഓവർ എ ഗിവൻ പീരീഡ്. എന്താണ്? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് high quality liquid assets that the bank need to keep by total net cash outflows in the given period. Outflows വെച്ചാൽ എന്താ? ബാങ്കിൽ നിന്ന് പുറത്തു വന്ന പൈസ. High quality liquid assets എന്ന് വെച്ചാൽ high quality liquid assets എന്ന് വെച്ചാൽ those assets which can be easily converted into cash or currency without any loss. നമുക്ക് high quality liquid assets എന്ന് പറഞ്ഞാൽ it is an asset, ഒരു asset ആണ് which can be easily converted into currency or cash. നമുക്ക് ക്യാഷ് ആയിട്ട് പെട്ടെന്ന് തന്നെ കൺവേർട്ട് ചെയ്യാൻ പറ്റണം വിത്തൗട്ട് എനി ലോസ്. വലിയ വാല്യൂവിൽ വലിയ കുറവില്ലാതെ, വാല്യൂവിൽ വിത്തൗട്ട് എനി സിഗ്നിഫിക്കന്റ് ലോസ് ഇൻ ദ വാല്യൂ, ദിസ് അസറ്റ് ക്യാൻ ബി ഈസിലി കൺവേർട്ടഡ് ഇൻറ്റു ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റണം. അതാണ് ഹൈ ക്വാളിറ്റി ലിക്വിഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ. എക്സാമ്പിൾ പറയുമ്പോൾ ഗോൾഡ്, അതുപോലെ ഹൈ റേറ്റഡ് കോർപ്പറേറ്റ് ബോൺസ്, കോർപ്പറേറ്റുകളുടെ ഹൈ റേറ്റഡ് ബോൺസ്, അതുപോലെ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് പറയാം, അതുപോലെ ലിക്വിഡ് ക്യാഷ്, അതൊക്കെ എന്താണ്? ഈ പറഞ്ഞ ഹൈ ക്വാളിറ്റി ലിക്വിഡ് അസറ്റ്സ് ആണ്. അതുപോലെ SLR കീപ്പ് ചെയ്യുന്ന സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡ് റേഷ്യോ ഇല്ലേ, SLR കീപ്പ് ചെയ്യുന്ന ഗവൺമെന്റ് സെക്യൂരിറ്റി, SLR പുറത്ത് കീപ്പ് ചെയ്യുന്ന ഗവൺമെന്റ് സെക്യൂരിറ്റി, ഇതെല്ലാം നമുക്ക് ഈ പറഞ്ഞ ഹൈ ക്വാളിറ്റി ലിക്വിഡ് അസറ്റ് എന്ന് പറയാം. പറഞ്ഞു വെച്ചാൽ ഈ പറഞ്ഞ ഹൈ ക്വാളിറ്റി ലിക്വിഡ് അസറ്റ് ഒരു ബാങ്ക് കീപ്പ് ചെയ്തിരിക്കണം in order to survive a liquidity shock for 30 days. 30 ദിവസം, ഒരു മാസം എന്റെ ലിക്വിഡിറ്റി ഷോക്ക് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ അതിജീവിക്കാനായിട്ട് ബാങ്ക് കീപ്പ് ചെയ്യേണ്ട ഹൈ ക്വാളിറ്റി ലിക്വിഡ് അസറ്റ്, അതാണ് ലിക്വിഡിറ്റി കവറേജ് റേഷ്യോ. ആ ഇക്വേഷൻ ആണ് ഞാനിപ്പോൾ പരിചയത്. LCR is the ratio of high quality liquid asset to the total cash outflows in a bank during a given period. Okay, so ഈ ഡേയ്സ് 90 അല്ല, it is 30 ആണ്. So 2 only is the right answer. So ഒരു ബ്രേക്ക് എടുത്തോട്ടെ, ഒരു 2 മിനിറ്റ് ബ്രേക്ക് എടുത്തോട്ടെ. 2 അല്ല, ഒരു 5 മിനിറ്റ്. Can I take a break for 5 minutes? കാരണം സ്ട്രെയിൻ ആണ്, കാരണം എനിക്ക് ആ ഒരു സംസാരിച്ചപ്പം ഉണ്ടാക്കി എടുക്കുന്നത്. ഓക്കെ, സോ ഒരു ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ്. നമുക്ക് ഇപ്പം സമയം 15:56, 4:01 തുടങ്ങാം. ഓക്കെ, so shall we start? So നമ്മൾ 25th question ആണ് ഡിസ്കസ് ചെയ്തത്, and it was about liquidity coverage ratio. The next question is, which of the following is or are incorrect regarding Operation Twist, which was recently undertaken by RBI. So നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കഴിഞ്ഞ 2019 തൊട്ട് ഇടയ്ക്കിടയ്ക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ ട്വിസ്റ്റ്. ആൻഡ് ഇതിനെ പറ്റിയുള്ള ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിക്കുന്നത്. So the first statement, it is a program of quantitative easing
used by RBI, which was first introduced by Federal Reserve of US in 1961. ശരിയാണ്. ഇത് ആദ്യമായിട്ട് ഒരു സിസ്റ്റം, ഓപ്പറേഷൻ ട്വിസ്റ്റ് എന്ന സിസ്റ്റം ആദ്യമായിട്ട് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് US-ലാണ്. ആൻഡ് നമ്മുടെ RBI 2019 ഡിസംബറിലാണ് ആദ്യമായിട്ട് ഇത് കൊണ്ടുവരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കഴിഞ്ഞ വർഷം ഇടയ്ക്കിടയ്ക്ക് ഈ പറഞ്ഞ ഓപ്പറേഷൻ ട്വിസ്റ്റ് ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓപ്പറേഷൻ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ RBI-യുടെ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യും. സോ വി ക്യാൻ സി ദ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ under option twist, RBI does the simultaneous buying and selling of government securities. That is correct. ശരിയാണ്. ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും RBI ചെയ്യുന്നുണ്ട്. So the second statement is also correct. The purpose of option twist is to bring down the interest rate of shorter government securities. No, shorter government securities അല്ല, നേരെ മറിച്ച് ലോങ് ടേം ഗവൺമെന്റ് സെക്യൂരിറ്റീസിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ചെയ്യാം, കുറയ്ക്കുക. That is the main purpose of the operation twist. And under operation twist, the yield of shorter securities is supposed to increase. അത് ശരിയാണ്. സോ നോക്കുകയാണെങ്കിൽ നമ്മുടെ RBI ലോങ് ടേം സെക്യൂരിറ്റീസ് വാങ്ങുകയും അതുപോലെ ഷോർട്ട് ടേം സെക്യൂരിറ്റീസ് വിൽക്കുകയും ചെയ്യും. ഇപ്പം 1000 കോടിയുടെ അത് നടത്തിയപ്പോൾ ആദ്യം RBI ഈ പറഞ്ഞ ഓപ്പറേഷൻ ട്വിസ്റ്റ് നടത്തിയപ്പോൾ 10,000 കോടി വർത്തുള്ള ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഇത് ചെയ്തു, വാങ്ങുകയും അതുപോലെ 10,000 കോടി വർത്തുള്ള ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വിൽക്കുകയും ചെയ്തു. അതിന് ടെൻഡറിലാണ് വ്യത്യാസം. ഇൻ ദ കേസ് ഓഫ് ബൈയിങ്, RBI വാങ്ങുന്നത് എന്താണ്, ലോങ് ടേം സെക്യൂരിറ്റീസ് ആയിരിക്കും. ലോങ് ടേം സെക്യൂരിറ്റീസ് RBI വാങ്ങുന്നു. അതുപോലെ സെൽ ചെയ്യുന്നതോ ഷോർട്ട് ടേം സെക്യൂരിറ്റീസ് ആയിരിക്കും. സോ മാർക്കറ്റിൽ ലോങ് ടേം സെക്യൂരിറ്റീസ് RBI ഇങ്ങനെ വാങ്ങി കഴിയുമ്പോൾ മാർക്കറ്റിൽ ലോങ് ടേമിന് ഇത് കുറയും. സോ ലോങ് ടേം സെക്യൂരിറ്റീസിന്റെ അളവ് കുറയും. സോ ദർ വിൽ ബി മോർ ഡിമാൻഡ്. അങ്ങനെ വരുമ്പോൾ ഈൽഡ് പ്രൈസ് ഈ പറഞ്ഞ ലോങ് ടേം സെക്യൂരിറ്റീസിന്റെ ഡിക്രീസ് ചെയ്യും. അതുവഴി ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് ലോങ് ടേം സെക്യൂരിറ്റി കുറയുന്നു. അതുവഴി ഇൻട്രസ്റ്റ് റേറ്റ് ലോങ് ടേം ലോൺസ് കുറയ്ക്കാനായിട്ട് RBI ശ്രമിക്കുന്നു. എന്താണ്, ലോങ് ടേം സെക്യൂരിറ്റി RBI വാങ്ങുന്നു. ലോങ് ടേം സെക്യൂരിറ്റി RBI വാങ്ങുമ്പോൾ മാർക്കറ്റിൽ ദ അവൈലബിലിറ്റി ഓഫ് ലോങ് ടേം സെക്യൂരിറ്റി വിൽ ബി റെഡ്യൂസ്ഡ്. ലോങ് ടേം സെക്യൂരിറ്റീസ് അവൈലബിലിറ്റി കുറയും. അങ്ങനെ കുറയുമ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ലോങ് ടേം സെക്യൂരിറ്റിയുടെ പൈസ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഇപ്പൊ 100 രൂപയുടെ ലോങ് ടേം സെക്യൂരിറ്റി ആണെങ്കിൽ അത് 105 രൂപയാവും. അങ്ങനെ വരുമ്പോൾ അതിന്റെ ഈൽഡ് ഇപ്പം 105 രൂപയുടെ സെക്യൂരിറ്റി അല്ലെങ്കിൽ 100 രൂപയുടെ സെക്യൂരിറ്റി അത് മെച്യൂരിറ്റി ടൈം പീരീഡിൽ 110 ആയിരിക്കും കിട്ടുന്നത്. സോ ബിക്കോസ് ഓഫ് ദിസ് ഡിമാൻഡ് ലോങ് ടേം സെക്യൂരിറ്റിയുടെ പൈസ 100 എന്നുള്ളത് 105 ആയി. 105 ആകുമ്പോൾ ഈൽഡ് എത്ര കിട്ടത്തുള്ളൂ, 110 ഉള്ളൂ. കാരണം ഓൾറെഡി ഗവൺമെന്റ് പ്രോമിസ് ചെയ്ത സെക്യൂരിറ്റി ആയിരിക്കും. 5 രൂപ മാത്രമാണ് കിട്ടുന്നത്. സോ ഇൻട്രസ്റ്റ് റേറ്റ് ഓൺ ലോങ് ടേം സെക്യൂരിറ്റി അവിടെ എന്താണ്, കുറയുവാണ്. ലോങ് ടേം സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നു. ഇതുവഴി RBI എയിം ചെയ്യുന്നത് ടു റെഡ്യൂസ് ദ ഇൻട്രസ്റ്റ് റേറ്റ് ഓൺ ലോങ് ടേം ലോൺസ്. നമ്മുടെ ലോങ് ടേം പീരീഡിലേക്ക് നമ്മൾ എടുക്കുന്ന കാർ ലോൺ, ഹൗസിംഗ് ലോൺ പോലുള്ള ലോണുകളുടെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ചെയ്യുക, കുറയുക. അതാണ് RBI മെയിൻലി എയിം ചെയ്തത്. അതുപോലെ ഷോർട്ട് സെക്യൂരിറ്റി പമ്പ് ചെയ്യുമ്പോൾ, ഷോർട്ട് സെക്യൂരിറ്റി RBI വിൽക്കുമ്പോൾ മാർക്കറ്റിൽ ഷോർട്ട് സെക്യൂരിറ്റിയുടെ അവൈലബിലിറ്റി ഇൻക്രീസ് ചെയ്യും. സോ ഡിമാൻഡ് കുറയും, ഈൽഡ് കൂടും. ഈൽഡ് എന്ത് ചെയ്യുന്നു, ഇതിന്റെ കൂടുന്നു. സോ അതാണ് ഈ പറഞ്ഞ ഓപ്പറേഷൻ ട്വിസ്റ്റിൽ നടക്കാൻ പോകുന്നത്. സോ ഇപ്പൊ ഷോർട്ട് ടേം ലോണുകളുടെ ചെറുകിട അല്ലെങ്കിൽ ഷോർട്ട് ടൈം പീരീഡിലുള്ള ലോണുകളുടെ പലിശ നിരക്ക് ഉയരുകയും ലോങ് ടൈം പീരീഡിലുള്ള ലോണുകളുടെ പലിശ നിരക്ക് കുറയ്ക്കാനുമാണ് RBI ഈ പറഞ്ഞ ഓപ്പറേഷൻ ട്വിസ്റ്റ് വഴി ശ്രമിക്കുന്നത്. സോ ദ സ്റ്റേറ്റ്മെന്റ് C is the right answer. It is the incorrect statement in the question. Next is 27. With reference to Indian economy, consider the following statements. Treasury bills are used by state and central government. തെറ്റാണ്. ട്രഷറി ബില്ല് സ്റ്റേറ്റ് ഗവൺമെന്റ് യൂസ് ചെയ്യുന്നില്ല, നേരെ മറിച്ച് സെൻട്രൽ ഗവൺമെന്റ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദർ ആർ 3 types of treasury bills. ഏതൊക്കെയുള്ളത്, 91 day, 152 ദിവസം, അതുപോലെ 364 day. സോ 91 day ട്രഷറി ബിൽ ഉണ്ട്, 182 day ട്രഷറി ബിൽ ഉണ്ട്, അതുപോലെ 364 day ട്രഷറി ബിൽ ഉണ്ട്. These are the 3 types of treasury bills issued by the central government to maintain the short-term liquidity requirement. So first statement തെറ്റാണ്. അതുപോലെ second statement, the cash management bill generally have a maturity less than 1 year.
തെറ്റാണ്. സോ ക്യാഷ് മാനേജ്മെന്റ് ബില്ലിന് മെച്യൂരിറ്റി ലെസ് ദാൻ 91 ഡേ ആയിരിക്കും. ഇത് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. വളരെ കുറച്ച് ടൈം പീരീഡിലേക്ക് RBIക്ക് പൈസയ്ക്ക് ആവശ്യം വരുമ്പോൾ, ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ RBIക്ക് പൈസയ്ക്ക് ആവശ്യം വരുമ്പോൾ RBI വളരെ ഷോർട്ട് ടൈം പീരീഡിലേക്ക് ഗവൺമെന്റിന്, RBI അല്ല, ഗവൺമെന്റിന് പൈസയ്ക്ക് ആവശ്യം വരുമ്പോൾ ഗവൺമെന്റ് യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ട്രഷറി ബിൽ എന്ന് പറയുവാണെങ്കിൽ ടൈപ്പ് ഓഫ് ബില്ലാണ്, സെക്യൂരിറ്റി ആണ് ക്യാഷ് മാനേജ്മെന്റ് ബിൽ. ആൻഡ് ദ മെച്യൂരിറ്റി ഓഫ് ദീസ് ബിൽ ആർ ജനറലി ലെസ് ദാൻ 91 ഡേ ആണ്. അതുപോലെ ദ തേർഡ്, കൊമേഴ്ഷ്യൽ പേപ്പർ is an unsecured money market instrument issued in the form of promissory note, especially by corporate bodies. നമ്മുടെ കോർപ്പറേറ്റ് കമ്പനീസ് ഒക്കെയാണ് പ്രധാനമായും കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യുന്നത്. അൺസെക്യൂർഡ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. സോ ദ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. സോ ദ ആൻസർ വിൽ ബി സി. സി ആണ് ശരി ഉത്തരം. 1 ഉം 2 ഉം തെറ്റാണ്. And 20th question, consider the statement regarding domestic systemically important insurers. So DSIIS are perceived as insurers that are too big or too important to fail, which are identified by RBI everywhere. No, RBI identify the domestic systemically important insurers in identify the, it is Insurance Regulatory Development Authority ആണ്, IRDA ആണ്. Insurance Regulatory Development Authority ആണ് ഈ പറഞ്ഞ ഡൊമസ്റ്റിക് സിസ്റ്റമിക് ഇമ്പോർട്ടൻറ്റ് ഇൻഷുറൻസിനെ എന്താണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇറ്റ് ഇസ് നോട്ട് RBI. അതുപോലെ LIC and General Insurance Company, General Insurance of India are the only two insurers. തെറ്റാണ്. LICയും GICയും അതുകൂടാതെ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി, ഇവർ മൂന്ന് പേരുണ്ട്. There are 3 members in the domestic systemically important insurance. 3 പേരുണ്ട്. LIC, അതുപോലെ GIC, അതുപോലെ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി. So answer 1 ഉം 2 ഉം തെറ്റാണ്. Both the statements are wrong. D, neither 1 nor 2. Next, consider the following situations. Increase in the inflow of foreign investment, increase in the interest rate, increase in the import. Which of the following situations will lead to appreciation of Indian rupee with respect to another country? Appreciation of Indian rupee ഉണ്ടാവണമെങ്കിൽ എന്തുണ്ടാവണം? There will be less demand for foreign currency. Foreign currencyക്കുള്ള ഡിമാൻഡ് എന്ത് ചെയ്യണം? കുറയണം. Foreign currencyക്കുള്ള ഡിമാൻഡ് കൂടുവാണെങ്കിൽ we need to convert our rupee into that foreign currency. ഇപ്പം ഡോളറിന് ഡിമാൻഡ് കൂടുമെന്ന് വെച്ചോ, ഡോളറിന് ഡിമാൻഡ് കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മുടെ കയ്യിലുള്ള റുപ്പീസ് we need to convert that rupees into dollar in order to maintain the demand. ആ ഡിമാൻഡ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് in order to maintain the demand നമ്മുടെ കയ്യിലുള്ള റുപ്പീസ് കൺവേർട്ട് ചെയ്തിട്ട് ഡോളർ ആക്കേണ്ടി വരുന്നു. സോ ഈ പറഞ്ഞ കേസിൽ എന്താ ചോദിച്ചേക്കുന്നത്? വിച്ച് ഓഫ് ദ സിറ്റുവേഷൻസ് ലീഡ് ടു അപ്രീസിയേഷൻ എന്ന് ചോദിച്ചാൽ ഏതൊക്കെ രീതിയിലായിരിക്കാം ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം ഇൻക്രീസ് ചെയ്യുന്നത്, അപ്രീഷിയേറ്റ് ചെയ്യുന്നത്? സോ ഈ പറഞ്ഞ കേസിൽ ഡിമാൻഡ് ഫോർ ഫോറിൻ കറൻസി വിൽ ബി മിനിമൽ ആയിരിക്കണം. സോ ഫസ്റ്റ് കേസിൽ ഇൻക്രീസ് ഇൻ ദ ഇൻഫ്ലോ ഓഫ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്. ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിലേക്ക് വരുമെന്ന് വെച്ചോ, വിദേശത്തുള്ള കമ്പനി ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ ദേ വിൽ ബി പമ്പിങ് ഫോറിൻ കറൻസി ഇൻ ടു ദ സിസ്റ്റം. സോ മാർക്കറ്റിൽ ഫോറിൻ കറൻസി അവൈലബിൾ ആവും. സോ ഡിമാൻഡ് ഫോർ ഫോറിൻ കറൻസി അവിടെ കുറവായിരിക്കും. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വിൽ ലീഡ് ടു ദ അപ്രീസിയേഷൻ ഓഫ് ഇന്ത്യൻ റുപ്പി. സെക്കൻഡ്, ഇൻക്രീസ് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ്. നമ്മുടെ ഇന്ത്യയിലെ പലിശനിരക്ക് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ്, പ്രത്യേകിച്ച് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ്, അറിയാലോ ഇന്ത്യയിലെ ഷെയർ മാർക്കറ്റിലോ അല്ലെങ്കിൽ ഡെറ്റ് മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ്, ദേ വിൽ ഇൻവെസ്റ്റ് ഇൻ ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സ്, ബോണ്ടിലോ അല്ലെങ്കിൽ മറ്റുള്ള ഡെറ്റ് ഇൻസ്ട്രുമെന്റിലൊക്കെ എന്ത് ചെയ്യാം, അവർ ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ഫോറിൻ കറൻസി എന്ത് ചെയ്യും, ഇന്ത്യയിലേക്ക് വരുന്നു. സോ ഡിമാൻഡ് അവിടെ ഉണ്ടാവുന്നില്ല, ഡിമാൻഡ് കുറവാണ്. സോ ഇറ്റ് വിൽ ആൾസോ ലീഡ് ടു അപ്രീസിയേഷൻ ഓഫ് ഇന്ത്യൻ റുപ്പി. ആൻഡ് തേർഡ്, ഇൻക്രീസ് ഇൻ ഇമ്പോർട്ട്. ഇമ്പോർട്ട് കൂടുമെന്ന് വെച്ചോ, ഇഫ് ഇമ്പോർട്ട് ഈസ് ഇൻക്രീസിങ്, ഇമ്പോർട്ട് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം there will be demand for foreign currency. ഇപ്പൊ ഡോളറിനോ അല്ലെങ്കിൽ മറ്റൊരു ഫോറിൻ കറൻസിക്കുള്ള ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. That will lead to depreciation of Indian rupee, not lead to appreciation. Appreciation ഉണ്ടാവുന്ന ഡിപ്രീസിയേഷൻ ഉണ്ടാവുന്നത്. കാരണം എന്താ,
നമ്മുടെ കയ്യിലുള്ള കറൻസി നമ്മൾ കൊടുത്ത് ഡോളർ വാങ്ങേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ രൂപയുടെ മൂല്യം ഇടിയും. ഡോളറിന് ഡിമാൻഡ് കൂടുമ്പോൾ രൂപയുടെ മൂല്യം കുറയുന്നു. സോ 1 and 2 are right answer. So C is the third option. Consider the following statements regarding accommodative monetary policy stance of RBI. So first statement, accommodative monetary policy stance means RBI would either keep the rates constant or increase the rates. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്പാൻഷനിസ്റ്റ് മോണിറ്ററി പോളിസി ഇല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്പാൻഷനിസ്റ്റ് മോണിറ്ററി പോളിസി, അത് തന്നെയാണ് ഈ പറഞ്ഞ അക്കോമഡേറ്റീവ് മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞത്. സോ ആ ഒരു കേസിൽ RBI എന്താ ചെയ്യുന്നത്? RBI വിൽ ട്രൈ ടു റെഡ്യൂസ് ദ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. റേറ്റുകൾ കുറയ്ക്കുകയാണ് എന്ത് ചെയ്യുന്നത്? ടു ഇൻക്രീസ് ദ മണി സപ്ലൈക്ക് വേണ്ടി RBI ചെയ്യുന്നത്. സോ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇൻക്രീസ് ദ ഇൻട്രസ്റ്റ് റേറ്റ് അല്ല, ഇറ്റ് ഈസ് ഡിക്രീസ് ദ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, യൂഷ്വലി ദിസ് പോളിസി is adopted when there are concerns of high inflation. തെറ്റാണ്. ഇപ്പം ഒരു ഹൈ ഇൻഫ്ലേഷൻ ഉള്ള കൺട്രിയിൽ മണി സപ്ലൈ കൂടാനായിട്ട് എന്ത് ചെയ്യത്തില്ല, RBI ശ്രമിക്കത്തില്ല. കാരണം ഓൾറെഡി ദ എക്കണോമി ഈസ് ഫേസിംഗ് ഇൻഫ്ലേഷൻ, വിച്ച് മീൻസ് മണി സപ്ലൈ ഇൻ ദ സിസ്റ്റം ഈസ് ഹൈ. ആ സിസ്റ്റത്തിലേക്ക് വീണ്ടും പൈസ പമ്പ് ചെയ്യുകയാണെങ്കിൽ ഇൻഫ്ലേഷൻ വിൽ ഗോ അപ്പ്. സോ അക്കോമഡേറ്റീവ് സ്റ്റാൻസ് ഇൻഫ്ലേഷൻ സമയത്തല്ല, നേരെ മറിച്ച് when the country is facing a recession or a slowdown, at that time ഈ പറഞ്ഞ അക്കോമഡേറ്റീവ് സ്റ്റാൻസ് RBI യൂസ് ചെയ്യുന്നതായിരിക്കും. സോ neither 1 or 2 is the right answer. ഇത് കൂടാതെ അക്കോമഡേറ്റീവ് സ്റ്റാൻസ് ഉണ്ട്, അതുപോലെ ന്യൂട്രൽ സ്റ്റാൻസ് ഉണ്ട്, അതുപോലെ കാൽക്കുലേറ്റഡ് ടൈറ്റനിങ് സ്റ്റാൻസ് ഉണ്ട്. സോ കാൽക്കുലേറ്റഡ് എന്ന് പറയുമ്പോൾ ദാറ്റ് പോളിസിയിൽ ഈ പറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുകയോ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വെക്കുകയോ ചെയ്യും. ആൻഡ് ഇൻ ഓർഡർ ടു കീപ് ദ ഇൻഫ്ലേഷൻ അണ്ടർ കൺട്രോൾ. ഒരു കൺട്രിയിൽ ഇൻഫ്ലേഷൻ കൂടുകയാണെങ്കിൽ RBI കൂടുതൽ ഒപ്റ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ കാൽക്കുലേറ്റഡ് ടൈറ്റനിങ് സ്റ്റാൻസ് ആണ്. ഇത് കൂടാതെ ഒരു നോൺ സിറ്റുവേഷനുള്ള ഒരു മോണിറ്ററി പോളിസി സ്റ്റാൻസ് ആണ് ന്യൂട്രൽ സ്റ്റാൻസ്. അത് ഡിപ്പെൻഡിങ് ഓൺ ദ അതർ ഇൻഡിക്കേറ്റേഴ്സ്, ഇൻഫ്ലേഷൻ അല്ലാതെ മറ്റ് ഇൻഡിക്കേറ്റേഴ്സ് കൺസിഡർ ചെയ്തിട്ട് RBI എന്ത് ചെയ്യും, ഒന്നുകിൽ കൂട്ടോ കുറയ്ക്കോ RBI ചെയ്യുന്നതായിരിക്കും. അതാണ് ന്യൂട്രൽ സ്റ്റാൻസ്. പ്രധാനമായും 3 എണ്ണമാണ്: അക്കോമഡേറ്റീവ് സ്റ്റാൻസ്, ന്യൂട്രൽ സ്റ്റാൻസ്, കാൽക്കുലേറ്റഡ് ടൈറ്റനിങ് സ്റ്റാൻസ്. So next, consider the recent amendments made in the regulation and functioning of Urban Cooperative Bank. RBI has been given powers over management of UCBs, but cannot supersede the directors of UCB. തെറ്റാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്. കാരണം കഴിഞ്ഞ വർഷമാണ് ഈ പറഞ്ഞ ചേഞ്ച് കൊണ്ടുവരുന്നത്, ഈ പറഞ്ഞ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെ മാനേജ്മെന്റിലോ ചേഞ്ച് കൊണ്ടുവരുന്നത്. ആൻഡ് യു ക്യാൻ സി RBIക്ക് അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെ മാനേജ്മെന്റ് പൂർണ്ണമായും നൽകി. അത് മാത്രമല്ല, ഈ പറഞ്ഞ ബാങ്കുകളുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ സൂപ്പർസൈഡ് ചെയ്യാനായിട്ട് അവരുടെ തീരുമാനത്തിനെല്ലാം മറികടന്നുകൊണ്ട് തീരുമാനം കൈക്കൊള്ളാനും അതിനെ റെഗുലേറ്റ് ചെയ്യാനുള്ള അധികാരം കൂടെ RBIക്ക് ഉണ്ട്. സോ the first statement is wrong because it can supersede the director. The second statement, the priorities of the lending of UCB are to be increased from present 40 to 75. അത് ശരിയാണ്. കാരണം കറന്റ് 2020 ചേഞ്ച് കൊണ്ടുവന്നപ്പം കറന്റ് ഇത് 40%. ഇത് എത്ര ആക്കണം? 75 ആക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ it has to be done in a step by step manner and this has to be achieved by 2024 2024 അച്ചീവ് ചെയ്യേണ്ടത്. ഈ പറഞ്ഞ പ്രയോറിറ്റി സെറ്റ് ലൻഡിംഗ് ടാർഗറ്റ് 40% നിന്ന് 75% ഇൻക്രീസ് ചെയ്യണം ബൈ 2024 എന്നാ പറയുന്നത്. സോ ബോത്ത് 1 and 2 are wrong. സോ ഇൻകറക്റ്റ് ആയി ചോദിച്ചാൽ സോ ബോത്ത് 1 and 2. അടുത്തത്, which is the institution responsible for releasing World Economic Outlook? വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക് റിലീസ് ചെയ്യുന്ന ബോഡി ഏതാണെന്ന് ചോദിച്ചാൽ സിമ്പിൾ ആണ്, IMF ആണ്. സോ വാർത്ത വരുന്നതാണ് IMFന്റെ ഈ പറഞ്ഞ പ്രൊജക്ഷൻസ് ഒക്കെ നമ്മുടെ എക്കണോമിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് പറയുന്ന റിപ്പോർട്ടാണ് വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക്. ഇത് വർഷത്തിൽ 2 വട്ടം റിലീസ് ചെയ്യും. ഏകദേശം ഏപ്രിലും അതുപോലെ ഒക്ടോബർ ഒക്കെ ആകുമ്പോഴാണ് പൊതുവെ റിലീസ് ചെയ്യാറുള്ളത് വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക്. ആൻഡ് കൺസേൺ സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് NABARD. NABARD is now fully owned by Government of India. ശരിയാണ്, ഞാൻ പറഞ്ഞു. സിൻസ് 2019 മുതൽ NABARDന്റെ RBI ഓണർഷിപ്പ് RBI പൂർണ്ണമായും ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് നൽകി. ആൻഡ് സിൻസ് ദെൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈസ് ഫുള്ളി ഓണിംഗ് ദ NABARD. ആൻഡ് ദ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, NABARD can provide recommendations to the RBI on the opening of new branches by state cooperative banks
ആൻഡ് റീജിയണൽ റൂറൽ ബാങ്ക്. സോ ശരിയാണ്, നബാർഡിന് ഈ പറഞ്ഞ RBI റെക്കമെൻഡേഷൻ നൽകുക ഓൺ ഇഷ്യൂയിങ് ദ ലൈസൻസ് അല്ലെങ്കിൽ ഓൺ ഓപ്പണിംഗ് ദ ന്യൂ ബ്രാഞ്ചസ് ഓഫ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് RRB. The second statement is also correct. Both 1 and 2 are correct. Okay. So next, who among the following is the chairman of Financial Stability Development Council? So 2010 എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ബോഡിയാണ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഡെവലപ്മെന്റ് കൗൺസിൽ. ഇത് മെയിൻലി നമ്മുടെ ഇന്ത്യയിലെ റെഗുലേറ്റേഴ്സിനെ ഉൾപ്പെടുത്തിയിട്ട് ഇന്ത്യയിലെ എക്കണോമി റെഗുലേറ്റ് ചെയ്യുന്ന RBI, SEBI, IRDA, പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി ഇവരെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒരു ബോഡിയാണ് ഈ പറഞ്ഞ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഡെവലപ്മെന്റ് കൗൺസിൽ. സോ ഒരു കോർഡിനേറ്റഡ് എഫേർട്ട് വഴി ഇന്ത്യയിലെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്തുക, അതാണ് FSDCയുടെ മെയിൻ ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ. ആൻഡ് ഇറ്റ് ഈസ് ചെയർഡ് ബൈ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആണ്. സോ D is the right answer. It's not governor of RBI also. Members ആണ് ഈ പറഞ്ഞ economic advisor, but he's not chairing. The chairman is Union Finance Minister. Next, consider the following statements regarding NBFCs. So, first statement, all NBFCs are required to follow SLR and CLR norms. തെറ്റാണ്. എല്ലാ NBFCസും SLR CLR norms പാലിക്കേണ്ട ആവശ്യമില്ല. Only those NBFCs which are accepting deposits. So NBFCs in a demand deposit വയ്ക്കാൻ പറ്റില്ല. NBFCs in a cannot accept demand deposit. They can only accept term deposit. ഇപ്പം ഒരു വർഷം അല്ലെങ്കിൽ 6 മാസം അല്ലെങ്കിൽ ഒരു 10 വർഷം എന്നൊക്കെ പറഞ്ഞ ലോങ് പീരീഡിലേക്ക്, ഒരു ടൈം പീരീഡിലേക്ക് അക്സെപ്റ്റ് ചെയ്യുന്ന ഡിപ്പോസിറ്റ് മാത്രമേ NBFCക്ക് വാങ്ങാൻ പറ്റത്തുള്ളൂ. They cannot accept demand deposit. സാധാരണ ബാങ്കിൽ ഇടുന്ന ഓൺ ഡിമാൻഡ് നമ്മൾ വിഡ്രോ ചെയ്യുന്ന ഡിമാൻഡ് ഡിപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യാനുള്ള അധികാരം NBFCക്ക് ഇല്ല. സോ ടേം ഡിപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ടൈം ഡിപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്ന NBFCകൾ മാത്രമാണ് SLR CR നോംസ് ഫോളോ ചെയ്യേണ്ടത്. ആൻഡ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അതുകൊണ്ട് തന്നെ തെറ്റാണ്. ആൻഡ് ദ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, deposits in NBFC are not insured by DACGC. ശരിയാണ്. സോ നമ്മുടെ DACGC പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഡിപ്പോസിറ്റ് ഇൻഷുറൻസ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻസ്? നമ്മളിപ്പോ ഒരു ബാങ്കിൽ പൈസ ഡിപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് ഇൻഷുറൻസ് നൽകുന്ന, നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യുന്ന പൈസയ്ക്ക് ഇൻഷുറൻസ് നൽകുന്ന ഒരു ബോഡിയാണ് DACGC. ആൻഡ് ഇസ് എ സബ്സിഡറി ഓഫ് RBI. RBIയുടെ ഒരു സബ്സിഡറി ബോഡിയാണ് ഡിപ്പോസിറ്റ് ഇൻഷുറൻസ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ. സോ DACGC will provide insurance to the amount which is kept under banks only. ബാങ്കിൽ കീപ്പ് ചെയ്യുന്ന ഡിപ്പോസിറ്റിന് മാത്രമേ DACGC എന്ത് ചെയ്യുന്നുള്ളൂ, ഈ പറഞ്ഞ ഇൻഷുറൻസ് നൽകുന്നുള്ളൂ. NBFCയിലുള്ള ഡിപ്പോസിറ്റിന് മേലെ they are not giving any insurance. So second statement is correct. So 2 only is the right answer. അതുപോലെ 36, when the RBI reduces SLR by 100 basis points, which of the following is likely to happen? So RBI SLR കുറയ്ക്കുകയാണ്, എന്തായിരിക്കും ഉണ്ടാവുന്നത്? Drastic reduction in the liquidity to the banking system. തെറ്റാണ്. SLR കുറയ്ക്കുമ്പോൾ ബാങ്ക് കീപ്പ് ചെയ്യേണ്ട എമൗണ്ട് എന്താ പറയാണ്, they can lend more money. So വലിയ റിഡക്ഷൻ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞത് തെറ്റാണ്. നെക്സ്റ്റ്, ഇൻഫ്ലേഷൻ ഇൻ ദ എക്കണോമി ഡിക്ലൈൻസ് ഡ്രാസ്റ്റിക്കലി. നോ, കാരണം SLR കുറയ്ക്കുമ്പോൾ ദ ബാങ്ക് ക്യാൻ ലെൻഡ് മോർ മണി ഇൻ ടു ദ മാർക്കറ്റ്. സോ കൂടുതൽ പൈസ എന്ത് ചെയ്യാം, ബാങ്കിന് ലെൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ മാർക്കറ്റിലേക്ക് പൈസ വന്നുകൊണ്ടിരിക്കുകയല്ലേ, ഇൻഫ്ലേഷൻ എന്നാ പറയുന്നത്. സോ ഇറ്റ്സ് നോട്ട് കറക്റ്റ്. ഹ്യൂജ് സർജ് ഇൻ ദ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്, വി കനോട്ട് ക്ലെയിം ദാറ്റ്. ഈ പറഞ്ഞ ലോൺ സപ്ലൈ ചെയ്യുന്നുണ്ടാവും, ലോൺ കൂടുതൽ വരുന്നുണ്ടാവും, അതെല്ലാം ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറും എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ആൻഡ് D is also not correct. ആൻഡ് B നോക്കൂ, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് മേ കട്ട് ദ ലെൻഡിങ് റേറ്റ്. ദിസ് എ ചാൻസ്. കാരണം എന്താ, നമ്മുടെ ബാങ്കിന്റെ കയ്യിൽ കുറെ പൈസ എക്സ്ട്രാ വരുവാണ്. സോ 100 ബേസിസ് പോയിന്റ്സ് കുറയ്ക്കുമ്പോൾ മോർ മണി ഈസ് അവൈലബിൾ വിത്ത് ബാങ്ക്സ്. ബാങ്കിന്റെ കയ്യിൽ കൂടുതൽ പൈസ ഇരിക്കുകയാണ്. ഇത് വെറുതെ ഇരുന്നൊരു കാര്യമുണ്ടോ? They need to lend. ലെൻഡ് ചെയ്യാം. ആ ലെൻഡ് ചെയ്യാൻ പോകുമ്പോൾ they may reduce, because ഈ പറഞ്ഞ എക്സ്ട്രാ ലെൻഡിങ് വരുമ്പോൾ they may reduce the interest rate. So ലെൻഡിങ് റേറ്റ് എന്ത് ചെയ്യാം, കുറയ്ക്കാം. സോ RBI merge ചെയ്യുന്നതാണ്. RBI is expecting that when SLR CR കുറയ്ക്കുമ്പോൾ ഫുൾ പൈസ മാർക്കറ്റിലേക്ക് ഇറങ്ങുക. അതുപോലെ ഇറങ്ങുന്ന സമയത്ത്, കാരണം സിൻസ് they are getting more liquidity, ഈ പറഞ്ഞ ബാങ്കുകൾ ആ ലെൻഡിങ് റേറ്റും കുറയ്ക്കും. കാരണം ആ പൈസ അങ്ങനെയും
ഒഴിവാക്കണം, അല്ലെങ്കിൽ അത് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അസറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം എന്നാണ് ബാങ്ക് കൂടുതലും എയിം ചെയ്യുന്നത്. So B is the right answer. Which of the statements regarding insurance sector in India are correct? India has extremely low insurance penetration as compared to global average. ശരിയാണ്, നമുക്ക് തന്നെ അറിയാലോ, നമ്മുടെ ജേർണലി നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇന്ത്യയിലെ ഹെൽത്ത് ഇൻഷുറൻസ് ആയാലും നോൺ ലൈഫ് ഇൻഷുറൻസ് ആയാലും രണ്ടും വളരെ കുറവാണ് കമ്പയർഡ് ടു ഗ്ലോബൽ ലെവൽ. അതുപോലെ ഇൻഷുറൻസ് പെനിട്രേഷൻ in India or in the world is calculated as a percentage of insurance premium to population. തെറ്റാണ്. ഇൻഷുറൻസ് പെനിട്രേഷൻ എന്ന് പറഞ്ഞാൽ is calculated as a percentage of insurance premium to GDP ആണ്. ഇൻഷുറൻസ് ഡെൻസിറ്റി ആണ് റേഷ്യോ ഓഫ് ഇൻഷുറൻസ് ടു പോപ്പുലേഷൻ. ഇൻഷുറൻസ് ഡെൻസിറ്റി ഉണ്ട്, ഇൻഷുറൻസ് പെനിട്രേഷൻ ഉണ്ട്, രണ്ട് ടേം പറഞ്ഞിരിക്കുക. എക്കണോമിക് സർവേക്കകത്ത് ഈ പറഞ്ഞ ഇൻഷുറൻസ് പെനിട്രേഷനെ പറ്റിയും ഇൻഷുറൻസ് ഡെൻസിറ്റിയെ പറ്റിയും പറയുന്നുണ്ട്. So one only is the right answer. Okay. Next, with respect to Indian economy, e-Kuber എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് e-Kuber? e-Kuber എന്ന് വെച്ചാൽ നമ്മുടെ RBIയുടെ കോർ ബാങ്ക് സൊല്യൂഷൻ ആണ്. സോ ഇറ്റ് ഈസ് ദ കോർ ബാങ്ക് സൊല്യൂഷൻ ഓഫ് RBI. സോ ഈ പറഞ്ഞ e-Kuber പോർട്ടൽ വഴിയാണ് നമ്മുടെ RBI ഗവൺമെന്റിന് വേണ്ടി ട്രഷറി ബില്ലൊക്കെ വിൽക്കുകയൊക്കെ ചെയ്യുന്നത്. അറിയാലോ, ട്രഷറി ബിൽസ് ആർ നോട്ട് ഡയറക്ട്ലി സോൾഡ് ബൈ ഗവൺമെന്റ്. ഗവൺമെന്റ് ഡയറക്ട്ലി അല്ല സോൾവ് ചെയ്യുന്നത്. ഞാനാണ് നേരെ മറിച്ച് RBI ഗവൺമെന്റിന് വേണ്ടി RBI ആണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ ട്രഷറി ബിൽസ് ആയാലും ക്യാഷ് മാനേജ്മെന്റ് ബിൽ ആയാലും മറ്റുള്ള ലോങ് ഡേറ്റഡ് സെക്യൂരിറ്റീസ് ഒക്കെ ആയാലും RBI ഇഷ്യൂ ചെയ്യുന്നത്. സോറി RBI സെൽ ചെയ്യുന്നത്. RBIയുടെ e-Kuber പോർട്ടൽ വഴിയാണ് ഈ സെല്ലിംഗ് നടക്കുന്നത്. ഇറ്റ്സ് ദ കോർ ബാങ്ക് സൊല്യൂഷൻ ഓഫ് RBI. This statement regarding Bank Sports Bureau is correct. It is based upon the recommendation of committee headed by Najgat Moralla. ആരാണ്? PJ Nayak ആണ്. PJ Nayak കമ്മിറ്റി ആണ്. PJ Nayak committee has recommended the formation of Bank Sports Bureau. It will take the final decision on the appointment on whole-time directors as well as non-executive chairpersons of private sector, public sector banks and state-owned institutions. ഈ പറഞ്ഞ ബാങ്ക് സ്പോർട്സ് ബ്യൂറോ പ്രധാനമായും കൊണ്ടുവരാൻ കാണുന്ന വെച്ചാൽ എന്താ, നമ്മുടെ ബാങ്കിന്റെ ഗവേണൻസ് ഇംപ്രൂവ് ചെയ്യുക, ബാങ്കിന്റെ ഗവേണൻസ് ഇംപ്രൂവ് ചെയ്യുക. അതുപോലെ അവിടുത്തെ ചീഫ് മെയിൻ ആയിട്ടുള്ള ഹെഡ് ഓഫീസേഴ്സ്, എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ്, അതുപോലെ മറ്റുള്ള മാനേജിംഗ് ഡയറക്ടേഴ്സ്, ഇവരെയൊക്കെ സെലക്ട് ചെയ്യുന്നത് ഒരു സിസ്റ്റം കൊണ്ടുവരിക. ദാറ്റ് ഈസ് ദ മെയിൻ ഇന്റൻഷൻ ബിഹൈൻഡ് ദ സെറ്റിംഗ് അപ്പ് ഓഫ് ബാങ്ക് സ്പോർട്സ് ബ്യൂറോ. ആൻഡ് ഈ പറഞ്ഞ ബാങ്ക് സ്പോർട്സ് ബ്യൂറോ ഒരു ഓട്ടോണമസ് ബോഡിയാണ്, റെക്കമെൻഡേഷൻ നൽകുന്ന ബോഡിയാണ്. ഫൈനൽ ഡിസിഷൻസ്, ഫൈനൽ ഡിസിഷൻ അപ്പോയിന്റ്മെന്റ് അതെടുക്കുന്ന ബോഡിയല്ല. സോ ഇറ്റ് ഡസ് നോട്ട് ടേക്ക് ഫൈനൽ ഡിസിഷൻ ഓൺ അപ്പോയിന്റ്മെന്റ്. ഈ ഫൈനൽ അപ്രൂവൽ നൽകുന്നത് നമ്മുടെ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ അപ്പോയിന്റ്മെന്റ്സ് ആണ്. സോ അപ്പോയിന്റ്മെന്റ്സ് കമ്മിറ്റി ഓഫ് ക്യാബിനറ്റ്. സോ അപ്പോയിന്റ്മെന്റ്സ് കമ്മിറ്റി ഓഫ് ക്യാബിനറ്റ് ആണ് ഈ പറഞ്ഞ ഫൈനൽ അപ്രൂവൽ ഈ പറഞ്ഞ വ്യക്തികൾക്ക് നൽകുന്നത്. ഇപ്പം ബാങ്ക് സ്പോർട്സ് ബ്യൂറോ പറയും ഓരോ ബാങ്കുകൾക്കും അവരുടെ ഡയറക്ടേഴ്സിന്റെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിന്റെ ഒക്കെ എക്സിക്യൂട്ടീവ് ഓഫീസറിന്റെ ഒക്കെ പേര് എന്ത് ചെയ്യും, they will recommend, and the final approval will be done by the appointments committee of cabinet headed by prime minister. So final decisions എടുക്കുന്നതല്ല, ഇതാണ് തെറ്റുന്നത്. To take the final decision is wrong. So neither one nor two. Next, Indian Post Payment Bank നെ പറ്റിയാണ്. It was established under Department of Post. ശരിയാണ്, 100% ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഓണർഷിപ്പിലുള്ള ഒരു ബാങ്ക് ആണ് ഇന്ത്യൻ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. It is the only payment bank which can accept demand and fixed deposit. തെറ്റാണ്. കാരണം the main feature of payment bank എന്ന് പറഞ്ഞാൽ they can accept only demand deposit. Demand deposit മാത്രമേ അവർക്ക് accept ചെയ്യാൻ പറ്റുള്ളൂ. They cannot accept fixed deposit. Fixed deposit accept ചെയ്യാൻ പറ്റില്ല. അത് ഇന്ത്യൻ പോസ്റ്റിന്റെ ആയാലും ATMന്റെ ആയാലും എയർടെലിന്റെ ആയാലും അതുപോലെ തന്നെയാണ്. അതുപോലെ they can issue debit card but not credit card. They cannot lend ചെയ്യാനായിട്ട് കഴിയില്ല. So one only is the right answer. Next, which of the following dynasties were the rivalries in the Battle of Saraighat? So Battle of Saraighatile rivalries ആരൊക്കെയാണെന്നാണ്. So the answer is B, Mughal and Ahom kingdom. മുഗൾ ആൻഡ് ആസാമിലുള്ള അഹോം കിങ്ഡം അവരാണ് ഈ പറഞ്ഞ ബാറ്റിൽ ഓഫ് സറൈഘട്ടിന്റെ റിവലറീസ് എന്ന് പറഞ്ഞ. ഇത് വാർത്ത വരാൻ കാരണം നവംബറിലാണ്. നവംബർ 22 is the birthday of ലച്ചിത് ബോർഫുക്കാൻ. ലച്ചിത് ബോർഫുക്കാൻ ആയിരുന്നു ഈ പറഞ്ഞ ബാറ്റിൽ അഹോം കിങ്ഡത്തിനെ നയിച്ചത്.
അതിന്റെ ലീഡർഷിപ്പ് അദ്ദേഹത്തിലായിരുന്നു. വൺ ഓഫ് ദി നേവൽ വാറാണ്, ബ്രഹ്മപുത്രയുടെ ബാങ്ക്സ് നടന്ന ഒരു വാറാണ് ഈ പറഞ്ഞ ബാറ്റിൽ ഓഫ് സറൈഗട്ട്. ഇതില് മുഗൾ പരാജയപ്പെടുന്നുണ്ട്, അഹമ്മദ് ജയിക്കുന്നുണ്ട്. സോ ദിസ് വാസ് ദ ബാറ്റിൽ ഓഫ് സറൈഗട്ട്. ദാറ്റ്സ് എ ഫോർട്ട്. ഒരു ഫോർട്ടും ഉണ്ട് ബാറ്റിൽ ഓഫ് സറൈഗട്ടില്, ഒരു ഫോർട്ടും ഉണ്ട്. ഈ ഇത് നടന്നത് യു ക്യാൻ സി ബ്രഹ്മപുത്ര റിവറിന്റെ ബാങ്കിലാണ്. Which of the following state introduced maternity benefit scheme for second child? Is Rajasthan. So A is the right answer. So already നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് സ്കീം ഉണ്ട്, പ്രധാനമന്ത്രി വന്ദന യോജന, മാതൃവന്ദന യോജന ഉണ്ട്. അത് പ്രകാരം 5000 രൂപ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഫസ്റ്റ് ചൈൽഡിന് കൊടുക്കുന്നുണ്ട്. ഇത് കൂടാതെ രാജസ്ഥാൻ ഗവൺമെന്റ് സെക്കൻഡ് ചൈൽഡിന് 6000 രൂപ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇന്ദിരാഗാന്ധി മാതൃത്വ പോഷൻ യോജന. ഇന്ദിരാഗാന്ധി മാതൃത്വ പോഷൻ യോജന. ആൻഡ് ആൻസർ ഈസ് എ. അടുത്തത്, the Char Chapuri region along the Brahmaputra in Assam is inhabited by indigenous tribal groups, predominantly by Karbi tribe. Karbi അല്ല, മിയ ആണ്. മിയ ട്രൈബ് ആണ് ഉള്ളത്. മിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ബംഗ്ലാദേശ് അല്ലെങ്കിൽ പണ്ടത്തെ ഈസ്റ്റ് ബംഗാൾ ഏരിയയിൽ നിന്ന് ഇവിടേക്ക് മൈഗ്രേറ്റ് ചെയ്ത അല്ലെങ്കിൽ ഇവിടത്തേക്ക് വന്ന മൈഗ്രന്റ് ആയിട്ട് വന്ന കമ്മ്യൂണിറ്റിയാണ് ഈ മിയ ട്രൈബ്. സോ ഇറ്റ് ഈസ് നോട്ട് കർബി, ഇറ്റ് ഈസ് മിയ ആണ് ഈ പറഞ്ഞ ചാർ ചപ്പോരി റീജിയനിൽ ഉള്ളത്. ചാർ എന്ന് വെച്ചാൽ ഫ്ലോട്ടിംഗ് ലാൻഡ് ആണ്. ചാർ എന്ന് പറഞ്ഞാൽ ചപ്പോരി മീൻസ് ദോസ് അഫക്റ്റഡ് ബൈ ഫ്ലഡ് എഫക്ട് ചെയ്യുന്ന റീജിയൻ ആണ് ഈ ചാർ ചപ്പോരി റീജിയൻ. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ചാർ ചപ്പോരി റീജിയൻ ഈസ് സിവിയർലി അഫക്റ്റഡ് ബൈ റിക്കറന്റ് ഫ്ലഡ് ഇൻ ആസാം. കാരണം ബ്രഹ്മപുത്ര റീജിയൻ ആണ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ധാരാളം ഫ്ലഡ് ഉണ്ടാകുന്ന സ്ഥലമാണ്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. 2 only is the right answer. അടുത്തത്, consider the following statements regarding Bru refugees. They are predominantly Muslim migrated from Bangladesh. No, അത് മുസ്ലിം മൈഗ്രേറ്റ് ഒന്നുമല്ല, മുസ്ലിം കമ്മ്യൂണിറ്റി ഒന്നുമല്ല. പറയുകയാണെങ്കിൽ ഒരു ഇൻഡിജിനസ് ട്രൈബൽ ഗ്രൂപ്പ് തന്നെയാണ് ഈ ബ്രൂ ഓർ റിയാങ്. ബ്രൂ ഓർ റിയാങ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിജിനസ് ആയിട്ടുള്ള ട്രൈബൽ ഗ്രൂപ്പ് ആണ്. ത്രിപുര, മിസോറാം ഏരിയയിലൊക്കെ കാണുന്ന ഇൻഡിജിനസ് ട്രൈബൽ ഗ്രൂപ്പ് ആണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. ആൻഡ് ദിസ് ഗ്രൂപ്പ് വിൽ ബി ഗിവൺ ലാൻഡ് ടു സെറ്റിൽ ഇൻ ത്രിപുര. കാരണം ഈ ഇടയ്ക്ക് ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു, സെൻട്രൽ ഗവൺമെന്റും ത്രിപുരയും മിസോറാമും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ ബ്രൂ ട്രൈബ് അല്ലെങ്കിൽ റിയാങ് ട്രൈബിന്റെ റിഹാബിലിറ്റേഷൻ ബന്ധപ്പെട്ട് പണ്ട് മിസോറാമിൽ ഉണ്ടായിരുന്നു. മിസോറാമിലെ കമ്മ്യൂണിറ്റി ഇവരെ അടിച്ചുപിടിച്ചതാണ്. അവിടെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി, എത്നിക് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. സോ ഇവര് പിന്നെ ത്രിപുരയിൽ വന്ന് ക്യാമ്പിലൊക്കെ ആയിരുന്നു. സോ ഈ പറഞ്ഞ നേരത്തെ എഗ്രിമെന്റ് പ്രകാരം ഇവർക്ക് എന്ത് ചെയ്യാം, മിസോറാമിലേക്ക് തിരിഞ്ഞു പോകാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ വർഷം എഗ്രിമെന്റ് പ്രകാരം ഈ പറഞ്ഞ കമ്മ്യൂണിറ്റിക്ക് ത്രിപുരയിൽ തന്നെ എന്ത് ചെയ്യാം, ദേ ക്യാൻ സെറ്റിൽ എന്നൊരു എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട്. സോ ഇവർക്ക് ധാരാളം ആനുകൂല്യങ്ങൾ, മന്ത്ലി പേയ്മെന്റ്, അതുപോലെ ഫിക്സ്ഡ് ഡിപ്പോസിറ്റ്, അതുപോലെ തന്നെ റേഷൻ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സെൻട്രൽ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന അഫ്ഷർ ചെയ്തിട്ടുണ്ട്. സോ ആൻസർ ഇൻകറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. 1 only is the incorrect statement. Next, consider the statements regarding child sex ratio is incorrect ആണ് ചോദിച്ചിരിക്കുന്നത്. Both highest and lowest child sex ratio are in north east state. ശരിയാണ്. ലോവസ്റ്റും ഹയസ്റ്റും നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിലാണുള്ളത്. The number of registered births decreased അല്ല, it is increased. So incorrect statement ആണ്. So B is the right answer. C നോക്കൂ, unlike sex ratio, Kerala child sex ratio is below ഇത്. ശരിയാണ്. 90-63-64 ആണ് കേരളത്തിലെ child sex ratio പറയുന്നത്. അതുപോലെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സ് ജനറലി പറയുകയാണെങ്കിൽ ഹൈ സെക്സ് റേഷ്യോ ആണ്. നമ്മുടെ ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ്, നോർത്ത് ഈസ്റ്റ് സെക്സ് റേഷ്യോ അല്ല. സോ ഡി ഈസ് ആൾസോ കറക്റ്റ്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ബി മാത്രമാണ്. അടുത്തത്, consider the following statements regarding La Nina. La Nina is unusual cooling of western Pacific Ocean. No, it is eastern ആണ്, or southeastern Pacific Ocean ആണ്. And first statement അതുകൊണ്ട് തെറ്റാണ്. And second, La Nina will positively affect the northeastern monsoon in India. Positively affect northeast അല്ല, southeast monsoon. Southeast monsoon പോസിറ്റീവായിട്ട് അഫക്ട് ചെയ്യുകയും നോർത്ത് ഈസ്റ്റിനെ നെഗറ്റീവായിട്ട് അഫക്ട് ചെയ്യുന്ന ഒരു എഫക്റ്റ് ആണ് ലാനിന എഫക്ട് എന്ന് പറഞ്ഞാൽ. സോ ദി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആൾസോ റോങ്. ഡ്യൂറിംഗ് ലാനിന ഇയേഴ്സ് തമിഴ്നാട് കോസ്റ്റ് റിമെയിൻസ് മോസ്റ്റ്ലി ഡ്രൈ. സോ നിങ്ങൾക്ക് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് നോക്കി കഴിഞ്ഞാൽ ഇത് രണ്ടും എന്താ, എക്സ്ട്രീംലി കോൺട്രഡിക്ടറി ആണ്. സോ ഇതിലേതൊന്ന് ശരിയാണെന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം നോർത്ത് ഈസ്റ്റിൽ അതുവഴിയാണ്, നോർത്ത് ഈസ്റ്റ് മൺസൂൺ ആണ് തമിഴ്നാട്ടിലെ റെയിൻഫോൾ കിട്ടുന്ന മേജർ റെയിൻഫോൾ എന്ന് പറഞ്ഞത്. സോ രണ്ടും നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് കമ്പയർ ചെയ്തിട്ട് ഇതിലൊന്ന് ശരിയാണ് ഇതിലൊന്ന് തെറ്റാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ 3 only is the right answer. അടുത്തത്, പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി പ്രോഗ്രാം, നമ്മുടെ ജൻ ഔഷധി സ്റ്റോഴ്സ്
ഉദ്ദേശിക്കുന്നത് ജൻ ഔഷധി സ്റ്റോഴ്സ്. ജൻ ഔഷധി സ്റ്റോഴ്സ് ഇത് ലോഞ്ച് ചെയ്തത് ആരാണ്? ഇറ്റ് ഈസ് മിനിസ്ട്രി ഓഫ് കെമിക്കൽസ് ആണ്. മിനിസ്ട്രി ഓഫ് കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്. സോ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽസ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽസ് അണ്ടർ മിനിസ്ട്രി ഓഫ് കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസർ ആണ് ഈ പറഞ്ഞ പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി പ്രോഗ്രാം, PMBJP എന്ന് പറയും. കോമൺലി പറയുന്നത് PMBJP. സോ ആ പാർട്ടി അല്ല കേട്ടോ, PMBJP എന്ന് പറയാറുണ്ട്. സോ ബി ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്തത് ഇലക്ഷൻ സിംബലിനെ പറ്റിയാണ്. ഇലക്ഷൻ സിംബൽ ഈസ് ഓൺലി ഇലക്ഷൻ കമ്മീഷൻ is the only authority to decide the claim on symbols issue on a dispute or merger of political parties. ശരിയാണ്. ഇത് കഴിഞ്ഞ വർഷം നമ്മുടെ ജോസ് കെ മാണി, കേരള കോൺഗ്രസ് മാണി ഭാഗത്തിന്റെ കംപ്ലൈന്റുമായി ബന്ധപ്പെട്ട് 2 ചിഹ്നത്തിന്റെ ബന്ധപ്പെട്ട് സുപ്രീം കോടതി കേസ് ഉണ്ടായിരുന്നു. സോ ഇതില് സുപ്രീം കോടതി പറഞ്ഞു ഇലക്ഷൻ കമ്മീഷൻ ആണ് ഓൺലി അതോറിറ്റി ടു ഡിസൈഡ്. ഈ ഒരു ക്ലെയിം ഒക്കെ ഡിസൈഡ് ചെയ്യുന്ന ഓൺലി അതോറിറ്റി ഇലക്ഷൻ കമ്മീഷൻ ആണ് എന്ന് അത് അപ്ഹോൾഡ് ചെയ്തിരുന്നു. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. അതുപോലെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് all parties registered with ECI have the reserve symbols. തെറ്റാണ്. സോ റിസർച്ച് സിംബൽസ് സ്റ്റേറ്റ് പാർട്ടീസിന് കിട്ടും, അതുപോലെ നാഷണൽ പാർട്ടീസിന് കിട്ടും. അവർക്ക് മാത്രമേ ഉള്ളൂ, അല്ലാതെ എല്ലാവർക്കും ഈ പറഞ്ഞ റിസർച്ച് സിംബൽസ് കിട്ടത്തില്ല. സോ 1 only is the right answer. Which of the following is not a situation of contempt of court? It is unwilling to present as witness. C is the right answer. Willful disobedience of court order, it's a contempt of court. An act that is currently in the court, it is a contempt of court. Obstruction of judicial proceedings, അതും എന്താണ്? contempt of court ആണ്. പക്ഷേ സാക്ഷിയായിട്ട് ഞാൻ അൺവില്ലായിട്ട് നിൽക്കുകയാണെങ്കിൽ അതിനൊരിക്കലും contempt of court എന്ന് പറയാൻ പറ്റില്ല. So C is the right answer. It's not a situation. So the tribe and state ആണ് സർണ, ജാർഖണ്ഡ്, ഹിൽസ്, രാജസ്ഥാൻ, അപ്താനി, അരുണാചൽ, ഹുക്ക, മിസോറാം. All these are correct. So D is the right answer. So this was about the test regarding Indian economy and the related current affairs. So കുറെ പേര് പോയി, എൻഡ് ചെയ്യുന്ന. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു? ക്വസ്റ്റ്യൻ ഒക്കെ കുഴപ്പമില്ലായിരുന്നല്ലോ. എന്റെ സെഷൻ എൻഡ് ചെയ്യട്ടെ. സോ നത്തിങ് മോർ. എല്ലാവരും റിക്കറിംഗ് ആയിട്ട് തന്നെ എക്സാംസ് അറ്റൻഡ് ചെയ്യുക. അതുപോലെ കീ എല്ലാവരും ഒന്ന് വായിക്കുക. ഞാൻ ആ കറക്ഷൻ ഞാൻ വെച്ച് തരാം. ചെറിയ കറക്ഷൻ ഉണ്ട്, ഓപ്ഷനിൽ ഒരു എറർ ഉണ്ട്, അത് ഞാൻ കറക്റ്റ് ഇട്ട് തരാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ.